എപ്പിസോഡ് തുടങ്ങുന്നതിന് നമ്മുടെ സോളിനെയും അതേപോലെ തന്നെ സുഞ്ചിനെയും കാണിച്ചുകൊണ്ടാണ് രണ്ടുപേരും കൂടി ഇപ്പോൾ ടാക്സിയിലായിട്ട് ട്രാവൽ ചെയ്ത് പോകുമായിരുന്നു. അവിടെയായിട്ട് നമ്മുടെ സോളാണെങ്കിൽ സുഞ്ചി എടുത്ത് ചോദിക്കും, അല്ല നിനക്ക് എങ്ങനെ മനസ്സിലായി ഞാനാണെങ്കിൽ ഇപ്പോൾ ഈ സ്ഥലത്തുണ്ട് എന്ന്. ഉടനെ നമ്മുടെ സുഞ്ചയെ പറയും, അത് ഞാൻ നിന്നെ കാണാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റാൻഡിൽ എത്തിയായിരുന്നു. ആ സമയത്ത് ഞാൻ കണ്ടായിരുന്നു നീ ബസ്സിലിരുന്ന് ഉറങ്ങുന്നത്. ഇത് കണ്ടിട്ട് തന്നെ ഞാൻ നിന്റെ പുറകെ ആയിട്ട് ഒരു ക്യാബ് വിളിച്ചു വന്നത്. ഇങ്ങനൊരു ബസ്സിലിരുന്ന് ഉറങ്ങുന്നേക്ക് അപകടമല്ലേ, അവരെവിടെയെങ്കിലൊക്കെ കൊണ്ടുപോയി ഇറക്കിയാലോ. ഇത് കേൾക്കുന്നേ നമ്മുടെ സോളിന് ഭയങ്കര സന്തോഷമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സുഞ്ചിയാണെങ്കിൽ ഇപ്പോൾ അവളെ കെയർ ചെയ്തൊക്കെ അല്ലേ സംസാരിക്കുന്നത്. പെട്ടെന്ന് തന്നെ അവളാണെങ്കിൽ സുഞ്ചി എടുത്തൊരു ഡൗട്ട് ചോദിക്കും, അല്ലേ എനിക്കൊരു കാര്യം അറിയണം, നീ എന്നെ എപ്പോഴാണ് ആദ്യമായിട്ട് കണ്ടത്? ഉടനെ എന്നെ സുഞ്ചിയാണെങ്കിൽ പറയും, അത് ഞാൻ നിൻ്റെ വീടിൻ്റെ മുമ്പിലായിട്ട് ഒരു പാഴ്സൽ വെക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. ആ പാഴ്സലുകാരൻ ആക്സിഡൻ്റലി എൻ്റെ വീടിൻ്റെ മുമ്പിലാണ് കൊണ്ടുവച്ചത്. അത് വെക്കാനായിട്ട് ഞാൻ നിൻ്റെ വീട്ടിലോട്ട് വന്നത്. നീ എന്നെ ഒരു ഡെലിവറി ബോയാന്ന് കണ്ടിട്ട് എന്നെ അതേപോലെ ട്രീറ്റ് ചെയ്തത്. യഥാർത്ഥത്തിൽ നമ്മളുടെ സോളിനാണെങ്കിൽ ഇതൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ ചോദിക്കും, അപ്പോൾ നീ എൻ്റെ അമ്മയുടെ ആ ഒരു CD കടയിൽ വന്നത് എന്തിനാ? ഇത് കേൾക്കുന്നത് നമ്മുടെ സുഞ്ചിക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ലായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനവിടെ വന്നത് മെയിനായിട്ട് നമ്മളുടെ സോളിനെ കാണാൻ വേണ്ടിയിട്ടല്ലേ. അവളവനെ കണ്ടു എന്ന് തോന്നുന്നത് പെട്ടെന്ന് തന്നെ അവനാണെങ്കിൽ കൈ കിട്ടിയ ഒരു കാസറ്റ് എടുത്ത് അവളുടെ കയ്യിലായിട്ട് കൊടുക്കും. ഇതൊക്കെ ആലോചിച്ച് നോക്കുന്നത് നമ്മുടെ സുഞ്ചയാണെങ്കിൽ സോളിന് കറക്റ്റായിട്ടൊരു മറുപടി ഒന്നും കൊടുക്കത്തില്ല. അവൻ പറയും, എനിക്ക് നല്ലതുപോലെ ഉറക്കം വരുന്നുണ്ട്, ഞാൻ ഉറങ്ങാൻ കിടക്കുക എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ സുഞ്ചയും അതേപോലെ തന്നെ സോളും കൂടി അവളുടെ വീടിൻ്റെ മുമ്പിലായിട്ട് എത്തുന്നതാണ്. നമ്മുടെ സുഞ്ചിയാണെങ്കിൽ സോളിനെ ആക്കിയിട്ട് അവിടെ നിന്ന് കയറിപ്പോകാനായിട്ട് ഒരുങ്ങും. സോളാണെങ്കിൽ അവൻ പോകുന്നത് നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് നമ്മുടെ സോൾ അവളുടെ റൂമിലായിട്ട് വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും, എന്തൊക്കെയായിരുന്നാലും സുഞ്ചി ഇത്രയും നാളും എൻ്റെ അയൽക്കാരനായിട്ട് എവിടെ ഉണ്ടായിരുന്നത്. അവനാണെങ്കിൽ എന്നെ ആപത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തു. എന്നിട്ട് കൂടി എനിക്ക് അവനെ ഓർമ്മയേ ഇല്ല. എനിക്ക് ആ ആക്സിഡൻറ്റ് സംഭവിച്ചില്ലായിരുന്നു എങ്കിൽ ഉറപ്പായിട്ട് ഞാനും അവനെ മറക്കത്തില്ലായിരുന്നു. എന്നാലും എനിക്ക് വിശ്വസിക്കാൻ കൂടി പറ്റുന്നില്ല, ഞാനും അവനും ഒരേ സ്കൂളിലാണ് പഠിച്ചത്, ഒരേ ബസ്സിലാണ് യാത്ര ചെയ്തത് എന്നൊക്കെ അവളിങ്ങനെ ഓരോരോ കാര്യങ്ങളിരുന്ന് ചിന്തിക്കും. കൂട്ടത്തിൽ തന്നെ നമ്മുടെ സോളാണെങ്കിൽ ആ വാച്ച് എടുത്ത് വെച്ച് നോക്കിയിട്ട് വിചാരിക്കും, എന്തൊക്കെയായിരുന്നാലും ഇത്തവണ ഞാൻ സുഞ്ചയുടെ ലൈഫിൻ്റെ ആ ഒരു ഫേറ്റ് ഉറപ്പായിട്ടും ചേഞ്ച് ആക്കിയിരിക്കുമെന്ന്. അവന് ഒരാപത്ത് വരാനും ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സോളാണെങ്കിൽ അവളുടെ കയ്യിരിക്കുന്ന ഫോട്ടോസില്ലേ അത് നോക്കിക്കൊണ്ട് ഓരോന്നിങ്ങനെ പറയും, അവൻ്റെ കൂടെ നല്ല നല്ല മെമ്മറീസൊക്കെ ക്രിയേറ്റ് ചെയ്യണം എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെ നമ്മുടെ സുഞ്ചേനെയാണ്. അവനാണെങ്കിൽ കണ്ണു തുറക്കുന്നതും ബാൽക്കണിയിൽ നിന്ന് അവൻ്റെ പേര് നല്ലതുപോലെ വിളിച്ചു കൂവുമായിരുന്നു. അവൻ ആരാ എന്ന് വന്ന് നോക്കുമ്പോൾ എന്തോ അവിടെയായിട്ട് നിൽക്കുന്നത് നമ്മളുടെ സോളാണ്. അവളാണെങ്കിൽ നമ്മുടെ സുഞ്ചേനെ വിളിച്ചിട്ട് അവൻ്റെ അടുത്ത് ചോദിക്കും, നീ വലിയ റെയിൻബോ കാണുന്നുണ്ടോ എന്ന്. യഥാർത്ഥത്തിൽ നമ്മുടെ സുഞ്ചയ്ക്ക് അത് കാണാൻ പറ്റത്തില്ല. ഉടനെ തന്നെ നമ്മുടെ സോൾ എന്ത് ചെയ്യുമെന്നറിയാവോ, അവിടെ ഇരിക്കുന്ന ഒരു ഹോസ് എടുത്തിട്ട് അതിനകത്ത് വെള്ളമാണെങ്കിൽ അവൻ്റെ നേർക്കായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. ആ സമയത്ത് നമ്മളുടെ സുഞ്ചയ്ക്കാണെങ്കിൽ നല്ലതുപോലെ റെയിൻബോയും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ നമ്മളുടെ സുഞ്ചയാണെങ്കിൽ ആ റെയിൻബോ കണ്ടിട്ടല്ല ഇങ്ങനെ ചിരിക്കുന്നത്, അവളുടെ ചിരി കണ്ടിട്ടാണ്. അവളിപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സുഞ്ച ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. തൊട്ട് താഴെയായിട്ട് നമ്മുടെ സോളിൻ്റെ അമ്മ ഇങ്ങനെ നടന്നു പോകും. അവരുടെ തലയിൽ കൂടി വെള്ളം വന്ന് വീഴും. അവർ നോക്കുമ്പോൾ അവരുടെ മോളാണെങ്കിൽ വെറുതെ വെള്ളം ഒഴിച്ച് കളിക്കുവാണ്. ഇവരാണെങ്കിൽ വേഗം തന്നെ നമ്മുടെ സോളിൻ്റെ പേരും വിളിച്ചിട്ട് മുകളിലോട്ട് കയറി വരും. സോളിനെ അവിടെയായിട്ട് ഓടിക്കും. സോളും പേടിച്ചിട്ട് അവിടെ എല്ലാം കിടന്ന് ഓടാനായിട്ട് തുടങ്ങും. അവളുടെ അമ്മ പറയും, നിനക്ക് വെള്ളം മാത്രമേ കിട്ടിയോലെ കളിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് പൈസ കൊടുത്ത് വാങ്ങിച്ചു വെച്ചേക്കുന്ന വെള്ളവാ എന്ന്. സുഞ്ചയ്ക്കും ഇത് കണ്ടിട്ട് നല്ല ചിരി വരുന്നുണ്ടായിരുന്നു. അവൻ വേഗം തന്നെ അവൻ്റെ റൂമിലോട്ട് കയറാനായിട്ട് തിരിഞ്ഞങ്ങ് നടക്കും. അതേസമയം തന്നെ നമ്മുടെ സോളിൻ്റെ അമ്മയിലെ അവളെ എടുത്തിട്ട് അടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പെട്ടെന്ന് തന്നെ ഒരു ഡ്രസ്സാണെങ്കിൽ പറന്നു വന്ന് നമ്മളുടെ സുഞ്ചയുടെ ആ ഒരു ടെറസിൻ്റെ അടുത്തായിട്ട് വന്ന് വീഴും. ആ ഡ്രസ്സ് കാണുന്നേ നമ്മുടെ സുഞ്ചയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഷോക്കായി പോയായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇന്നർ വെയർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ സോളാണെങ്കിൽ പഠിക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നല്ലതുപോലെ ഇറങ്ങി വരുന്നതാണ്. അവിടെയായിട്ട് നമ്മുടെ സുഞ്ചയും ഉണ്ട്. അവനാണെങ്കിൽ കയ്യിലായിട്ടൊരു പാക്കറ്റും വെച്ചിട്ടുണ്ട്. സോളിനെ കാണുന്നതും അവൻ അതെടുത്ത് അവളുടെ കൈ കൊടുക്കും. നമ്മുടെ സോളിനാണെങ്കിൽ ഇത് കാണുന്നേ ഒന്നും മനസ്സിലാവത്തില്ല. അവൾ ചോദിക്കും, നീ ഇത് എന്ത് ഗിഫ്റ്റാണ് എനിക്ക് തരുന്നത്? ഇപ്പോൾ അതിന് എൻ്റെ ബർത്ത്ഡേ ഒന്നും അല്ലല്ലോ എന്നും പറഞ്ഞിട്ട് അവളാണെങ്കിൽ ആ പാക്കറ്റ് വാങ്ങി തുറന്നു നോക്കുമ്പോൾ എന്തോ അതിനകത്തായിട്ട് ഒരു ഇന്നർ വെയർ ആയിരിക്കുന്നത്. ഇത് കാണുന്നത് നമ്മുടെ സോളാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഭയങ്കരമായിട്ടങ്ങ് ചമ്മിപ്പോവും. അവൾ ഉടനെ തന്നെ നമ്മുടെ സുഞ്ചിയെടുത്ത് എന്ത് പറയണമെന്നറിയാണ്ട് വേഗം തന്നെ ടോപ്പിക്ക് ചേഞ്ച് ആക്കാൻ വേണ്ടി പറയും, ഇത് എൻ്റെ ഒന്നും അല്ല, അതെൻ്റെ മുത്തശ്ശിയുടെ ആയെന്ന്. ഉടനെ തന്നെ സുഞ്ചിയാണെങ്കിൽ അവളുടെ അടുത്ത് ചോദിക്കും, അതിന് ഞാൻ നിൻ്റെ അടുത്ത് ചോദിച്ചില്ലല്ലോ ഇത് ആണ്ടതാ എന്ന്. ഇതൊക്കെ എൻ്റെ അടുത്ത് എന്തിനാ പറയുന്നത്? ഇത് കേൾക്കുന്നേ നമ്മുടെ സോൾ അങ്ങ് വല്ലാണ്ടാവും. സുഞ്ചിയാണെങ്കിൽ ഇങ്ങനെ നടന്നു പോകുന്നതും അവളും അവൻ്റെ പുറകെയായിട്ട് നടന്നു വരും. അവനാണെങ്കിൽ പറയും, സ്കൂളിൽ പോകാൻ ലേറ്റായി, വേഗം തന്നെ നടക്കുക എന്ന്. അപ്പം നമ്മുടെ സോളാണെങ്കിൽ അവനോട് പറഞ്ഞ് മനസ്സിലാക്കും, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഞാൻ നിന്നെ ഉറപ്പായിട്ട് സഹായിക്കാം എന്ന്. ഉടനെ തന്നെ നമ്മുടെ സുഞ്ചി ചോദിക്കും, നീ എപ്പോഴും എന്താ എന്നെ സഹായിക്കുന്നതിനെ പറ്റി പറയുന്നത്? ആദ്യമേ നീ നിൻ്റെ കാര്യം നോക്ക്, എന്നിട്ടല്ലേ നീ എന്നെ സഹായിക്കാൻ വരുന്നത്? നിനക്ക് എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഉടനെ തന്നെ അവരുടെ അടുത്ത്
അടുത്തൂടെയായിട്ട് ഒരു വണ്ടി ഇങ്ങനെ പാസ് ചെയ്ത് പോകും. അവിടെ നല്ലതുപോലെ വെള്ളവും ഉണ്ടായിരുന്നു. ഈ വെള്ളം നമ്മുടെ സുഞ്ചയുടെ ദേഹത്തായിട്ട് തെറിക്കാൻ വരുന്നതും പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ സോളുണ്ടല്ലോ സുഞ്ചനെ പിടിച്ച് മതിലിൻ്റെ ചരിവിനായിട്ട് നിർത്തിയിട്ട് അവൻ്റെ ഫ്രണ്ടിലായിട്ട് കയറി അങ്ങ് നിൽക്കും. അതും ഒരു ഹീറോയിനെ പോലെ. പെട്ടെന്ന് തന്നെ സോളാണെങ്കിൽ ഇവിടെ പറയും, കണ്ടില്ലേ ഞാനിപ്പോൾ എന്ത് ഹീറോയിനെ പോലെ നിന്നെ ഇപ്പോൾ രക്ഷിച്ചത്. എന്നെക്കൊണ്ട് ഇതും ചെയ്യാൻ പറ്റും, ഇതിനപ്പുറവും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എൻ്റെ അടുത്ത് പറയണം എന്നൊക്കെ നമ്മളുടെ സോള് പറയും. ഇതൊക്കെ കാണുന്നേ നമ്മുടെ സുഞ്ചയെ ഭയങ്കരമായിട്ടങ്ങ് ഞെട്ടിപ്പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ കുറച്ച് നേരത്തിന് ശേഷം നമ്മുടെ സോളാണെങ്കിൽ സുഞ്ചയുടെ അടുത്തായിട്ട് അവനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്ന് കൊടുക്കുന്നതാണ്. അവളാണെങ്കിൽ പറയും, ഇതിൻ്റെ അകത്ത് നിനക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടൊരു ഗിഫ്റ്റ് ഉണ്ട്, പക്ഷേ നീ അത് ഇപ്പം തുറന്നു നോക്കാൻ പാടില്ല. ഇതിൻ്റെ ഒരു സമയമുണ്ട്. 2023 ജനുവരി 1 മാത്രമേ ഇത് ഓപ്പൺ ചെയ്യാവൂ. അതുവരേക്കും നമുക്ക് ഇതിനെയാണെങ്കിൽ ഈ മരത്തിൻ്റെ അടിയിലായിട്ട് കുഴിച്ചിടാം. യഥാർത്ഥത്തിൽ നമ്മളുടെ സോളാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്താണെന്നറിയാവോ? സുഞ്ച യഥാർത്ഥത്തിൽ സൂയിസൈഡ് ചെയ്തത് ജനുവരി 2 അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവളിപ്പോൾ ചെറുതായിട്ട് ഫ്യൂച്ചർ ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു സംഭവം നമ്മുടെ സുഞ്ചയായിട്ട് അവിടെ കുഴിച്ചിടുന്നത്. സുഞ്ചയ്ക്കൊന്നും മനസ്സിലാകത്തില്ല. അവൻ ചോദിക്കും, എന്നാലും 2023 ജനുവരി 1 എന്താണ് പ്രത്യേകതയെന്ന്. അപ്പോൾ നമ്മുടെ സോൾ പറയും, അതൊക്കെ നിനക്ക് അന്ന് മനസ്സിലാവും, ഇപ്പം നീ അറിയേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ സുഞ്ചയും അതേപോലെ തന്നെ സോളും കൂടി സ്കൂളിലായിട്ട് വരുന്നതാണ്. അവിടെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളുടെ സുഞ്ചയ്ക്ക് ഒരു കാര്യം ഓർമ്മ വരും. അതായത് അവൻ്റെ ഫ്രണ്ടാണെങ്കിൽ അവനെ കോൾ ചെയ്ത സമയത്തെ നമ്മളുടെ സോളിനാണെങ്കിൽ പരിക്ക് പറ്റിയ കാര്യം പറയത്തില്ലേ, അതേപോലെ തന്നെ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അതായത് ഈ തേസങ് ആണെങ്കിൽ ഇവളെ ഭയങ്കര സീരിയസ് ആയിട്ടൊന്നല്ല ഡേറ്റ് ചെയ്യുന്നത്, അവനെയാണെങ്കിൽ എപ്പോഴും ശല്യം ചെയ്യുന്ന ഒരു ബുള്ളികളുണ്ട്. അവളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ തേസങ് നമ്മളുടെ സോളിൻ്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞേ എന്ന്. ഇതൊക്കെ ആലോചിക്കുന്നേ നമ്മുടെ സുഞ്ചയ്ക്ക് അങ്ങ് ഒരുമാതിരിയാവും. അവനാണെങ്കിൽ ഇപ്പം എങ്ങനെയെങ്കിലും നമ്മുടെ സോളിനെ തേസങ്ങിൻ്റെ അടുത്ത് നിന്ന് രക്ഷിക്കണോ എന്നുണ്ട്. എന്നാലും അവനിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഉടനെ തന്നെ നമ്മുടെ സുഞ്ചയാണെങ്കിൽ ഈ സോളിൻ്റെ അടുത്ത് പറയും, നീ ആണെങ്കിൽ എപ്പോഴും നല്ല കെയർഫുൾ ആയിരിക്കണം, നിൻ്റെ ചുറ്റിലും എന്താണുള്ളത് എന്ന് നീ നല്ലതുപോലെ ശ്രദ്ധിച്ച് കാണണം. ഉടനെ തന്നെ നമ്മളുടെ സോളാണെങ്കിൽ അതിന് വേറൊരു മീനിങ് എടുക്കുന്നത്. അവളാണെങ്കിൽ പറയും, എൻ്റെ കണ്ണിന് യാതൊരു കുഴപ്പമില്ലല്ലോ, എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല, അതുകൊണ്ട് ഞാനെല്ലാം നല്ല വ്യക്തമായിട്ട് കണ്ടോളാം എന്ന്. ഇവിടെ നമ്മളുടെ സുഞ്ച എന്തോ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന സോൾ എന്തോ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ അവളുടെ അടുത്ത് വേറൊന്നും പറയാൻ നിൽക്കത്തില്ല. അവൻ വിചാരിക്കും എന്തായിരുന്നാലും വഴിയെ നമുക്കെല്ലാം ശരിയാക്കാം എന്ന്. അങ്ങനെ ഇവർ നടന്നു വരുന്ന വഴിക്ക് അവിടെയായിട്ടൊരു സാറാണെങ്കിൽ പിള്ളേരെല്ലാം പിടിച്ചു നിർത്തി അവരെല്ലാം യൂണിഫോം ചെക്ക് ചെയ്യുമായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ സോള് നോക്കുമ്പോൾ അവളുടെ കഴുത്തിലായിട്ട് ടൈ ഇല്ല. ഇത് കാണുന്നേ നമ്മുടെ സോളാണെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങ് പേടിച്ചു. അവൾ അവിടെ പറയും, അയ്യോ എന്നാലും ഞാനൊന്ന് ടൈ കെട്ടാൻ മറന്നു പോയല്ലോ എന്ന്. ഇത് കാണുന്നേ നമ്മുടെ സുഞ്ചയാണെങ്കിൽ അവളുടെ അടുത്ത് പറയും, അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, എൻ്റെ ടൈ നീ കെട്ടിക്കോ എന്ന് പറഞ്ഞിട്ട് സുഞ്ചയാണെങ്കിൽ നമ്മുടെ സോളിൻ്റെ കഴുത്തിലായിട്ട് ആ ടൈ ഇട്ടിട്ട് അവൾക്കിത് കെട്ടിക്കൊടുക്കും. ഇത് കാണുന്നേ നമ്മുടെ സോള് ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു. എന്താണെന്ന് വെച്ചാൽ സുഞ്ചയാണെങ്കിൽ ഇപ്പോൾ പതിവില്ലാതല്ലേ അവളുടെ അടുത്ത് ഇത്ര സ്നേഹമൊക്കെ കാണിക്കുന്നത്. അവളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. സുഞ്ചയും ഭയങ്കര കെയറിങ്ങിൽ നമ്മുടെ സോളിൻ്റെ കഴുത്തിലായിട്ട് ടൈ ഒക്കെ കെട്ടിക്കൊടുക്കും. അതേസമയം തന്നെ തേസങ് അവിടേക്ക് വരും. അവനിത് കാണുന്നേ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ഗേൾ ഫ്രണ്ടിനെ വെറുതെ ടൈ കെട്ടി കൊടുത്തോണ്ടിരിക്കുമല്ലേ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സാറ് നമ്മളുടെ സുഞ്ചനെ പിടിച്ചിർത്തുന്നതാണ്. സുഞ്ചയുടെ കൂട്ടത്തിൽ തന്നെ വേറെയും കുറേ ചെറുക്കന്മാരുണ്ട്. സുഞ്ചനെ ഇപ്പം നിർത്തിയേക്കുന്ന തന്നെ അവൻ ടൈ കെട്ടാത്തതിൻ്റെ പേരില്ല. അവിടെയായിട്ട് നമ്മുടെ തേസങ് വന്നിട്ട് ഈ സാറിൻ്റെ അടുത്ത് പറയും, സർ എനിക്കും പണിഷ്മെൻറ്റ് വേണം, ഞാനിവിടെ യൂണിഫോം ഇട്ടിട്ടില്ല എന്ന്. ഇത് കാണുന്നേ സാർ അവൻ്റെ അടുത്ത് ചോദിക്കും, അല്ല നിനക്കിന്ന് എന്തോ പറ്റി, നീ എല്ലാ തവണ ഇതേ കണക്ക് ഞാൻ പണിഷ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ എൻ്റെ കൺമുന്നിൽ വരാണ്ട് വേറെ ഏതായാലൊക്കെ വഴിയായിരിക്കത്തില്ലേ സ്കൂളിൻ്റെ അകത്ത് കയറുന്നത്, പിന്നെ നിനക്കിന്ന് എന്താ പതിവില്ലാതെ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കും. ഇവിടെ നമ്മളുടെ തേസങ്ങിനാണെങ്കിൽ എങ്ങനെയെങ്കിലും സുഞ്ചയുടെ മുമ്പിലായിട്ട് വലിയ ആളാവണമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ആ സാറ് കൊടുത്തേക്കുന്ന പണിഷ്മെൻറ്റ് ഇവരെല്ലാവരും അവിടുത്തെ ഗ്രൗണ്ടിൽ കിടന്ന് ഓടണോ എന്നാ. അങ്ങനെ ഓടുന്നതിൻ്റെ കൂട്ടത്തിലായിട്ട് തേസങ് നമ്മുടെ സുഞ്ചയുടെ ഒപ്പത്തിനൊപ്പം വന്നിട്ട് അവൻ്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങും. എന്നിട്ട് അവൻ്റെ അടുത്ത് പറയും, നീ എന്ത് ഭാവിച്ചാ, ആ സോളെന്ന് പറയുന്നത് എൻ്റെ ഗേൾ ഫ്രണ്ടാണ്, അതുകൊണ്ട് തന്നെ നീ അവളുടെ അടുത്തുനിന്ന് മാറിയിരിക്കണം. അല്ല നീ എന്തോതിനാ സോളിൻ്റെ പേരിൽ ഇപ്പം ഇങ്ങനെ പണിഷ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്തതിൻ്റെ കാര്യം, അതൊക്കെ ചെയ്യാനായിട്ട് ഞാനില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ ഈ തേസങ്ങാണെങ്കിൽ സുഞ്ചനെ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. എന്നിട്ട് അവൻ്റെ അടുത്ത് ചോദിക്കും, നിനക്കെന്താ സ്പീഡില്ലാത്തത്, നീ എന്താ വേഗത്തിൽ ഓടാത്തെ, നിനക്ക് എന്താ വെള്ളത്തിൽ മാത്രമേ സ്പീഡിന് നീന്താൻ അറിയത്തുള്ളൂ, നിനക്ക് കരയിൽ ഓടാൻ അറിയത്തില്ലേ എന്നും പറഞ്ഞിട്ട് നമ്മുടെ തേസങ് ഓരോന്ന് പറയുന്നേ. സുഞ്ച ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് അവൻ വേഗം തന്നെ നല്ല സ്പീഡൊക്കെ എടുത്ത് ഓടാനായിട്ട് തുടങ്ങും. അതേപോലെ തന്നെ നമ്മുടെ തേസങ് അവൻ്റെ പുറകെ തന്നെ വെച്ചു പിടിച്ചിട്ടുണ്ടായിരുന്നു. എത്രയൊക്കെ പറഞ്ഞാലും തേസങ് അത്ര വലിയ സ്പോർട്സ്മാൻ ഒന്നും അല്ലല്ലോ. അതുകൊണ്ട് തന്നെ അവന് നമ്മളുടെ സുഞ്ചനെ പൊട്ടിക്കാനൊന്നും പറ്റത്തില്ല. സുഞ്ചയാണെങ്കിൽ വേഗം തന്നെ അവിടെ നിന്ന് ഓടി അങ്ങ് പോവും. അതിനുശേഷം കാണിക്കുന്ന നമ്മളുടെ ഈ സുഞ്ചയും അതേപോലെ തന്നെ തേസങ്ങും കൂടി മുഖം കഴുകാൻ വന്ന് നിൽക്കുന്ന
പോകുന്നതാണ്. അവിടെയും രണ്ടുപേർക്കും ഇടയിൽ ഫൈറ്റിങ്ങാണ് നടക്കുന്നത്. രണ്ടുപേരും എങ്ങനെ ഒരാളെ തോപ്പിക്കുക എന്ന് മാത്രമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ തേസങ്ങും സുഞ്ചയും നേർക്ക് നേരെ കണ്ട കീരിയും പാമ്പുമാണ്. അവർ രണ്ടുപേരും ഒരിക്കലും ചേരത്തുമില്ല. സുഞ്ചയാണെങ്കിൽ ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് അങ്ങ് പോവും. അതേപോലെ തന്നെ നമ്മുടെ തേസങ് അവിടെ നോക്കിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് തന്നെ തേസങ്ങിന്റെ ഫ്രണ്ട് ആണെങ്കിൽ അവിടെ വന്നിട്ട് ഈ തേസങ്ങിന്റെ അടുത്ത് ചോദിക്കും, അല്ല ആ സുഞ്ചയാണെങ്കിൽ ആ സോളിന് വേണ്ടിയിട്ട് പണിഷ്മെന്റ് വാങ്ങിയത് എനിക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. നീ എന്തോത്തിന് ഇപ്പൊ ആവശ്യമില്ലാതെ പണിഷ്മെന്റ് ഏറ്റു വാങ്ങിയ? സത്യം പറഞ്ഞോ നിനക്കിപ്പോൾ അവളെ ഇഷ്ടമല്ലേ? ഇത് കേൾക്കുന്ന തേസങ്ങിനാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയത്തില്ലായിരുന്നു. അവനവിടെ മിണ്ടാണ്ട് നിൽക്കും. ഉടനെ തന്നെ അവന്റെ ഫ്രണ്ട് പറയും, എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്റെ മാറ്റങ്ങൾ. നീ ആണെങ്കിൽ ഇപ്പൊ വേറുള്ള പെമ്പിളടുത്ത് സംസാരിക്കാനും പോവാറില്ല, നിനക്ക് ആരെ പറ്റിയും കെയറും ഇല്ല. അതിന്റെ അർത്ഥം ഉറപ്പായിട്ടും നീ ആ സോളിനെ പ്രേമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ തേസങ്ങിനാണെങ്കിൽ അവളെ ഭയങ്കര ഇഷ്ടമാണ്. അവനാണ് അത് ഇതുവരെയും തുറന്ന് സമ്മതിക്കാതെ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ നമ്മുടെ സുഞ്ചയുടെ അച്ഛനെയാണ്. അയാളാണെങ്കിൽ ഇപ്പോൾ ഒളിമ്പിക്സ് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അതിനകത്ത് നടക്കുന്നത് തന്നെ സ്വിമ്മിങ് കോമ്പറ്റീഷനാണ്. നമ്മുടെ സുഞ്ചയുടെ കൂടെ എപ്പോഴും ശത്രുവായിട്ട് നിൽക്കുന്ന ഒരുത്തനില്ലേ, അവനാണ് ഇപ്പോൾ നമ്മുടെ കൊറിയനെ റെപ്രസെൻറ്റേറ്റീവ് ചെയ്തിട്ട് ഈ ഒളിമ്പിക്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അവൻ്റെ അച്ഛന് ഭയങ്കര സന്തോഷമായിരുന്നു. അയാളിങ്ങനെ TV കണ്ടുകൊണ്ടിരിക്കുന്നതും അവിടെയായിട്ട് നമ്മളുടെ സുഞ്ചയെ വരും. അവനെ കാണുന്നേ പെട്ടെന്ന് തന്നെ നമ്മളുടെ സുഞ്ചയുടെ അച്ഛനാണെങ്കിൽ ആ TV അങ്ങ് ഓഫ് ചെയ്യും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സുഞ്ചയെ കണ്ടു കഴിഞ്ഞാൽ അവന് ഭയങ്കര വിഷമമാവത്തില്ലേ? അവനല്ലായിരുന്നോ ആ ഒളിമ്പിക്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട ആള്? അതുകൊണ്ട് തന്നെ അവൻ്റെ അച്ഛൻ ഭയങ്കരമായിട്ട് ഉരുണ്ട് കളിക്കും. നമ്മുടെ സുഞ്ചയാണെങ്കിൽ അവൻ്റെ റൂമിലായിട്ട് ചെല്ലും. അതേപോലെ തന്നെ നമ്മളുടെ സോളിൻ്റെ വീട്ടിൽ കാണിക്കും. അവിടെ എല്ലാവരും ഈ ഒളിമ്പിക്സ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡുമാണ്. അതായത് നാളെയാണ് മെയിൻ കോമ്പറ്റീഷൻ വരുന്നത്. ഇവരെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് സംസാരിക്കുന്നത്. ഇത് കാണുന്നത് നമ്മുടെ സോളിനും അങ്ങ് വല്ലാണ്ടാവും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ ചെറുക്കൻ്റെ സ്ഥാനത്ത് നമ്മളുടെ സുഞ്ചയായിരുന്നില്ലേ ഉണ്ടാവേണ്ടിയിരുന്നത്. സോളിനാണെങ്കിൽ ഇതൊക്കെ ആലോചിക്കുന്നതും ഭയങ്കര സങ്കടമാവും. അവളാണെങ്കിൽ വിചാരിക്കും എന്തൊക്കെ സംഭവിച്ചാലും നാളെ സുഞ്ചയനെ എൻഗേജ്ഡ് ആക്കി വെക്കണമെന്ന് നമ്മുടെ സോൾ ഇങ്ങനെ തീരുമാനിക്കും. അങ്ങനെ അവളാണെങ്കിൽ വേഗം തന്നെ അവളുടെ റൂമിൽ വന്നിട്ടേ നമ്മുടെ സുഞ്ചയ്ക്ക് മെസ്സേജ് അയക്കും. എന്നിട്ട് അവൾ പറയും, നാളെ നമുക്ക് ഒരു ഔട്ടിങ് പോയാലോ, നിന്റെ കൂടെ എനിക്ക് ടൈം സ്പെൻഡ് ചെയ്യണം എന്ന്. ഇത് വായിക്കുന്നേ നമ്മുടെ സുഞ്ചയ്ക്കങ്ങ് ഭയങ്കര സന്തോഷം. അവനാണെങ്കിൽ നല്ലതുപോലെ ഞെട്ടിപ്പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെയാണ്. നമ്മുടെ സോളാണെങ്കിൽ സുഞ്ചയനെ കാത്ത് അവൻ്റെ വീടിന് മുമ്പിലായിട്ട് വന്നിരിക്കും. സുഞ്ചയാണെങ്കിൽ ഇവിടെ കണ്ടിട്ട് നല്ല എക്സൈറ്റഡ് ആയിരുന്നു. എന്നാലും അവനാണെങ്കിൽ അവൻ്റെ എക്സൈറ്റ്മെൻറ്റ് അവളുടെ മുമ്പിൽ കാണിക്കത്തൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ചിങ്ങനെ നടന്നു പോകുന്നതാണ്. പോകുന്ന വഴിയിലായിട്ട് എല്ലാ കടകളിലും ഒളിമ്പിക്സിന്റെ വീഡിയോസാ പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കാണുന്നേ നമ്മുടെ സോളാണെങ്കിൽ പെട്ടെന്നങ്ങ് പേടിച്ചു പോകും. അവളാണെങ്കിൽ സുഞ്ചയനെ ഇത് കാണിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യും. അവളാണെങ്കിൽ നമ്മുടെ സുഞ്ചയനെ തിരിച്ചു പിടിച്ച് നിർത്തിയിട്ട് അവൻ്റെ അടുത്ത് പറയും, നിന്റെ ഷൂസിനകത്ത് എന്തോ ഒന്നുണ്ട് എന്ന്. അവനാണെങ്കിൽ വേഗം തന്നെ തലകുനിച്ച് നോക്കുമ്പോൾ എന്തോ. സോളാണെങ്കിൽ പറയും, ഞാൻ നിന്നെ വെറുതെ പറ്റിച്ചാ, ഞാൻ പറഞ്ഞപ്പോൾ നീ താഴോട്ട് നോക്കിയേ എന്ന്. ഇത് കേൾക്കുന്നേ സുഞ്ചയ്ക്കൊന്നും മനസ്സിലാവത്തില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സുഞ്ചയും സോളും കൂടി ബസ്സിനകത്തായിട്ട് ട്രാവൽ ചെയ്യും. അവരിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നതും ആ ബസ്സിനകത്തുണ്ടല്ലോ പെട്ടെന്ന് തന്നെ ഇട്ടിരുന്ന പാട്ട് സ്റ്റോപ്പാക്കിയിട്ട് ഒളിമ്പിക്സിന്റെ ന്യൂസ് പ്ലേ ആക്കാനായിട്ട് തുടങ്ങും. ഇതറിയുന്നത് നമ്മുടെ സോളാണെങ്കിൽ വേഗം തന്നെ അവളുടെ കൈയിരുന്ന ഹെഡ്സെറ്റ് എടുത്ത് നമ്മുടെ സുഞ്ചയുടെ ചെവിയിലായിട്ടങ്ങ് വെച്ചു കൊടുക്കും. അങ്ങനെ ഇവരാണെങ്കിൽ നല്ലതുപോലെ ക്ലോസ് ഒക്കെ ആവും. ഇവിടെ നമ്മുടെ സുഞ്ചി ഇവളെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അതേപോലെ തന്നെ ഇവർ രണ്ടുപേരും കൂടി റോഡ് ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ അവിടെയും വലിയ സ്ക്രീനിലായിട്ട് ഈ ഒളിമ്പിക്സിന്റെ ന്യൂസ് ആ പ്ലേ ആവുന്നത്. ഇത് കാണുന്നേ നമ്മുടെ സോളാണെങ്കിൽ വേഗം തന്നെ സുഞ്ചയുടെ മുമ്പിലായിട്ടങ്ങ് കയറി നിൽക്കും. എന്നിട്ട് അവള് പറയും, നീ കണ്ടില്ലേ, എനിക്കാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പെട്ടെന്ന് നോക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ സുഞ്ചയാണെങ്കിൽ ഇവളെ ഭയങ്കര ക്യൂട്ടായിട്ട് നോക്കിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ സുഞ്ചയും അതേപോലെ തന്നെ സോളും കൂടി സിനിമയ്ക്കായിട്ട് പോകുന്നതാണ്. അവരങ്ങനെ സിനിമയൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ സിനിമ അവരങ്ങ് സ്റ്റോപ്പ് ആക്കി വയ്ക്കും. എന്നിട്ട് പറയും, എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ആണ്, നിങ്ങൾ കുറച്ച് നേരത്തേക്ക് പുറത്തോട്ട് ഇറങ്ങി നിൽക്കണം എന്ന്. സോളിനാണെങ്കിൽ ഇപ്പം എന്ത് വേണമെന്ന് കൂടി അറിയത്തില്ലായിരുന്നു. അവളാണെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മുടെ സുഞ്ചനെ എൻഗേജ്ഡ് ആക്കാൻ വേണ്ടിയിട്ടില്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ സുഞ്ചയെ പറയും, എങ്കിൽ പിന്നെ ഞാൻ പുറത്തോട്ട് പോവാ എന്ന്. വേഗം തന്നെ തിയേറ്റർ നേരെയാവും. സോളാണെങ്കിൽ നമ്മുടെ സുഞ്ചനെ വിളിക്കാനായിട്ട് വരുമ്പോൾ എന്തോ അവനാണെങ്കിൽ അവിടെ പുറത്തുള്ള ഒരു TV-യിലായിട്ട് ഒളിമ്പിക്സ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോള് വിചാരിക്കും അവനിപ്പോൾ നല്ലതുപോലെ സങ്കടപ്പെടുകയെന്ന്. എന്നാ ഇവിടെ സംഭവിക്കുന്ന നേരെ തിരിച്ചാണ്. സുഞ്ചിയാണെങ്കിൽ ആ ഒളിമ്പിക്സ് കാണുന്ന ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുമായിരുന്നു. അവനും അവൻ്റെ ആ ശത്രുവായിട്ടുള്ള ചെറുക്കനില്ലേ, അവൻ ജയിക്കണമെന്ന് തന്നെ ആഗ്രഹിക്കുന്നത്. അവനാണെങ്കിൽ വിൻ ചെയ്യുന്നത് കാണുന്നേ നമ്മളുടെ സുഞ്ചയെ ഭയങ്കരമായിട്ട് അവിടെ കിടന്ന് ചാടിത്തുള്ളും. ഇതൊക്കെ കാണുന്നേയും സോളും നല്ലതുപോലെ ഞെട്ടിപ്പോയായിരുന്നു. അവസാനം നമ്മുടെ സുഞ്ചയും സോളും കൂടി അവിടെ വന്നിരുന്ന് സംസാരിക്കും. സുഞ്ചയാണെങ്കിൽ അവളെ പറഞ്ഞ് മനസ്സിലാക്കും, നീ എന്തോ വിചാരിച്ചിരിക്കുന്നത്, ഞാനും അവനെ പോലെയാണെന്നോ? ഒരിക്കലും അല്ല. നമ്മുടെ കൊറിയനെ റെപ്രസെൻറ്റേറ്റീവ് ചെയ്തിട്ടല്ലേ അവൻ പോയിരിക്കുന്നത്. അവൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നാലും അവനായിരുന്നാലും എൻ്റെ സന്തോഷം ഒരേപോലെ തന്നെ. നമ്മളുടെ കൊറിയ തന്നെയല്ലേ ജയിക്കുന്നത്, അതിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ് എന്നൊക്കെ നമ്മുടെ സുഞ്ചയ പറയും. ഇത് കേൾക്കുന്നേ സോളിന് നല്ല സമാധാനമാവും.
സുഞ്ചയാണെങ്കിൽ നമ്മുടെ സോളിൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹത്തോടെ സംസാരിക്കും. അവൻ പറയും, എന്തൊക്കെയായിരുന്നാലും എനിക്ക് വേണ്ടി നീ ഇത്രയും കെയറിങ് ആയിട്ടിരിക്കുന്നതിൽ ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറയട്ടെ. അവനാണെങ്കിൽ നമ്മളുടെ സോളിൻ്റെ തലയിലായിട്ട് ജസ്റ്റ് ഒന്ന് തടവും. ഇത് കാണുന്നേ നമ്മളുടെ സോള് ഭയങ്കരമായിട്ട് ബ്ലഷ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസമാണ്. അവിടെയാണെങ്കിൽ നമ്മളുടെ സോളിൻ്റെ ചേട്ടനില്ലേ, അവനാണെങ്കിൽ അവൻ്റെ ആക്ടിങ് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങനെ ഇറങ്ങി വരുമായിരുന്നു. അവിടെയായിട്ട് നമ്മളുടെ യൂൻ വരും. അവളാണെങ്കിൽ വന്നിട്ട് നമ്മുടെ ഈ സോളിൻ്റെ ചേട്ടനില്ലേ, അവനായിട്ട് ആ ഷർട്ട് എടുത്തങ്ങ് കൊടുക്കും. പെട്ടെന്ന് തന്നെ സോളിൻ്റെ ചേട്ടൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടാൻ തുടങ്ങും. അവളോട് ചോദിക്കും, അല്ല ഞാൻ ഷർട്ട് തന്നിട്ട് എത്ര ദിവസമായി, നീ ഇപ്പോഴാണോ തിരിച്ചു കൊണ്ട് തരുന്നത്? ഉടനെ തന്നെ നമ്മുടെ യൂൻ പറയും, ഇത് പുതിയ ഷർട്ടാണ് എന്നും പറഞ്ഞിട്ട് അവൻ്റെ കയ്യിലായിട്ട് കൊടുക്കും. അവനാണെങ്കിൽ ആ ഷർട്ട് തുറന്നു നോക്കുമ്പോൾ എന്താ, അതൊരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഷർട്ടായിരുന്നു. ഇത് കാണുന്നേ നമ്മുടെ സോളിൻ്റെ ചേട്ടൻ ഭയങ്കരമായിട്ട് അങ്ങ് ഞെട്ടിപ്പോവും. പെട്ടെന്ന് തന്നെ അവനാണെങ്കിൽ അങ്ങ് കൂളാവും. ഉടനെ തന്നെ നമ്മുടെ ഈ യൂൻ്റെ അടുത്ത് പറയും, അല്ല നിന്റെ ഒരു അങ്കിളാണെങ്കിൽ പല്ല് നേരാക്കി തരാമെന്ന് പറഞ്ഞില്ലേ, അയാൾ സൂപ്പറാണ് കേട്ടോ, അയാൾ എൻ്റെ പല്ല് നല്ല കിടിലുമായിട്ടാണ് വെച്ച് തന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും അവിടെ നിന്ന് പോവാനായിട്ട് ഒരുങ്ങും. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂനിനെ ആണെങ്കിൽ ഇടിക്കാനായിട്ട് ഒരു സൈക്കിൾ ഇങ്ങനെ പാഞ്ഞു വരും. ഇത് നമ്മുടെ യൂൻ ശ്രദ്ധിക്കത്തില്ല. എന്നാൽ പെട്ടെന്ന് തന്നെ സോളിൻ്റെ ചേട്ടനാണെങ്കിൽ ഇവളെ കെട്ടിപ്പിടിച്ചങ്ങ് അടുത്തോട്ട് പിടിച്ചു നിർത്തും, അവൾക്ക് സൈക്കിളിൻ്റെ ഇടി കൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ ഇത് കാണുന്നേ നമ്മുടെ യൂനുണ്ടല്ലോ ഭയങ്കരമായിട്ട് അങ്ങ് ഞെട്ടിപ്പോയായിരുന്നു. അവൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ സോളിൻ്റെ ചേട്ടൻ്റെ ഇങ്ങനെയുള്ള ഓരോരോ രീതികളൊക്കെ ഇല്ലേ, ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ആയിരുന്നു. അവളുടെ ഹാർട്ട് ബീറ്റൊക്കെ നല്ലതുപോലെ ഇടിക്കാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ യൂൻ വിചാരിക്കും, അല്ല ഞാനെന്തിനാ ഇവളുടെ ചേട്ടനെ കണ്ടിട്ട് ഇത്ര ഇമ്പ്രസ്ഡ് ആവുന്നത്, ഇങ്ങനെയൊന്നും ആയിക്കൂടാ, ഇതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞിട്ട് അവൾ വേഗം തന്നെ അവിടെ നിന്ന് അങ്ങ് എണീറ്റ് പോവും. അവക്കാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങ് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ സുഞ്ചിനെയും അതേപോലെ തന്നെ സോളിനെയാണ്. രണ്ടുപേരും ഇന്നത്തെ ഔട്ടിങ് എല്ലാം കഴിഞ്ഞിട്ട് ഈവനിങ് ടൈമിൽ അവരുടെ ആ വഴി കൂടി ഇങ്ങനെ നടന്നു വരുമായിരുന്നു. അവരിങ്ങനെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് വരുന്നതും പെട്ടെന്ന് തന്നെ നമ്മുടെ സോളാണെങ്കിൽ ഒരു കാര്യം കാണും. അതായത് അവളുടെ അമ്മയാണെങ്കിൽ അവിടെ ദൂരെയായിട്ട് ഒരാളുമായിട്ട് നല്ല ചിരിച്ച് കളിച്ച് സംസാരിക്കുകയാണ്. പോരാത്തന്നെ അയാളാണെങ്കിൽ നമ്മുടെ സോളിൻ്റെ അമ്മേനെ കെട്ടിപ്പിടിക്കുന്നു ഒക്കെയുണ്ട്. പെട്ടെന്ന് തന്നെ സോളും സുഞ്ചയും കൂടി അവിടെയായിട്ട് അങ്ങ് ഒളിച്ചിരിക്കും. ഉടനെ തന്നെ സോള് പറയും, എൻ്റെ അമ്മയ്ക്ക് ഇനി വേറെ ആരെങ്കിലും ഇഷ്ടമാണോ, അമ്മയ്ക്ക് ഇനി വേറെ റിലേഷൻ വേണമെന്ന് തോന്നുവാണോ എന്ന്. അവൾക്ക് തന്നെ അറിയത്തില്ലായിരുന്നു എന്താ ഇവിടെ സംഭവം എന്ന്. അവരാണെങ്കിൽ ഇപ്പോൾ ഒളിച്ചു നിൽക്കുന്നത് വേറെ എവിടെയല്ല, ഒരു കാറിൻ്റെ പുറകിലായിട്ടാണ്. പെട്ടെന്ന് തന്നെ ആ കാർ എടുത്തിട്ട് അങ്ങ് പോവും. നമ്മളുടെ സോളിൻ്റെ അമ്മയാണെങ്കിൽ പെട്ടെന്ന് അവിടെ സൗണ്ട് കേൾക്കുന്നതിന് തിരിഞ്ഞു പോകും. എന്നാൽ അവിടെയെങ്ങും ആരും തന്നെ ഉണ്ടായിരുന്നില്ല. നോക്കുമ്പോൾ എന്തുവാ, നമ്മുടെ സുഞ്ചയാണെങ്കിൽ ഒരു പോസ്റ്റിൻ്റെ സൈഡിലായിട്ട് എത്രത്തോളം മാറി ഒതുങ്ങി നിൽക്കാൻ പറ്റുമോ അത്രയും സ്ലിമ്മായിട്ട് പറ്റിപ്പിടിച്ച് നിൽക്കുമായിരുന്നു. അതേപോലെ തന്നെ സോളുണ്ടല്ലോ, അവളാണെങ്കിൽ ആ പോസ്റ്റിൻ്റെ മുകളിലായിട്ട് ഒരു സ്ഥലം കിട്ടുന്നേ, അതിനകത്ത് ബാലൻസ് ചെയ്ത് കയ്യും പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഒരു കാല് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സുഞ്ചയുടെ തലയുടെ മുകളിലായിട്ടും വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അവിടെ ഒരു കൊച്ചി ഇറക്കാൻ വന്നിട്ട് നമ്മുടെ സുഞ്ചനെ കണ്ടിട്ട് വയ്ക്കും, അല്ല അങ്കിളെ നിങ്ങളിവിടെ എന്തെടുക്കുക എന്ന്. അവൻ്റെ കയ്യിലായിട്ടൊരു ഐസ്ക്രീമും ഉണ്ട്. സുഞ്ചയാണെങ്കിൽ അവനെ മാക്സിമം പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് നോക്കും. എന്നേ കൊച്ചിറക്കാൻ പോകുന്ന ഒരു ലക്ഷണം ഉണ്ടായിരുന്നില്ല. സോളാണെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ സുഞ്ചയുടെ തലയിലായിട്ട് കാലും വെച്ചിട്ട് എങ്ങനെയും ബാലൻസ് ചെയ്ത് നിൽക്കും. സുഞ്ചയും വിചാരിക്കും, ആ കുറച്ച് നേരത്തേക്കല്ലേ അവൾ എങ്ങനെയെങ്കിലും നിൽക്കട്ടെ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ സുഞ്ചയുടെ അച്ഛനെയാണ്. അയാളാണെങ്കിൽ ഇപ്പോൾ TV-യിൽ ആ വലിയ സ്പോർട്സ് കാണാണ്ട് മൊബൈലായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ സുഞ്ചയെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഓഫാക്കി വെക്കാമല്ലോ. അതേപോലെ തന്നെ പെട്ടെന്ന് നമ്മുടെ സുഞ്ചയ അകത്തേക്ക് കയറി വരും. സുഞ്ചയുടെ അച്ഛനാണെങ്കിൽ വേഗം ഇവനെ കാണുന്നേ അതങ്ങ് ഒളിപ്പിച്ച് വെക്കാൻ നോക്കും. ഉടനെ തന്നെ സുഞ്ചയും വന്നിട്ട് അവൻ്റെ അച്ഛനടുത്ത് പറയും, അച്ഛൻ എന്തിനാ ഈ ഒളിമ്പിക്സ് കാണുന്നത് എൻ്റെ അടുത്തുനിന്ന് മറച്ചു വയ്ക്കുന്നത്? അച്ഛൻ എങ്ങനെയാണോ ആ ഒളിമ്പിക്സ് കണ്ടിട്ട് എൻജോയ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഞാനും എൻജോയ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് എന്നെപ്പറ്റി ആലോചിച്ചിട്ട് അച്ഛൻ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. എനിക്കതൊന്നും ഇഷ്ടമല്ല. അച്ഛൻ്റെ ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ടോ എന്നൊക്കെ നമ്മുടെ സുഞ്ചി അവിടെ ഓപ്പൺ ആയിട്ട് പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ അടുത്ത ദിവസം രാവിലെ ആണെങ്കിൽ നമ്മുടെ സോള് നേരെ പോലീസ് സ്റ്റേഷനിൽ വരുന്നതാണ്. അവളെയാണെങ്കിൽ ഒരു അപ്പൂപ്പ നല്ലതുപോലെ ടോർച്ചർ ചെയ്തില്ലായിരുന്നോ, ആ സമയത്ത് തന്നെയല്ലേ അവൾ വെള്ളത്തിലും വീണത്. അതേ സമയം തന്നെ അവളുടെ ഫോണും അതേപോലെ തന്നെ പേഴ്സും കളഞ്ഞു പോയായിരുന്നു. ഇപ്പോൾ അവൾക്കാണെങ്കിൽ ആ പേഴ്സ് കിട്ടിയിട്ടുണ്ട്, എന്നാൽ അവളുടെ ഫോണിനെ പറ്റി യാതൊരു വിവരവും ഇല്ല. പോലീസുകാർ പറയും, ഞങ്ങൾക്കും വേറൊന്നും കിട്ടിയില്ല, ഈ ഫോൺ മാത്രമേ കിട്ടിയോളൂ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ സോൾ അവരുടെ അടുത്ത് ചോദിക്കും, അവിടെ CCTV ഒന്നും ഇല്ലേ എന്ന്. അപ്പോൾ ആ പോലീസുകാർ പറയും, ഈ സമയത്ത് അവിടെ CCTV ഒന്നും ഉണ്ടായിരുന്നില്ല. CCTV ഇല്ലാത്തത് കൊണ്ടാണ് ഒരു കില്ലറാണെങ്കിൽ അവിടെ ഒരു ഡെഡ് ബോഡി കൊണ്ടുവന്ന് ഇട്ടിട്ട് പോയത്. ഇത് കേൾക്കുന്നേ നമ്മുടെ സോൾ ഭയങ്കരമായിട്ടങ്ങ് ഞെട്ടിപ്പോവും. അവൾ ചോദിക്കും, ഡെഡ് ബോഡിയോ, എന്ത് ഡെഡ് ബോഡീനെ പറ്റി നിങ്ങളീ പറയുന്നത്? അപ്പോൾ ആ പോലീസുകാർ പറയും, ഞങ്ങളിപ്പോൾ പുതിയൊരു കേസിൻ്റെ പുറവെയാണ്, അവിടെയാണെങ്കിൽ ഇപ്പോൾ ഒരു ഡെഡ് ബോഡീനെ കിട്ടിയിട്ടുണ്ട്. അത് ആരാണ് കൊന്നത് എന്താണ് എന്നുള്ള ഒരു ഡീറ്റെയിൽസും ഞങ്ങൾക്കറിയത്തില്ല, അതാണ് ഞങ്ങളിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേൾക്കുന്നേ നമ്മുടെ സോളാണെങ്കിൽ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. അവളങ്ങനെ വേഗം തന്നെ ആ സ്ഥലത്തായിട്ട് വന്ന് നോക്കും. അവിടെ നല്ല ആൾക്കൂട്ടമുണ്ട്. ആ ഡെഡ് ബോഡി തിരഞ്ഞുകൊണ്ടിരിക്കുവാണ്. പെട്ടെന്ന് തന്നെ ആ കൂട്ടത്തിലായിട്ട് ഒരാളുടെ കീച്ചേൻ്റെ സൗണ്ട് കേൾക്കും. ഇത് കേൾക്കുന്നേ നമ്മുടെ സോളിനാണെങ്കിൽ എന്തോ ഒരു ഫ്ലാഷ് ബാക്ക് വരും. അവളാണെങ്കിൽ എന്തോ ഒന്ന് കണ്ടതുപോലെ പെട്ടെന്ന് തന്നെ അവിടെ ഇരിക്കുന്ന കീച്ചേനും കാണിക്കും. ഇയാളാണെങ്കിൽ നമ്മുടെ സോളിനെ
ഇങ്ങനെ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ട്. ഇവളുടെ ആക്സിഡന്റുമായിട്ട് ഇയാൾക്ക് എന്തോ ഒരു ബന്ധവും ഉണ്ട്. ഈ ആളിനെ നമുക്ക് കില്ലർ എന്ന് വിളിക്കാം. ഇയാളുടെ ഫേസ് ആണെങ്കിൽ അവിടെ റിവീലാക്കും. ഇയാളുടെ കയ്യിലായിട്ടൊരു കീ ചെയിനും ഉണ്ട്. അയാളുടെ കയ്യിലായിട്ട് തന്നെയാണ് നമ്മുടെ സോളിൻ്റെ ആ ഫോണും ഇരിക്കുന്നത്. അയാളാണെങ്കിൽ ആ ഫോൺ തുറന്നിട്ട് നമ്മുടെ സോളിൻ്റെ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കും. ഇയാളുടെ ഒരു സൈക്കോപാത്തിനെ പോലെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ സോളിനെയാണ്. അവളാണെങ്കിൽ അവളുടെ അമ്മയുടെ കൂടെ മാർക്കറ്റിലായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വരും. അവിടെ നമ്മുടെ സോളാണെങ്കിൽ അവളുടെ അമ്മയുടെ ഓപ്പണായിട്ട് പറയും, അമ്മയ്ക്ക് ആരെങ്കിലും ഇഷ്ടമാണോ, അമ്മയ്ക്ക് അങ്ങനെ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അമ്മ ഡേറ്റ് ചെയ്യണം, ഞാനൊരിക്കലും അതിനെതിരെ നിൽക്കത്തില്ല എന്ന്. ഇത് കേൾക്കുന്ന അവളുടെ അമ്മ ചോദിക്കും, അല്ല നിനക്കിപ്പോൾ എന്തോ പറ്റി, നിനക്ക് എന്നെ കെട്ടിച്ച് വിട്ടോളാം വയ്യേ. ഉടനെ തന്നെ സോള് പറയും, അമ്മ എത്ര കാലമെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നത്, അമ്മയ്ക്കും അമ്മയുടേതായിട്ടുള്ളൊരു ലൈഫ് വേണ്ടേ. ഇത് കേൾക്കുന്നേ നമ്മുടെ സോളിൻ്റെ അമ്മ ചിരിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അവിടെ ഒരു ഷോപ്പിലായിട്ട് നമ്മുടെ സുഞ്ചയും അതേപോലെ തന്നെ സോളിൻ്റെ ചേട്ടനും കൂടി ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അവിടെയായിട്ട് ഇപ്പോൾ വെയിറ്റ് ലിഫ്റ്റിങ്ങിൻ്റെ ഒളിമ്പിക്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരാണെങ്കിൽ ഭയങ്കര ആവേശത്തോടെ അത് കണ്ടുകൊണ്ടിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറിയ ഒരു തവണയും കൂടി ഒരു ഗോൾഡ് മെഡൽ വാങ്ങിക്കഴിഞ്ഞാൽ അതെല്ലാവർക്കും സന്തോഷമുള്ളൊരു കാര്യമല്ലേ. നമ്മുടെ സുഞ്ചയും അതേപോലെ തന്നെ സോളിൻ്റെ ചേട്ടനും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് കൈയൊടുക്കുകയും കൈയടിക്കുകയും അതേപോലെ തന്നെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും. എന്താന്ന് വെച്ചാൽ കൊറിയ ഒരു തവണയും കൂടി ഒളിമ്പിക്സ് വിൻ ചെയ്യല്ല എന്നും ആലോചിച്ചിട്ട് ഇവരിങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ അടിച്ചു പൊളിക്കുന്നേ. പെട്ടെന്ന് തന്നെ നമ്മുടെ സോളിൻ്റെ ചേട്ടനൊരു കാര്യം ഓർമ്മ വരും, ഇവനെ ഞാൻ വേറെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന്. പെട്ടെന്ന് തന്നെ സുഞ്ചനെ പിടിച്ചെറുത്തിയിട്ട് ചോദിക്കും, നീ അല്ലേ അന്ന് സോള് കുടിച്ചിട്ട് വന്നപ്പോൾ അവളെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നേ, എന്തിനാ എൻ്റെ അനിയത്തിനെ കുടിപ്പിച്ചത്, അവളാണെങ്കിൽ കുടിക്കുന്ന ശീലമൊന്നും ഉണ്ടായിരുന്നേയല്ല. അങ്ങനെ നമ്മളുടെ സുഞ്ചനെ ഈ സോളിൻ്റെ ചേട്ടനാണെങ്കിൽ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവൻ്റെ പണിഷ്മെൻ്റ് ഒക്കെ കൊടുക്കാനായിട്ട് ഒരുങ്ങും. അതായത് ഈ സുഞ്ചയുടെ സീനിയർ ആണല്ലോ നമ്മുടെ സോളിൻ്റെ ചേട്ടൻ. അവനാണെങ്കിൽ ചോദിക്കും, നീ എന്തിനാ വെറുതെ എൻ്റെ അനിയത്തിനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നേ എന്ന്. സുഞ്ചിയാണെങ്കിൽ അവിടെ ക്ലിയർ ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് നോക്കും, അതായത് അവൾ അന്ന് കുടിച്ചതല്ല, എൻ്റെ അച്ഛൻ കൊടുത്തൊരു സിറപ്പ് അവൾ ആവശ്യത്തിൽ കൂടുതൽ കുടിച്ചതാണ്, അങ്ങനെയാണ് അവൾ ഫിറ്റായി പോയത് എന്ന്. എന്നാൽ ഇതൊന്നും കേൾക്കാൻ നമ്മുടെ സോളിൻ്റെ ചേട്ടൻ റെഡിയേ ആയിരുന്നില്ല. അവനാണെങ്കിൽ പറയും, നീ ഇതിനുള്ള പണിഷ്മെൻറ്റ് ചെയ്തേ പറ്റത്തോളം എന്ന് പറഞ്ഞിട്ട് സുഞ്ചയ്ക്ക് അവൻ പണിഷ്മെൻ്റ് ഒക്കെ കൊടുക്കും. കൂട്ടത്തിൽ തന്നെ അവൻ ചോദിക്കും, നീ ആരാ, അവളുടെ ബോയ് ഫ്രണ്ട് ആണോ? ഉടനെ എന്നെ സുഞ്ചയെ പറയും, ഞാൻ അവളുടെ ബോയ് ഫ്രണ്ട് ആയിട്ടില്ല, പക്ഷെ ആവാനുള്ള ചാൻസസ് ഉണ്ട് എന്ന്. ഇത് കേൾക്കുന്നതെന്ന് അവളുടെ സോളിൻ്റെ ചേട്ടനാണെങ്കിൽ ചോദിക്കും, ഓഹോ അപ്പോൾ അന്ന് അവളുടെ കൂടെ ഞങ്ങളുടെ വീട്ടിലെ തീ അണയ്ക്കാൻ വന്ന ചെറുക്കനായിരിക്കും അല്ലേ അവളുടെ ബോയ് ഫ്രണ്ട്. അവനെ കണ്ടാലും പറയും, അവൻ എന്ത് സുന്ദരനാ, അവൻ എന്ത് സ്റ്റൈലിഷാ. ഇത് കേൾക്കുന്നത് നമ്മുടെ സുഞ്ചയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. അവനാണെങ്കിൽ നമ്മുടെ ഈ സോളിൻ്റെ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കും, അവനാണോ സ്റ്റൈലിഷ്, അവനെ കണ്ടിട്ടാണോ നിങ്ങൾ സുന്ദരൻ എന്ന് പറയുന്നത്, എന്തൊക്കെയായിരുന്നാലും ചേട്ടൻ്റെ അനിയത്തിയുടെയും കണ്ണ് സൂപ്പറാണ് എന്നവൻ ഇങ്ങനെ പറയും. ഇത് കേൾക്കുന്നത് നമ്മുടെ സോളിൻ്റെ ചേട്ടൻ അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. അവൻ വീണ്ടും നമ്മുടെ സുഞ്ചയ്ക്കാണെങ്കിൽ നല്ലതുപോലെ പണിഷ്മെൻ്റ് ഒക്കെ കൊടുക്കും. ഇത് കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ സോളുണ്ടല്ലോ, അവളാണെങ്കിൽ അവളുടെ ചേട്ടനെ എടുത്തിട്ട് നല്ലതുപോലെ വഴക്ക് പറയും, എന്തിനാ നിങ്ങൾ സുഞ്ചയ്ക്ക് ഇങ്ങനെ പണിഷ്മെൻ്റ് കൊടുക്കുന്നത്, അവന് പണിഷ്മെൻ്റ് കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല എന്നും പറഞ്ഞിട്ട്. നമ്മുടെ സോളാണെങ്കിൽ അവളുടെ ചേട്ടനെ നല്ലതുപോലെ ഉപദ്രവിക്കും. ഇതും കണ്ടുകൊണ്ടിരുന്ന സോളിൻ്റെ അമ്മയുണ്ടല്ലോ, അവരാണെങ്കിൽ വന്നിട്ട് സോളിൻ്റെ ചേട്ടനെയും അതേപോലെ തന്നെ സോളിൻ്റെയും തലക്കിട്ട് അടി വെച്ച് കൊടുത്തിട്ട് രണ്ടെണ്ണത്തിനെ അവരുടെ കോളറി പിടിച്ചെടുത്തുകൊണ്ട് പോകാനായിട്ട് ഒരുങ്ങും. അവിടെയായിട്ടും നമ്മളുടെ സോളിൻ്റെ ചേട്ടനില്ലേ, അവനാണെങ്കിൽ സുഞ്ചേനെ ഭയങ്കര തുറച്ചു നോക്കും. എന്നാൽ നമ്മുടെ സോളാണെങ്കിൽ അവന് ടാറ്റയും കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നത്. സുഞ്ചി ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ, സുഞ്ചിയാണെങ്കിൽ വീട്ടിലായിട്ട് വന്നിട്ട് നമ്മുടെ തേസിങ്ങിൻ്റെ പ്രൊഫൈലില്ലേ അതെടുത്ത് വെച്ച് നോക്കുന്നതാണ്. അവൻ്റെ മനസ്സിൽ മൊത്തവും നമ്മുടെ സോളിൻ്റെ ചേട്ടൻ പറഞ്ഞ കാര്യമായിരുന്നു, അതായത് തേസിങ്ങിന് നല്ല സ്റ്റൈലാണ്, അവൻ സുന്ദരനാണ് എന്നൊക്കെ. സുഞ്ചിയാണെങ്കിൽ അവിടെ വിചാരിക്കും, ഇനി ഒരുപക്ഷെ തേസങ്ങിൻ്റെ പ്രൊഫൈൽ എടുത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ അവന് ചെല്ലുമോ എന്ന്. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലും നമ്മുടെ സുഞ്ചി രണ്ടും കൽപ്പിച്ച് തേസങ്ങിൻ്റെ ആ പ്രൊഫൈൽ എടുത്ത് അങ്ങ് ക്ലിക്ക് ചെയ്യും. കറക്റ്റായിട്ട് നമ്മുടെ സുഞ്ചയായിരുന്നു, അതായത് അവനൊരു മൈൽ സ്റ്റോൺ കിട്ടാനുള്ള ലാസ്റ്റ് വ്യൂവർ. ഇത് കാണുന്നേ നമ്മുടെ തേസങ്ങാണെങ്കിൽ സുഞ്ചയ്ക്ക് ഒരു ഗിഫ്റ്റും അയച്ചു കൊടുക്കും. ഇത് കാണുന്നേ നമ്മുടെ സുഞ്ചയെ ഭയങ്കരമായിട്ട് ടെൻഷനായിരുന്നു. അവൻ അവിടെ കിടന്ന് ബഹളം വെക്കാൻ തുടങ്ങും, എനിക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു, ഞാൻ എന്തിനാ തേസങ്ങിൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിയത് എന്ന്. തേസങ്ങും ഇതറിയും, അതായത് സുഞ്ചി അവൻ്റെ പ്രൊഫൈൽ ചെക്ക് ചെയ്തായിരിക്കും. അവനാണെങ്കിൽ മനസ്സിൽ വിചാരിക്കും, എന്നാലും അവൻ എന്തോത്തിനായിരിക്കും എൻ്റെ പ്രൊഫൈൽ ഇപ്പോൾ എടുത്തു വെച്ച് നോക്കിയത്. അവനാണെങ്കിൽ അപ്പോഴും ഓർമ്മ വരും, അതായത് സുഞ്ചിയാണെങ്കിൽ സോളിന് ആ ടൈ കെട്ടി കൊടുത്തില്ലായിരുന്നോ, അതൊക്കെ ആലോചിച്ചിട്ട് നമ്മളുടെ തേസങ്ങ് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കും. അവന് ചുറ്റിനുമായിട്ട് കുറേ പെൺപിള്ളേരൊക്കെ ഉണ്ട്, അവരെല്ലാവരും നമ്മുടെ തേസങ്ങിനെയാണ് നോക്കുന്നത്. എന്നാൽ തേസങ്ങാണെങ്കിൽ ഇപ്പം അതിനകത്തൊന്നും ശ്രദ്ധിക്കാണ്ട് വേഗം തന്നെ വിചാരിക്കും സോളിന് കോൾ ചെയ്യുക എന്ന്. അവനങ്ങനെ വിളിച്ചു നോക്കും, എന്നാൽ നമ്മുടെ സോളിൻ്റെ ഫോൺ കിട്ടത്തില്ല. എന്താണെന്ന് വെച്ചാൽ ആ ഫോണാണെങ്കിൽ ഇപ്പം ആ കില്ലറിൻ്റെ കയ്യിലല്ലേ ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ സോളിൻ്റെ വീട്ടിലാണ്. അവിടെയാണെങ്കിൽ അവളുടെ അച്ഛൻ്റെ ഡെത്ത് ആനിവേഴ്സറി ആയിരുന്നു. എല്ലാവരും അതിൻ്റെ റിച്വൽസ് ഒക്കെ ചെയ്യാനായിട്ട് തുടങ്ങും. അതേപോലെ തന്നെ സോളാണെങ്കിൽ അവളുടെ ടെറസിൻ്റെ മുകളിലായിട്ട് വന്നിട്ട് അവളവിടുത്തെ സൈക്കിൾ എടുത്ത് പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കും. അവളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു സൈക്കിൾ ചവിട്ടണം എന്നുള്ളത്. അതേപോലെ തന്നെ അവൾ വേറൊരു കാര്യം ആലോചിക്കും, നമ്മുടെ സുഞ്ചിയാണെങ്കിൽ സോളിനെ നല്ലതുപോലെ മോട്ടിവേറ്റ് ചെയ്തായിരുന്നു. അതായത്
നിൻ്റെ അച്ഛൻ്റെ ആഗ്രഹമല്ലേ നീ നല്ലതുപോലെ ഈ സൈക്കിൾ ഓടിക്കണോ എന്നുള്ളത്, അപ്പോൾ നീ ഉറപ്പായിട്ടും സൈക്കിൾ ചവിട്ടണം എന്നൊക്കെ അവൻ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ മോട്ടിവേഷൻ കിട്ടിയതിൻ്റെ പേരിലാണ് നമ്മുടെ സോളാണെങ്കിൽ ഇപ്പോൾ സൈക്കിൾ ചവിട്ടാൻ തന്നെ തീരുമാനിച്ചേക്കുന്നത്. അങ്ങനെ അവൾ സൈക്കിളും കൊണ്ടൊരു ഗാർഡനിലായിട്ട് വരും. അവൾക്ക് യഥാർത്ഥത്തിൽ സൈക്കിൾ ചവിട്ടാൻ അറിയത്തില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവൾ 2-3 തവണ ആ സൈക്കിളിൽ നിന്ന് താഴെ വന്ന് വീഴും. അവസാനം അവിടെ അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വരുന്ന നമ്മളുടെ സുഞ്ചിയാണ്. അവനാണെങ്കിൽ അവൾ ചവിട്ടാൻ ഒരുങ്ങുന്നതും അവളെ ബാലൻസ് ചെയ്യുന്നത് പോലെ സൈക്കിളിൽ കയറി അങ്ങ് പിടിക്കും. പെട്ടെന്ന് തന്നെ നമ്മളുടെ സോളിന് ഇത് കാണുന്നേ സന്തോഷമാവും. അവൾ ചോദിക്കും, നീ എന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നതാണോ എന്ന്. പെട്ടെന്ന് ചോദിച്ചതുകൊണ്ട് തന്നെ അവസാനം നമ്മുടെ സുഞ്ചി അതിന് സമ്മതിച്ചു കൊടുക്കും. അവൻ പറയും, ഓക്കെ നീ ചവിട്ടിക്കോ, ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാം എന്ന്. ഇത് കാണാൻ ഭയങ്കര കോമഡിയാണ്. നമ്മുടെ സോളാണെങ്കിൽ പലതവണ വീഴാനായിട്ട് പോവും. എന്നാൽ ഇവളാ കുറ്റം മൊത്തം നമ്മുടെ സുഞ്ചിയുടെ തലയിലാണ് വെച്ച് കൊടുക്കുന്നത്. നീ നല്ലതുപോലെ എന്നെ പഠിപ്പിക്കാത്തത് കൊണ്ടാ എന്ന്. അതേപോലെ തന്നെ സുഞ്ചിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവനും അത്ര നല്ല ടീച്ചറൊന്നും അല്ല. അവനും അവളും കൂടി അതിൻ്റെ പേരിൽ അടിയൊക്കെ ആവും. എന്നാലും അവസാനം നമ്മുടെ സോളാണെങ്കിൽ ആ സൈക്കിൾ ചവിട്ടുന്നത് എങ്ങനെയായെന്ന് പഠിച്ചെടുക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ സോളാണെങ്കിൽ സ്റ്റഡി ഹാളിലായിട്ട് വന്നിരുന്ന് പഠിക്കാനായിട്ടിരിക്കുന്നതാണ്. അവിടെയായിട്ട് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് യൂനും ഉണ്ട്. രണ്ടുപേരും പഠിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. എന്നാലും രണ്ടുപേരും നല്ല ഡിസ്റ്റർബ്ഡും ആയിരുന്നു. നമ്മുടെ സോളാണെങ്കിൽ വിചാരിക്കും, 2009 പരീക്ഷ പേപ്പറൊക്കെ എനിക്ക് ഓർത്തെടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇപ്പം ഞാൻ പഠിക്കേണ്ട യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല എന്ന്. എന്നാൽ നമ്മുടെ യൂന് അവിടെ പഠിക്കാനിരിക്കുന്ന അവളുടെ കണ്ണിൽ മൊത്തവും തെളിഞ്ഞു വരുന്ന നമ്മളുടെ സോളിൻ്റെ ചേട്ടൻ തന്നെ. അവളെ വിചാരിക്കും, എന്നാലും എൻ്റെ ലൈഫിൽ മാത്രം എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന്. അവളങ്ങനെ തലയെടുത്തിട്ട് ബെഞ്ചിൽ അടിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സുഞ്ചയുടെ ആ ബെസ്റ്റ് ഫ്രണ്ടില്ലേ, അവൻ്റെ ആ ഒരു മ്യൂസിക് ബാൻഡിൻ്റെ ടീമിലായിട്ട് പാടുന്ന ചെറുക്കൻ നന്നായിട്ട് പാടത്തില്ല. ഇതറിയുന്നത് നമ്മുടെ സുഞ്ചയുടെ ഫ്രണ്ടാണെങ്കിൽ വിചാരിക്കും, ഇവനെ മാറ്റിയിട്ട് വേറൊരാളിനെ സിംഗിന് വേണ്ടിയിട്ട് ഇതിനകത്ത് കയറ്റിയേ പറ്റത്തുള്ളൂ എന്ന്. അവൻ്റെ മൈൻഡിലായിട്ട് ആദ്യമേ വരുന്ന പേര് വേറെ ആരുടെയല്ല, നമ്മുടെ സുഞ്ചയുടേത് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ സോളും അതേപോലെ തന്നെ യൂനും കൂടി പഠിച്ചൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അവിടെയായിട്ട് നമ്മുടെ തേസങ്ങ് വന്ന് നിൽക്കും. അവനാണെങ്കിൽ സോളിനെ കണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. അതേസമയം തന്നെ നമ്മുടെ സുഞ്ചനെയും കാണിക്കും. അവനാണെങ്കിൽ അവൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിലായിട്ട് വരും. അവിടെ വന്ന് നോക്കുമ്പോൾ എന്തുവാ, നമ്മുടെ തേസങ് ഇടുന്ന സെയിം സ്റ്റൈലിലുള്ള ഡ്രസ്സ് അവിടെ കിടക്കുവാണ്. ഇത് കാണുന്നത് നമ്മുടെ സുഞ്ചയ്ക്ക് ഓർമ്മ വരുന്നത് തേസങ്ങിനെയാണ്. അവൻ വിചാരിക്കും, എന്നാലും എല്ലാവരും അവൻ്റെ സ്റ്റൈലിനെയല്ലേ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ പിന്നെ എനിക്കും അവനെ പോലെ സ്റ്റൈലായിട്ട് നടക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുഞ്ചയും ആ ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് റെഡിയാവും. അതേസമയം തന്നെ നമ്മുടെ സോളിനെ കാണിക്കും. അവളും അതേപോലെ തന്നെ യൂനും തേസങ്ങും കൂടി വന്നിരിക്കുന്നതും സെയിം ആളിലായിട്ടാണ്. അവരിങ്ങനെ സംസാരിക്കാനായിട്ട് ഏതെങ്കിലും ഒരു സ്ഥലം നോക്കി നടക്കുന്ന പെട്ടെന്ന് തന്നെ നമ്മളുടെ സോളാണെങ്കിൽ സുഞ്ചിനെ കാണും. അവനെ കാണുന്നേ സോള് ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. അവൾ അങ്ങനെ ഓടി നമ്മുടെ സുഞ്ചി എടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് വരും. തേസങ്ങ് നമ്മളുടെ സുഞ്ചിനെ കാണുന്നേ നല്ലതുപോലെ ഷോക്കായി പോയായിരുന്നു. അവനാണെങ്കിൽ നമ്മുടെ സുഞ്ചി എടുത്ത് വന്നിട്ട് ചോദിക്കും, അല്ല നീ എന്തിനാ എന്നെ പോലത്തെ ഡ്രസ്സ് ഇട്ടേക്കുന്നത്, ഇത് നിനക്ക് ചേരുന്നില്ല, ഇത് നീ അങ്ങ് ഊരി വെച്ചാരെ. ഉടനെ എന്നെ നമ്മളുടെ സുഞ്ചിയെ പറയാൻ തുടങ്ങും, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ ഡ്രസ്സ് എടുത്തത്, ഞാൻ വാങ്ങിയ ഡ്രസ്സ് ഞാനെന്തിനാ മാറ്റാൻ പോകുന്നത്, എനിക്ക് ഈ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവസാനം നമ്മുടെ സുഞ്ചിയും തേസങ്ങും യൂനും അതേപോലെ തന്നെ സോളും എല്ലാവരോടും ചേർന്നിട്ട് ഒരു സ്ഥലത്തായിട്ട് വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി തീരുമാനിക്കും. അവിടെയാണെങ്കിൽ നമ്മുടെ സുഞ്ചിയും അതേപോലെ തന്നെ തേസങ്ങും കൂടി കോഫി എടുക്കാൻ വേണ്ടിയിട്ട് വന്നേക്കുമായിരുന്നു. രണ്ടുപേരും ഇപ്പോൾ സെയിം ഡ്രസ്സ് തന്നെയല്ലേ ഇട്ടേക്കുന്നത്. അവിടെ നമ്മളുടെ തേസങ്ങ് പറയും, നീ ഡ്രസ്സ് മാറ്റുന്നുണ്ടോ, നമ്മളെ രണ്ടുപേരെയും ഇങ്ങനെ സെയിം ഡ്രസ്സിൽ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ വേറെ വല്ലതും വിചാരിക്കും. ഉടനെ എന്നെ സുഞ്ചി പറയും, എനിക്കതിലൊന്നും യാതൊരു പ്രശ്നമില്ല, നീ വേണമെങ്കിൽ നിൻ്റെ ഡ്രസ്സ് മാറ്റിക്കോ എന്ന്. അപ്പോൾ നമ്മളുടെ ഈ തേസങ്ങ് പറയും, എടാ ഇത് എൻ്റെ സ്റ്റൈലല്ലേ, നീയല്ലേ ഇത് കോപ്പി അടിച്ചത്. അപ്പോൾ നമ്മുടെ സുഞ്ചി പറയും, ഞാൻ കോപ്പി അടിച്ചിട്ടൊന്നുമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിയതാ എന്ന്. സത്യം പറഞ്ഞാൽ ഇവരിങ്ങനെ കാപ്പി വാങ്ങിക്കാൻ നിൽക്കുന്നതും അവിടെയുള്ള ആൾക്കാരെല്ലാം ഇവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി അടികൂടി അവിടെ കോഫിയൊക്കെ എടുത്തിട്ട് വരുമ്പോൾ എന്തോ നമ്മുടെ തേസങ്ങാണെങ്കിൽ വേഗം തന്നെ ഒരു കോഫി എടുത്ത് നമ്മുടെ സോളിൻ്റെ സൈഡിലായിട്ടങ്ങ് വയ്ക്കും. എന്നിട്ട് അവളുടെ സൈഡിലായിട്ട് ഇരിക്കാനും തുടങ്ങും. ഇത് കാണുന്നേ നമ്മുടെ സുഞ്ചിക്ക് അങ്ങ് ഭയങ്കര ദേഷ്യം വരും. അവൻ വിചാരിക്കും, എന്നാലും ഇവൻ ഇപ്പം എന്നെ ഒരു വെയിട്രസ് ആക്കിയല്ലോ എന്ന്. അങ്ങനെ അവനാണെങ്കിൽ സോളിൻ്റെ ഓപ്പോസിറ്റായിട്ട് വന്നിരിക്കും. സുഞ്ചിയെ നല്ല ഹാൻസം ആണല്ലോ. ഇവനെ കാണുന്നേ നമ്മളുടെ യൂൻ ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിരുന്നു. അവളാണെങ്കിൽ ഇവൻ്റെ അടുത്ത് പേരൊക്കെ ചോദിച്ച് സംസാരിക്കാനായിട്ട് ഒരുങ്ങും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോളിൻ്റെ ചേട്ടൻ്റെ കാര്യം അവളുടെ മൈൻഡിൽ നിന്ന് കളയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ സോളാണെങ്കിൽ ഒരു പേസ്റ്റ് എടുത്ത് കഴിക്കുന്നതും അവളുടെ ചുണ്ടിലായിട്ട് നല്ലതുപോലെ ക്രീം പറ്റും. ഇത് കാണുന്നതും തേസങ്ങ് വേഗം തന്നെ അവളുടെ ചുണ്ടൊക്കെ തുടച്ചു കൊടുക്കും. ഇതൊക്കെ കാണുന്നതും നമ്മുടെ സുഞ്ചയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുത്തതേ ഇല്ല. അവനാണെങ്കിൽ നമ്മുടെ തേസങ്ങിനെ അടിക്കാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. സുഞ്ചയാണെങ്കിൽ കോഫി കുടിക്കാനായിട്ട് വരുന്നതും പെട്ടെന്ന് തന്നെ നമ്മുടെ സോൾ അവനെ നോക്കിയിട്ട് പറയും, നീ ഇത്രയും മധുരമുള്ളത് കുടിക്കത്തില്ലല്ലോ, നീ എൻ്റെതെടുത്തോ, ഞാനത് കുടിച്ചോളാന്നും പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ആക്കും. ഇത് കാണുന്നേ നമ്മുടെ സുഞ്ചയ്ക്ക് അങ്ങ് ഭയങ്കര സന്തോഷമായിരുന്നു. അവനാണെങ്കിൽ ലോകം കീഴടക്കിയ സന്തോഷമുണ്ട്. അവനാണെങ്കിൽ നമ്മുടെ തേസങ്ങിനെ നോക്കി ഭയങ്കര ഗ്രാൻഡായിട്ട് ആ കാപ്പി ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും. തേസങ്ങും ഇവനും തമ്മിൽ നല്ലൊരു കോമ്പറ്റീഷൻ ആണല്ലോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ
നമ്മളുടെ ഈ തേസങ്ങില്ലേ അവനാണെങ്കിൽ അവൻ്റെ ആ ബാൻഡിലായിട്ട് പെർഫോം ചെയ്യാൻ വന്നേക്കുന്നതായിരുന്നു. അവിടെയായിട്ട് നമ്മുടെ സുഞ്ചയുടെ ഫ്രണ്ട് ആണെങ്കിൽ ഓടിക്കതച്ച് വന്നിട്ട് പറയും, അതായത് അവരുടെ കൂടെ ബാൻഡിൽ പാടാനിരുന്ന ചെറുക്കനെ പാടാൻ വരാൻ പറ്റത്തില്ല, അവൻ്റെ അമ്മയാണെങ്കിൽ അവനെ പാടാൻ വേണ്ടിയിട്ട് വിടുന്നില്ല എന്ന്. ഇതറിയുന്നേ നമ്മുടെ തേസങ്ങും അവൻ്റെ ബാൻഡിലുള്ള ബാക്കിയുള്ളവരെല്ലാം നല്ലതുപോലെ ടെൻഷനായിരുന്നു. അതേപോലെ തന്നെ ആ സ്റ്റേജിലായിട്ട് ഈ തേസങ്ങിൻ്റെ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ സോളും അവളുടെ ഫ്രണ്ടായിട്ടുള്ള യൂനും വന്നിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരും നമ്മുടെ ഈ തേസങ്ങ് വിളിച്ചതിൻ്റെ പേരിലാണ് ഇവിടെ വന്നേക്കുന്നത്. അങ്ങനെ അവസാനം പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. അവിടെ പാടാൻ വേണ്ടി വന്നേക്കുന്ന വേറെ ആരുമല്ല, നമ്മുടെ സുഞ്ചയായിരുന്നു. ഇവനെ കാണുന്നേ നമ്മുടെ സോള് ഭയങ്കരമായിട്ടങ്ങ് ഷോക്കായിപ്പോവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടേ ഇല്ല സുഞ്ച ഈ സ്റ്റേജിൽ കയറി പാടുമെന്ന്. അവൾ വിചാരിക്കും എന്നാലും ഇവൻ എങ്ങനാ ഇവിടെ എത്തിയത് എന്ന്. അവിടെയുള്ള എല്ലാവർക്കും നമ്മുടെ സുഞ്ചയെ പാടുന്ന പാട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അവസാനം നമ്മുടെ സോളും ആ പാട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങും. അവൾക്ക് ഓർമ്മ വരുന്നത് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന നമ്മുടെ സുഞ്ചേനെയാണ്. അവളാണെങ്കിൽ അതിങ്ങനെ കണ്ട് നല്ലതുപോലെ ആസ്വദിച്ച് നിൽക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ സുഞ്ചയാണെങ്കിൽ ആ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങി വരുമ്പോൾ മുന്നത്തെ ആ മാനേജറില്ലേ അയാൾ നമ്മുടെ സുഞ്ചേനെ വീണ്ടും വന്ന് മീറ്റ് ചെയ്യുന്നത്. അയാൾ വീണ്ടും നമ്മുടെ സുഞ്ചയ്ക്ക് ആ വിസിറ്റിംഗ് കാർഡ് എടുത്തങ്ങ് കൊടുക്കും. ഇതാണെങ്കിൽ നമ്മുടെ സോള് കാണും. ഇവളാണെങ്കിൽ എങ്ങനെയെങ്കിലും അവനെ തടയാൻ വേണ്ടിയിട്ട് നമ്മുടെ സുഞ്ചയുടെ പുറകെ ഓടാനായിട്ട് നോക്കും. എന്നാൽ അവിടെ എല്ലാം നല്ല ആൾക്കാരായിരുന്നു. നമ്മുടെ സോളാണെങ്കിൽ അവിടെ തട്ടിയങ്ങ് വീഴും. ഇത് കാണുന്ന തേസങ്ങ് വന്നിട്ട് അവളെ എഴുന്നേപ്പിക്കും. എന്നാൽ നമ്മുടെ സോളാണെങ്കിൽ അവനെ മൈൻഡ് ആക്കാണ്ട് സുഞ്ചനെ അന്വേഷിച്ച് പോകാനായിട്ടിരുങ്ങും. സത്യം പറഞ്ഞാൽ ഇത് കാണുന്ന നമ്മുടെ തേസങ്ങിന് നല്ല സങ്കടമാവും കേട്ടോ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഈ സോളാണെങ്കിൽ സുഞ്ചനെ കാണാഞ്ഞ് അവൻ്റെ വീടിൻ്റെ മുമ്പിലായിട്ടിരിക്കുന്നതാണ്. അവിടെയായിട്ട് നമ്മുടെ സുഞ്ചയെ നടന്നു വരുമ്പോൾ എന്തുവാ അവിടെ നമ്മുടെ സോൾ ഇരിക്കുക. അവൻ വേഗം തന്നെ സോളിനെ കണ്ടിട്ട് വയ്ക്കും, നീ എനിക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നോ എന്ന്. ഉടനെ എന്നെ സോൾ അവൻ്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങും. അല്ല, ആ മാനേജർ നിൻ്റെ അടുത്ത് സംസാരിച്ചത് എന്തുവാ, അയാൾ നിൻ്റെ അടുത്ത് എന്തെങ്കിലും ഓഫർ ചെയ്തോ? അപ്പം നമ്മുടെ സുഞ്ചയെ പറയും, അയാൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, മുന്നേ എന്നെ അയാൾ കണ്ടിട്ട് ഒരു കാർഡ് തന്നായിരുന്നു, അതിനെപ്പറ്റി തന്നെ സംസാരിച്ചത്, എൻ്റെ നമ്പരൊക്കെ ചോദിച്ചു, എന്നാൽ ഞാനത് കൊടുത്തില്ല എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ സോളിന് നല്ല സന്തോഷമാവും. പെട്ടെന്ന് തന്നെ സുഞ്ചയാണെങ്കിൽ നമ്മുടെ സോളിൻ്റെ കയ്യിലായിട്ട് ഒരു ഗിഫ്റ്റ് എടുത്തങ്ങ് കൊടുക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് വേണ്ടിയിട്ടൊരു മൊബൈൽ ഫോൺ ആയിരുന്നു. അവളുടെ മൊബൈൽ ഫോൺ കൊണ്ടുപോയി കളഞ്ഞില്ലേ. പെട്ടെന്ന് തന്നെ സോളാണെങ്കിൽ അവൻ്റെ അടുത്ത് ചോദിക്കും, ഓഹോ അപ്പോൾ നീ ഇതിന് വേണ്ടിയിട്ടാണോ ആ കൺസേർട്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്? അപ്പോൾ സുഞ്ച ഭയങ്കര സന്തോഷത്തിൽ പറയും, അതെ, ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്, നിൻ്റെ ഫോൺ കളഞ്ഞു പോയില്ലേ, അതുകൊണ്ട് നിനക്ക് ഗിഫ്റ്റ് തരാമെന്ന് വിചാരിച്ചു. ഉടനെ തന്നെ നമ്മുടെ സോളാണെങ്കിൽ അവൻ്റെ അടുത്ത് നല്ലതുപോലെ ദേഷിക്കാൻ തുടങ്ങും. നീ എന്ത് ഭാവിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? എന്നോട് നീ ചോദിച്ചോ എനിക്ക് മൊബൈൽ ഫോൺ വേണോ എന്ന്? എനിക്ക് എന്താണ് ആവശ്യമെന്ന് നീ ചോദിച്ചോ? ഇതൊന്നും അറിയാണ്ട് നീ വെറുതെ എന്തിനാ ആ പൈസ കൊണ്ടുപോയി ചിലവാക്കിയത്? ഇതിൻ്റെ പേരിൽ എന്തിനാ നീ ആ കൺസേർട്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോയത്? എനിക്ക് നിൻ്റെ അടുത്ത് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, നീ ബാക്കിയുള്ളവരെ പറ്റി ചിന്തിക്കുന്നതിനൊക്കെ മുമ്പേ ആയിട്ട് നീ നിൻ്റെ കാര്യം നോക്കണം, നീ നിന്നെ പറ്റി ചിന്തിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സോളാണെങ്കിൽ ഇവൻ്റെ അടുത്ത് നല്ലതുപോലെ ഷൗട്ട് ചെയ്യാൻ തുടങ്ങും. സുഞ്ചിക്കൊന്നും മനസ്സിലാവതില്ല. അവരാണെങ്കിൽ വിചാരിക്കും ഇവർക്ക് വേണ്ടിയിട്ടൊരു നല്ല ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണമെന്നല്ലേ ഞാൻ വിചാരിച്ചോളൂ, ഇവളെന്തിനാ എൻ്റെ അടുത്ത് ഇങ്ങനെ റൂഡായിട്ട് സംസാരിക്കുന്നേ എന്ന്. അവളാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. പെട്ടെന്ന് തന്നെ സുഞ്ചയെ പറയും, നിനക്ക് വേണമെങ്കിൽ ഈ ഫോൺ അക്സെപ്റ്റ് ചെയ്യും, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതെടുത്ത് കളഞ്ഞോ, എനിക്ക് യാതൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് കയറി അങ്ങ് പോവും. സുഞ്ചയാണെങ്കിൽ അവൻ്റെ റൂമിൽ വന്നിട്ട് അതിനെപ്പറ്റി ആലോചിക്കും, എങ്കിലും സോൾ എന്തിനാ ഇപ്പം അവൻ്റെ അടുത്ത് ഇത്രയും മോശമായിട്ട് സംസാരിച്ചേ എന്ന്. സുഞ്ചയാണെങ്കിൽ ഓരോരോ കാര്യങ്ങളിരുന്ന് ആലോചിക്കും. പെട്ടെന്ന് തന്നെ അവൻ്റെ കയ്യിലായിട്ടൊരു വിസിറ്റിംഗ് കാർഡും കാണിക്കും. അതായത് ആ മാനേജർ അവൻ്റെ കൈ കൊടുത്തിയാണ്. ഇതിനെപ്പറ്റി അവനാണെങ്കിൽ ഇതുവരെ സോളിൻ്റെ അടുത്ത് പറഞ്ഞിട്ടും ഇല്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ സോളിനെയാണ്. അവളാണെങ്കിൽ വന്നിട്ട് ആ ബോക്സ് ഓപ്പൺ ആക്കി നോക്കും. അതിനകത്ത് നല്ലൊരു കിടിലൻ ഫോൺ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അവളാണെങ്കിൽ ആ ഫോൺ നോക്കിയിട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും, എന്തൊക്കെയായിരുന്നാലും ഞാനിപ്പോൾ സുഞ്ചയുടെ അടുത്ത് പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി, അവനിപ്പോൾ നല്ല സങ്കടമായി കാണും, എന്നാലും കുഴപ്പമില്ല, അവൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത്, അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വിഷമിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല എന്നും പറഞ്ഞ് നമ്മുടെ സോൾ സ്വന്തമായിട്ടിരുന്ന് സമാധാനിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെയാണ്. അവിടെ ഇങ്ങനെ നമ്മുടെ സോൾ നടന്നു വരുമായിരുന്നു, അതും അവളുടെ ഹെഡ്ഫോൺ വെച്ചിട്ട്. സോളാണെങ്കിൽ പാട്ട് കേട്ടുകൊണ്ട് വരുന്നതും ഇടയിലായിട്ട് അവൾ അന്ന് സുഞ്ചേരോട് സംസാരിച്ച കാര്യങ്ങളില്ലേ അതെല്ലാം പ്ലേ ആവാനായിട്ട് തുടങ്ങും. സോളാണെങ്കിൽ ഭയങ്കരമായിട്ട് ഷോക്കായി പോയായിരുന്നു. അവൾ വിചാരിക്കും ഇതുവരെ അത് ഇതിൽ നിന്ന് പോയില്ലെന്ന് പറഞ്ഞിട്ട് അവൾ ആ കാര്യങ്ങളൊക്കെ കേട്ടുണ്ട് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കും. അവിടെയാണെങ്കിൽ നല്ലതുപോലെ വണ്ടികളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ. പെട്ടെന്ന് തന്നെ നമ്മുടെ സോളാണെങ്കിൽ പേടിച്ചിട്ട് അവിടെ അങ്ങ് സ്റ്റക്കായി നിൽക്കും. ഉടനെ ഇത് കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ സുഞ്ചയിലെ അവളുടെ മുമ്പിലായിട്ട് വന്നങ്ങ് നിൽക്കും. എന്നിട്ട് അവളുടെ അടുത്ത് തിരിഞ്ഞിട്ട് സംസാരിക്കാൻ തുടങ്ങും. അവനിപ്പോൾ ഭയങ്കര സെൽഫിഷായിട്ട് സംസാരിക്കുന്നത്. അവൻ പറയും, നീ ഇന്നലെ എൻ്റെ അടുത്ത് എന്തോ പറഞ്ഞത്, ഞാൻ കുറച്ച് സെൽഫിഷ്
ആവണം, ഞാൻ എന്നെപ്പറ്റി മാത്രമേ ചിന്തിക്കാവൂ എന്നല്ലേ? എന്തായിരുന്നാലും എനിക്ക് നിൻ്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. നിനക്ക് ആ തേസങ്ങിനെ ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞത്? നിനക്ക് അവനുമായിട്ട് ബ്രേക്കപ്പ് ചെയ്യാൻ പറ്റുമോ? ഇത് കേൾക്കുന്നത് നമ്മുടെ സോള് ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. അതേസമയം തന്നെ അടുത്തൊരു ഷോക്കിംഗ് ആയിട്ട് നമ്മുടെ സോള് അവളുടെ ഹെഡ്സെറ്റ് വെച്ചേക്കുമായിരുന്നില്ലേ, അവളപ്പോൾ കേൾക്കും. അതായത് നമ്മുടെ സുഞ്ചി ഫസ്റ്റ് ടൈം അവളുടെ അടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞ കാര്യം. അവൾ അത് കേൾക്കുന്നേ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. അവൾ വിചാരിക്കും, ഇത്രയും കാലം ഞാൻ അവൻ്റെ കട്ട ഫാനായിരുന്നു, അങ്ങനെയുള്ള ഒരാൾ എന്നെ ഇഷ്ടപ്പെടുന്നോ? എന്നെ ഇഷ്ടപ്പെടാൻ എനിക്ക് എന്ത് യോഗ്യതയുള്ളതെന്ന് അവളിങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കും. എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ ഒരു ഫ്ലാഷ് ബാക്ക് സീൻ കാണിച്ചുകൊണ്ടാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ സുഞ്ചി ഉണ്ടല്ലോ, അവനാണെങ്കിൽ ഇൻ്റർവ്യൂ കൊടുക്കാൻ നേരത്ത് ആ ഇൻ്റർവ്യൂ പെണ്ണ് ചോദിക്കും, അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ഫസ്റ്റ് ലവ് ഉണ്ടായിരുന്നോ എന്ന്. ഇത് കേൾക്കുന്നേ സുഞ്ചി അവളുടെ അടുത്ത് പറയും, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു, എനിക്ക് ഒരു വൺ സൈഡ് ലവ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ ആ സ്റ്റോറി പറയാൻ തുടങ്ങും. യഥാർത്ഥത്തിൽ ഇതെല്ലാം വീൽ ചെയറിലിരിക്കുന്ന നമ്മുടെ സോളില്ലേ, അവൾ കേട്ടോണ്ടിരിക്കുമായിരുന്നു. അവളിങ്ങനെ വിചാരിക്കും, എന്നാലും ആ ഭാഗ്യവതിയായിട്ടുള്ള കുട്ടി ആരാ എന്ന്. നമ്മുടെ സുഞ്ചി അവിടെ ഡിസ്ക്രൈബ് ചെയ്യും, അതായത് ഞാൻ അവളെ ആദ്യമായിട്ട് കാണുന്നത് ഒരു മഴ സമയത്താണ്. യഥാർത്ഥത്തിൽ എനിക്ക് മഴ ഇഷ്ടമേ ആയിരുന്നില്ല, എന്നാൽ അവളെ കണ്ട നിമിഷം തന്നെ എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമായി. അവളെന്നെ ഒരു ഡെലിവറി ബോയ് ആണെന്ന് കരുതിയിട്ടാണ് ട്രീറ്റ് ചെയ്തത്. എങ്കിലും ഞാൻ അന്ന് കണ്ട സീൻ ഒരിക്കലും മറക്കത്തില്ല. മഞ്ഞ കൊടയൊക്കെ പിടിച്ചിട്ട് അവൾ എൻ്റെ അടുത്ത് ഓടി വന്ന് ചിരിച്ച് സംസാരിച്ച് ആ സീൻ. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ സോൾ ഇങ്ങനെ വിചാരിക്കും, എന്നാലും ആ ഭാഗ്യമായിട്ടുള്ള കുട്ടി ആരാ, അവിടെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു എന്ന്. യഥാർത്ഥത്തിൽ നമ്മുടെ സോളിനാണെങ്കിൽ ഓർമ്മയുണ്ടായിരുന്നില്ല അവൾ സുഞ്ചിയെ മീറ്റ് ചെയ്ത കാര്യം. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന പ്രസന്റ് ടൈമിലെ സീനാണ്. നമ്മുടെ സോളാണെങ്കിൽ സ്കൂളിൽ ഇങ്ങനെ നടന്നു വരുന്നതും അവളെ കണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആ പുള്ളികൾ വന്നിരിക്കും. എന്നിട്ട് അവളുടെ അടുത്ത് പറയും, അതായത് എനിക്ക് നിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് എന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ സോളിനെ ഇവളിങ്ങനെ പിടിച്ചുകൊണ്ട് പോയതേ അവിടെ സുഞ്ചി പറഞ്ഞായിരുന്നു. അവനാണെങ്കിൽ നമ്മുടെ സോളിൻ്റെ കാര്യത്തിൽ നല്ല ടെൻഷനിലുമായിരുന്നു. അവൻ അങ്ങനെ വേഗം തന്നെ ഈ പുള്ളികൾ എന്തിനാ ഇവളെ പിടിച്ചുകൊണ്ട് പോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ എല്ലാം നമ്മുടെ സോളിനെ തപ്പി നടക്കാൻ തുടങ്ങും. എന്നാൽ സോളിൻ്റെ പൊടി പോലും കിട്ടത്തില്ല. അവസാനം അവൻ വന്ന് നോക്കുമ്പോൾ എന്തുവാ, ആ പുള്ളികളുടെ അടുത്തൊന്നും നമ്മുടെ സോളില്ല. അവളിപ്പോൾ വേറെ എവിടെയാന്ന് വെച്ചാൽ നമ്മളുടെ തേസങ്ങിൻ്റെ അടുത്തായിട്ട്. അവളാണെങ്കിൽ ഇപ്പോൾ തേസങ്ങിനെ എടുത്തിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. തേസങ്ങിനും കാര്യമൊന്നും മനസ്സിലാവത്തില്ല. അവൻ ചോദിക്കും, നീ എന്തിനാ വെറുതെ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മുടെ സോള് പറയും, നിനക്ക് കാര്യം മനസ്സിലായില്ല അല്ലേ, നീ എന്നെ ഡേറ്റ് ചെയ്തത് ആ പുള്ളികളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ലേ. എനിക്കിപ്പോഴാണ് സത്യമെല്ലാം മനസ്സിലായത്. ഇനി മേല നീ ആ സൈലൻ്റ് ആയിട്ടുള്ള സോളിനെ കണ്ടു കഴിഞ്ഞാൽ അവളുടെ പുറകെ ഇഷ്ടമാണെന്നും പറഞ്ഞ് നടന്നേക്കരുത്. ഒരു പക്ഷേ അവൾ നിൻ്റെ അടുത്ത് ഇഷ്ടമാണെന്നും പറഞ്ഞ് വന്നാലും നീ അവളെ മൈൻഡ് പോലും ആക്കരുത്. എനിക്ക് നിന്നെ ഇഷ്ടമേ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സോൾ ദേഷിക്കാൻ തുടങ്ങും. സത്യത്തിൽ നമ്മളുടെ തേസങ്ങനാണെങ്കിൽ യഥാർത്ഥത്തിൽ സോളിനെ ഭയങ്കര ഇഷ്ടമല്ലേ. എന്നാൽ അവനിപ്പോൾ എന്ത് പറഞ്ഞാലും നമ്മുടെ സോളാണെങ്കിൽ വിശ്വസിക്കാനേ റെഡി ആയിരുന്നില്ല. അവളാണെങ്കിൽ അവിടെ തേസങ്ങിൻ്റെ അടുത്ത് ബ്രേക്കപ്പ് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അവിടെ നിന്നങ്ങ് പോവും. തേസങ്ങിന് നല്ല സങ്കടമാവും. അങ്ങനെ അവളിങ്ങനെ നടന്നു വരാൻ നേരത്താണ് അവളുടെ കയ്യിരുന്ന് ഹെഡ്സെറ്റ് എടുത്ത് ചെവിയിൽ വെച്ച് നോക്കുന്നത്. ആ സമയത്ത് അവൾ കേൾക്കും, അതായത് പാട്ടിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളുടെ സുഞ്ചി അവളുടെ അടുത്ത് സംസാരിച്ചില്ലായിരുന്നോ, ആ സംഭവങ്ങളൊക്കെ കേൾക്കുന്നത്. അവൾ ഭയങ്കര ഷോക്കായി പോയായിരുന്നു. അവളിങ്ങനെ അതൊക്കെ കേട്ട് നടന്നു വരുന്നതും റോഡിൻ്റെ വക്കിലായിട്ട് വന്ന് നിൽക്കും. നമ്മുടെ സോള് ഭയങ്കരമായിട്ടും പേടിച്ചു പോയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അവളവിടെ സ്റ്റക്കായി നിൽക്കുന്നതും അവളുടെ മുമ്പിലായിട്ട് നമ്മുടെ സുഞ്ചി വന്ന് കയറി അങ്ങ് നിൽക്കും. അവൻ എന്നിട്ട് തിരിഞ്ഞിട്ട് അവളുടെ അടുത്ത് പറയും, നീ എന്നോട് ഞാൻ ഭയങ്കര സെൽഫിഷായിട്ടിരിക്കണം എന്നല്ലേ പറഞ്ഞത്, ഞാൻ സെൽഫിഷ് ആവാൻ തീരുമാനിച്ചു, നീ ആ തേസങ്ങുമായിട്ട് ബ്രേക്കപ്പ് ചെയ്യുമോ എന്ന് അവൻ അങ്ങോട്ട് ചോദിച്ച് കഴിയുന്നതും തൊട്ടുപുറവിനെ തന്നെ നമ്മുടെ സോള് വേറൊരു കാര്യം കേൾക്കും. അതായത് അവളുടെ ഹെഡ്സെറ്റിലായിട്ട് നമ്മുടെ സുഞ്ചിയെ അവളുടെ അടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞ കാര്യം. രണ്ടും കേൾക്കുന്നേ നമ്മളുടെ സോളാണെങ്കിൽ ഭയങ്കരമായിട്ടും പേടിച്ചു പോയായിരുന്നു. അവൾ ഭയങ്കര ഷോക്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അവൾക്കാണെങ്കിൽ വിശ്വസിക്കാനേ പറ്റുന്നില്ല അവളുടെ ഫേവറേറ്റ് ഐഡലിന് അവളെ ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ള കാര്യം. സോളാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് മിണ്ടാണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഉടനെ എന്നെ സുഞ്ചി അവളുടെ ചോദിക്കും, നീ എന്താ എൻ്റെ അടുത്തൊന്നും പറയാതെ, ഞാനാണെങ്കിൽ എൻ്റെ ഇഷ്ടത്തിന് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുക, എന്നാൽ നീ ഇവിടെ മിണ്ടാണ്ടിരിക്കുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ സോളിനാണെങ്കിൽ ബോധം വന്നിട്ട് അവൾ വേഗം തന്നെ സുഞ്ചി എടുത്ത് പറയും, എനിക്ക് അർജൻറ്റായിട്ടുള്ളൊരു കാര്യമുണ്ട്, എനിക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ പോയേ പറ്റത്തുള്ളൂ എന്ന്. അവൾ അവിടെ നിന്ന് ഓടിയങ്ങ് പോവും. സുഞ്ചിക്ക് കാര്യമൊന്നും മനസ്സിലാവത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ സോളിനെയാണ്. അവൾ അവിടെ നിന്ന് കരയുമായിരുന്നു. അവളിങ്ങനെ വിചാരിക്കും, ഞാനിപ്പോൾ എന്തോ ചെയ്യും, എൻ്റെ ഫേവറേറ്റ് ഐഡലിനെ എന്നെ ഇത്രയ്ക്ക് ഇഷ്ടമായിരുന്നു, ഞാൻ അവനെ എങ്ങനെ റിജക്റ്റ് ചെയ്യും, ഞാൻ അവൻ്റെ അടുത്ത് എങ്ങനെ യെസ് പറയും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചാൽ അവളിപ്പോൾ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ അവളുടെ മുത്തശ്ശി അവിടെ ഇരുന്നിട്ട് പറയും, നിനക്ക് ഇത്രയ്ക്ക് വിഷമമാണെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിരുന്ന് കാര്യം അങ്ങോട്ട്, വെറുതെ എന്തിനാ ഈ ജോലിനെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ സോളാണെങ്കിൽ സങ്കടം കൊണ്ട് കരഞ്ഞൊന്നുമല്ല, അവളാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ അവളുടെ മുത്തശ്ശിയാണെങ്കിൽ അവിടെ വായിലായിട്ട് ഉള്ളിയുടെ തണ്ടെടുത്ത് അങ്ങ് വെച്ചു കൊടുക്കും. എന്നിട്ട് പറയും, നീ ഇനി വിഷമിക്കണ്ട, നീ ഇനി കരയത്തില്ല എന്ന്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ തേസങ്ങിനെയാണ്. അവനാണെങ്കിൽ അവൻ്റെ
ഫ്രണ്ട് അടുത്തിരുന്നിട്ട് പറയും എനിക്കിപ്പോൾ എന്താണെന്നറിയത്തില്ല, നല്ല സങ്കടമുണ്ട്, എനിക്കെന്തോ വല്ലാണ്ട് ഫീൽ ചെയ്യുന്നു എന്ന്. ഉടനെ തന്നെ അവൻ്റെ ഫ്രണ്ട് പറയും അല്ല എല്ലാ തവണയും നീയല്ലേ പെൺപിള്ളേരെല്ലാം റിജക്റ്റ് ചെയ്യുന്നത്, ഇത് ആദ്യമായിട്ടല്ലേ നിനക്കൊരു റിജക്ഷൻ കിട്ടുന്നത്, അതിൻ്റെ ശീലമായിക്കോളും എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ ഫ്രണ്ടാണെങ്കിൽ അവനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കും. അതേസമയം തന്നെ അവിടെയായിട്ട് നമ്മുടെ സുഞ്ജയ അവൻ്റെ ഫ്രണ്ടുമായിട്ട് നടന്നു വരുമായിരുന്നു. സുഞ്ജയാണെങ്കിൽ അവൻ്റെ ഫ്രണ്ട് അടുത്ത് പറയും അതായത് ഇന്ന് ഞാൻ സോളിൻ്റെ അടുത്ത് സംസാരിച്ചായിരുന്നു എന്ന്. അവൻ്റെ ഫ്രണ്ടാണെങ്കിൽ ചോദിക്കും അല്ല ഏതെങ്കിലും പൊട്ടന്മാർ ചെന്നിട്ട് ഇങ്ങനെ പറയുമോ നീ നിൻ്റെ ബോയ് ഫ്രണ്ടുമായിട്ട് ബ്രേക്കപ്പ് ആവണമെന്ന്, നീ എന്തിനാ അങ്ങനെ സംസാരിച്ചെന്ന് വെച്ചിട്ട് നിനക്ക് അവളെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ സുഞ്ജയാണെങ്കിൽ പറയും അതൊന്നും എനിക്കറിയത്തില്ല, എനിക്ക് പറയണമെന്ന് തോന്നി ഞാനതങ്ങ് പറഞ്ഞു. അവരിങ്ങനെ നടന്നു വരുന്നതും അവിടെയായിട്ട് നമ്മുടെ തേസങ്ങും അവൻ്റെ ഫ്രണ്ടും കൂടി സംസാരിക്കുന്ന കേൾക്കും. അവിടെയാണെങ്കിൽ തേസങ്ങിൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്യുന്നത് തന്നെ അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, നീ ഒരു ബ്ലൈൻഡ് ഡേറ്റിന് പോ. ഇത് കേൾക്കുന്നേ നമ്മുടെ സുഞ്ജ ഭയങ്കരമായിട്ട് അങ്ങ് ഷോക്കായി പോകും. അവൻ വിചാരിക്കും എന്നാലും ഇവന് ഓൾറെഡി ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, എന്നിട്ടും അവൻ വേറൊരു ബ്ലൈൻഡ് ഡേറ്റിന് പോകാൻ പോവാന്നോ, അതിൻ്റെ അർത്ഥം അവൻ സോളിനെ ചതിക്കാൻ പോവാന്നോ എന്നും പറഞ്ഞിട്ട് നമ്മുടെ സുഞ്ജയാണെങ്കിൽ ഈ തേസങ്ങിൻ്റെ പുറകെ ആയിട്ട് വന്നിട്ട് അവനിട്ടൊരു അടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവം എടുത്ത് പിടിച്ചുകൊണ്ടിരിക്കും. ആ സമയത്ത് ഇവന്മാരുടെ സംസാരം കേൾക്കുന്നേ പെട്ടെന്ന് തന്നെ സുഞ്ജയ്ക്ക് മനസ്സിലാവും, അതായത് തേസങ്ങും അതേപോലെ തന്നെ നമ്മുടെ സോളും ഇപ്പോൾ ബ്രേക്കപ്പായി, അവനിപ്പോൾ ബ്രേക്കപ്പിൻ്റെ സങ്കടത്തിലിരിക്കുക എന്ന്. പെട്ടെന്ന് തന്നെ തേസങ്ങും അവൻ്റെ ഫ്രണ്ട് നമ്മുടെ സുഞ്ജയനെ കാണും. അവരാണെങ്കിൽ ഈ തേസങ്ങിനെ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു പാട്ട എടുത്ത് പിടിച്ചുകൊണ്ടിരിക്കുമല്ലായിരുന്നോ. ഇത് കാണുന്നേ തേസങ്ങും അവൻ്റെ ഫ്രണ്ടും ഭയങ്കരമായിട്ട് അങ്ങ് ഷോക്കായി പോകും. ഉടനെ തന്നെ നമ്മുടെ സുഞ്ജയാണെങ്കിൽ ഈ തേസങ്ങിനെ കെട്ടിപ്പിടിച്ചിട്ട് പറയും ഞാൻ വെറുതെ ഇങ്ങനെ നടന്നു പോയപ്പോൾ നിന്നെ കണ്ടപ്പോൾ എനിക്ക് കെട്ടിപ്പിടിക്കാൻ തോന്നി, അതുകൊണ്ടാണ് ഞാൻ വന്ന് കെട്ടിപ്പിടിച്ചേന്ന്. എന്നിട്ട് അവൻ ചോദിക്കും ഇപ്പോൾ ഞാൻ കേട്ടത് സത്യമാണോ, നീയും സോളും തമ്മിൽ ബ്രേക്കപ്പായോ? ഉടനെ തന്നെ തേസങ്ങ് പറയും അതെ ബ്രേക്കപ്പായി, എന്താ നിനക്കിപ്പോൾ? അത് കേൾക്കുന്നേ നമ്മുടെ സുഞ്ജയ് പറയും ഒന്നുമില്ല, എനിക്ക് നല്ല സങ്കടമുണ്ട് എന്ന് പറയട്ടെ അവൻ അവിടെ നിന്ന് ചിരിച്ചിട്ട് അങ്ങ് ഓടിപ്പോവും. സത്യം പറഞ്ഞാൽ നമ്മുടെ സുഞ്ജയ്ക്കാണെങ്കിൽ ഇപ്പോൾ ലോകം കീഴടക്കിയ സന്തോഷം ഉണ്ടായിരുന്നു. അവനാണെങ്കിൽ അവിടെ ഭയങ്കരമായിട്ട് ഡാൻസൊക്കെ ചിരിച്ചൊക്കെയാണ് പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ അവനൊട്ടും പ്രതീക്ഷിച്ചില്ല ഇത്ര പെട്ടെന്ന് നമ്മുടെ തേസങ്ങും സോളും കൂടി ബ്രേക്കപ്പ് ആവുമെന്ന്. അവനിങ്ങനെ നടന്നു പോകുന്നതും വഴിയെ ഒരു ചെറുക്കനാണെങ്കിൽ വേറെ ആരെയോ ടാറ്റയും കാണിച്ചുകൊണ്ട് വരുമായിരുന്നു. നമ്മുടെ സുഞ്ജയാണെങ്കിൽ അവൻ്റെ കയ്യിലായിട്ട് എന്നൊരു ഹൈഫൈ ഒക്കെ വെച്ച് കൊടുക്കും. ഇതൊക്കെ കാണുന്നേ അവൻ്റെ ഫ്രണ്ടും ഭയങ്കരമായിട്ട് അങ്ങ് ഷോക്കായിരുന്നു. എന്താന്ന് വെച്ചാൽ സുഞ്ജയ് ഇത്രയും അബ്നോർമലായിട്ട് അവനും അവൻ്റെ ലൈഫിൽ ഇന്നേ വരെ കണ്ടിട്ടില്ല. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന തേസങ്ങും അവിടെ വിചാരിക്കും ഇവനിത് എന്തോ പറ്റി, ഇവന് പ്രാന്തായോ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ സോളിനെയാണ്. അവളാണെങ്കിൽ ഇപ്പോൾ ഉള്ളി അരിഞ്ഞുകൊണ്ടിരുന്നതല്ലേ, അതുകൊണ്ട് തന്നെ അവളുടെ കണ്ണിൽ നിന്ന് നല്ലതുപോലെ കണ്ണീരും വരുന്നുണ്ട്. അവളങ്ങനെ ആ കണ്ണീരൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് പുറത്തായിട്ട് ഇറങ്ങിയിരിക്കും. അവിടെയായിട്ട് നമ്മുടെ സുഞ്ജയ് വരും. അവൻ്റെ യഥാർത്ഥത്തിൽ അറിയത്തില്ലല്ലോ നമ്മുടെ സോളാണെങ്കിൽ ഇപ്പോൾ ഉള്ളി അരിഞ്ഞതിൻ്റെ പേരിലാണ് ഇവിടെ നിന്ന് കരയുന്നേ എന്ന്. നമ്മുടെ സുഞ്ജയാണെങ്കിൽ വേഗം നിൻ്റെ സോളിൻ്റെ അടുത്ത് വന്നിട്ട് പറയും എനിക്ക് മനസ്സിലായി നീയോ ആ തേസങ്ങും ഇപ്പോൾ ബ്രേക്കപ്പ് ആയില്ലേ, അതിൻ്റെ പേരിലാണ് നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നേ എന്ന്, നിൻ്റെ സങ്കടമൊക്കെ എനിക്കറിയാം എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ വിഷമിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, നിനക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. നമ്മുടെ സോളാണെങ്കിൽ സുഞ്ജയനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും അങ്ങനെയൊന്നുമില്ല, എനിക്ക് വിഷമമൊന്നുമില്ല, ഞാനിവിടെ ഉള്ളി അരിഞ്ഞതിൻ്റെ പേരിലാണ് കരയുന്നേന്ന്. എന്നാൽ നമ്മുടെ സുഞ്ജയാണെങ്കിൽ അതൊന്നും കേൾക്കാൻ റെഡിയായിരുന്നില്ല. അവനാണെങ്കിൽ പറയും നീ ലോൺലി ആയിട്ട് ഫീൽ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല, ഞാൻ നിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇല്ലേ, ഞാനില്ലേ നിനക്ക്, നിൻ്റെ സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്, പോരാത്തതിന് നിൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റുമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ സമാധാനിപ്പിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് സുഞ്ജയ് ഇങ്ങനെ ആവശ്യമില്ലാതെ ഓരോരോ കാര്യങ്ങളൊക്കെ പറയും. പോരാത്തതിന് നമ്മുടെ സോളിൻ്റെ കയ്യിലായിട്ട് ഇപ്പോൾ ഒരു ഡ്രിങ്കിങ്ങിൻ്റെ ബോട്ടിലും ഉണ്ടായിരുന്നു. അവരാണെങ്കിൽ പറയും എനിക്ക് നന്നായിട്ടറിയാം നിനക്ക് സങ്കടം വരുമ്പോഴാണ് നീ നല്ലതുപോലെ കുടിക്കുന്നേന്ന്, നിന്നെ ഞാൻ കുടിക്കാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സോളിൻ്റെ കയ്യിരിക്കുന്ന കുപ്പിയില്ലേ അതാണെങ്കിൽ അങ്ങ് തട്ടിപ്പറിക്കാനായിട്ട് നോക്കും. സോൾ അവിടെ മാക്സിമം പറയാൻ ശ്രമിക്കും ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ളതല്ല, എൻ്റെ മുത്തശ്ശിയാണെങ്കിൽ അവിടെ വീട്ടിലൊരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കുന്നു, അതിനകത്ത് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബോട്ടിൽ വാങ്ങിയത് എന്ന്. എന്നാൽ നമ്മുടെ സുഞ്ജയാണെങ്കിൽ അവളുടെ കയ്യിൽ നിന്ന് ആ ബോട്ടിൽ തട്ടിപ്പറിക്കുന്നതിനകത്ത് ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയിരുന്നു. അവനങ്ങനെ ഇവളുടെ കൂടെ അടി കൂടിക്കൊണ്ടിരിക്കും. ഇതെല്ലാം കണ്ടുകൊണ്ട് വരുന്ന നമ്മുടെ സോളിൻ്റെ ചേട്ടൻ എന്താ വിചാരിക്കുമെന്നറിയാവോ, സുഞ്ജയാണെങ്കിൽ സോളിൻ്റെ കൂടെ അടി കൂടുവാണ്, അവളുമായിട്ട് എന്തോ പ്രശ്നം ക്രിയേറ്റ് ചെയ്യുക എന്ന്. ഇവനിത് കാണുന്നതിന് ഭയങ്കര ദേഷ്യം വരും. അവരാണെങ്കിൽ വേറെ ഒന്നും നോക്കത്തില്ല, നമ്മുടെ ഈ സുഞ്ജയനെയാണെങ്കിൽ ഓടി വന്നിട്ട് അവൻ്റെ മുഖത്തിട്ട് ഒരു ചവിട്ടങ്ങ് വെച്ച് കൊടുക്കും. സുഞ്ജയ് തെറിച്ച് പോയി താഴെ വീഴും. നമ്മുടെ സോളിനെ അത് കാണുന്നതൊന്നും മനസ്സിലാവത്തില്ല. പെട്ടെന്ന് തന്നെ സുഞ്ജയുടെ കയ്യിരുന്ന ആ ബോട്ടിലില്ലേ അതാണെങ്കിൽ പറന്ന് വന്നിട്ട് അതിനകത്തുള്ള 2 ഡ്രോപ്പ് നമ്മുടെ സുഞ്ജയുടെ വായിലായിട്ട് അങ്ങ് വീഴും. ഇതെന്ത് ഡ്രിങ്ക് ആണെന്നൊന്നും അറിയത്തില്ല. എന്തൊക്കെയായിരുന്നാലും ആ 2 ഡ്രോപ്പ് കൊണ്ട് തന്നെ നമ്മുടെ സുഞ്ജയുടെ ബോധം അങ്ങ് പോവും. സോളാണെങ്കിൽ അവൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും നിനക്ക് എന്തോ പറ്റി, എഴുന്നേക്ക് എന്ന്. എന്നാൽ നമ്മുടെ സുഞ്ജയ്ക്ക് അനക്കവേ ഉണ്ടായിരുന്നില്ല. സോളാണെങ്കിൽ അവളുടെ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കും നീ എന്ത് പണിയായി കാണിച്ച, നീ എന്തിനാ അവനെ വന്ന് ചവിട്ടിയത് എന്ന്. അവസാനം നമ്മുടെ സോളും അതേപോലെ തന്നെ അവളുടെ ചേട്ടനും കൂടി ചേർന്നിട്ട് നമ്മുടെ സുഞ്ജയനെ എടുത്ത് അവളുടെ വീട്ടിലായിട്ട് കൊണ്ടുവന്നങ്ങ് കിടത്തും. എന്നിട്ട്
അവരവിടെ നടന്നതല്ല അവരുടെ മുത്തശ്ശി എടുത്ത് പറയും. മുത്തശ്ശിയാണെങ്കിൽ ചോദിക്കും, അല്ല നിങ്ങൾ എന്തിനാ ഇവനെ ഈ വീട്ടിലോട്ട് കൊണ്ടുവന്നേ? അവനെ ഹോസ്പിറ്റലല്ലായിരുന്നോ കൊണ്ടുപോവേണ്ടത്? ഉടനെ തന്നെ നമ്മുടെ സോളിൻ്റെ ചേട്ടൻ പറയും, അതിന് എൻ്റെ കയ്യിൽ അത്രയ്ക്ക് പണമില്ലായിരുന്നു മുത്തശ്ശി. എന്തായിരുന്നാലും അവൻ വേറൊന്നും അല്ലല്ലോ കുടിച്ചത്, ഈ ഒരു ഡ്രിങ്ക് അല്ലേ, അതും 2 തുള്ളി കുടിച്ചപ്പോഴേ ഇവൻ ബോധം കെട്ടി വീണു. അവന് കുറച്ച് കഴിയുമ്പോൾ ബോധം വന്നോളൂ എന്നും പറഞ്ഞിട്ട് അവരിങ്ങനെ കാഷ്വലായിട്ട് സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ സുഞ്ചിയാണെങ്കിൽ അവിടെ കിടന്ന് ഉറങ്ങുന്നതാണ്. സുഞ്ചിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ സോൾ അവൻ്റെ അടുത്തായിട്ട് വരും. വന്ന് നോക്കുമ്പോൾ എന്തുവാ, സുഞ്ചയ്ക്കാണെങ്കിൽ നല്ല ആവി എടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവളാണെങ്കിൽ അവിടെയായിട്ട് ഒരു ഫാൻ എടുത്തുകൊണ്ടതങ്ങ് വയ്ക്കും. എന്നിട്ട് സുഞ്ചിനെ നോക്കിയിട്ട് വിചാരിക്കും, ഇത്രയും നേരമായിട്ട് അവൻ എഴുന്നേക്കാൻ നേരമായില്ലേ, എത്ര നേരം കൊണ്ട് കിടന്ന് ഉറങ്ങുവാണ്. പെട്ടെന്ന് തന്നെ അവളാണെങ്കിൽ അവന് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നറിയാൻ വേണ്ടിയിട്ട് അവൻ്റെ നെഞ്ചത്തായിട്ട് കൈ വെച്ച് നോക്കും, അവന് ഹേർട്ട് ബീറ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ സുഞ്ചിയാണെങ്കിൽ അവളുടെ കൈക്കകത്ത് കയറി പിടിക്കും. ഇത് കാണുന്നേ നമ്മുടെ സോളിന് നല്ല സന്തോഷമാവും. എന്നാലും അവൾക്കാണെങ്കിൽ അങ്ങനെ കൈയും വെച്ചുകൊണ്ട് നിൽക്കാകത്തില്ലല്ലോ. പെട്ടെന്ന് തന്നെ സുഞ്ചയ്ക്കാണെങ്കിൽ ബോധം വരുന്ന പോലെ തോന്നുന്നേ നമ്മുടെ സോളാണെങ്കിൽ അവളുടെ കൈ എടുത്തിട്ട് ആ കട്ടിലിൻ്റെ കീഴിലായിട്ടങ്ങ് ഒളിച്ചിരിക്കും. നമ്മുടെ സുഞ്ചയെ കണ്ണുറന്ന് നോക്കുമ്പോൾ എന്തുവാ, അവനാണെങ്കിൽ ആദ്യം കയ്യിൽ പിടിച്ചൊരു ഫീലുണ്ട്. അവനങ്ങനെ കയ്യിൽ നോക്കിക്കൊണ്ടിരിക്കും. അവന് മനസ്സിലാവത്തില്ല അവനിപ്പോൾ എവിടെയായെന്ന്. അവൻ ചുറ്റിനും നോക്കിയിട്ട് താഴോട്ട് ഇറങ്ങാൻ നേരത്തെ എന്തുവാ, ആ കട്ടിലിൻ്റെ കീഴിലായിട്ട് ഒരു നല്ല മുടി നീണ്ടു കിടക്കുവാണ്. അവൻ അങ്ങനെ വേഗം തന്നെ കട്ടിലിൻ്റെ കീഴിലായിട്ട് എത്തി നോക്കുമ്പോൾ നമ്മുടെ സോളിൻ്റെ മുഖം കാണും. പെട്ടെന്ന് തന്നെ അവൻ പേടിച്ചു പോവും. അവനങ്ങനെ പേടിച്ച് തറയിലായിട്ടിരിക്കുന്നേ നമ്മുടെ സോൾ അവൻ്റെ ഫ്രണ്ടിലായിട്ട് കയറി വന്നിട്ട് അവൻ്റെ വായ അങ്ങ് പൊത്തിപ്പിടിക്കും. എന്നിട്ട് പറയും, നീ ഇപ്പോൾ ബഹളം വെക്കേണ്ട യാതൊരു ആവശ്യമില്ല, നീ ഇപ്പോൾ വേറെ എവിടെയല്ല, എൻ്റെ വീട്ടിലാണ്, ഇവിടെയാണ് നീ കിടന്ന് ഉറങ്ങിയത്. അങ്ങനെ രണ്ടുപേരും ഭയങ്കര ക്ലോസ് ആയിട്ട് നിൽക്കും. പെട്ടെന്ന് തന്നെ ആ റൂമിലായിട്ട് ഒരാൾ കയറി വരുന്ന പോലെ സൗണ്ട് കേൾക്കും. നമ്മുടെ സോളാണെങ്കിൽ അങ്ങ് പേടിച്ചു പോയായിരുന്നു. ഇത് കാണുന്നേയും സുഞ്ച എന്ത് ചെയ്യുമെന്നറിയാവോ, വേഗം തന്നെ ആ കട്ടിലിൽ കിടന്ന ഒരു ബെഡ്ഷീറ്റ് എടുത്തിട്ട് സോളിനെയും അതേപോലെ തന്നെ അവനെയും നല്ലതുപോലെ അങ്ങ് കവർ ചെയ്ത് വയ്ക്കും. അവിടേക്ക് കയറി വന്ന വേറെ ആരുമല്ല, നമ്മുടെ സോളിൻ്റെ ചേട്ടൻ തന്നെയാണ്. അവരാണെങ്കിൽ നോക്കുമ്പോൾ എന്തുവാ, അവൻ്റെ അടുത്തായിട്ടിരുന്ന ഫാനാണെങ്കിൽ ഇപ്പോൾ സുഞ്ചയുടെ അടുത്തായിട്ടിരിക്കുന്നു. അവൻ വിചാരിക്കും, ഇത്രയും ചൂട് സമയത്ത് ഈ ഫാൻ എങ്ങനെയാണ് ഇവിടെ വന്നേ എന്ന്. അവനാണെങ്കിൽ നോക്കുമ്പോൾ സുഞ്ചയെ താഴെ കിടക്കുവാണ്. ഉടനെ തന്നെ നമ്മുടെ സോളിൻ്റെ ചേട്ടൻ വിചാരിക്കും, അങ്ങനെയാണെങ്കിൽ ഞാൻ കട്ടിലിൽ കയറി കിടന്നോളാന്ന് പറഞ്ഞിട്ട് കട്ടിലായിട്ട് അങ്ങ് കിടക്കും. അപ്പോഴവനാണെങ്കിൽ ഷീറ്റ് വേണമെന്ന് തോന്നും. നോക്കുമ്പോൾ നമ്മുടെ സുഞ്ചിയാണെങ്കിൽ ആ ഷീറ്റും കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുമല്ലേ. പെട്ടെന്ന് തന്നെ നമ്മുടെ സോളിൻ്റെ ചേട്ടനാണെങ്കിൽ അവൻ്റെ അടുത്ത് നിന്ന് ആ ഷീറ്റ് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കും. എന്നാൽ നമ്മുടെ സുഞ്ചിയാണെങ്കിൽ അത് വിട്ടുകൊടുക്കുന്ന ഒരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല. അവനതിനെ നല്ല മുറുക്ക പിടിച്ചിട്ടുണ്ടായിരുന്നു. അവസാനം നമ്മുടെ സോളിൻ്റെ ചേട്ടൻ വിചാരിക്കും, എങ്കിൽ പിന്നെ അവൻ ആ ഷീറ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ ആ കട്ടില്ല അല്ലാണ്ട് തന്നെ കയറി കിടന്ന് ഉറങ്ങാനായിട്ട് തുടങ്ങും. സോളാണെങ്കിൽ നോക്കുമ്പോൾ എന്താ, അവളിപ്പോൾ സുഞ്ചിയായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ട് നിൽക്കുമല്ലേ. അവൾ വേഗം തന്നെ അവൻ്റെ അടുത്ത് എഴുന്നേറ്റിട്ട് ഇങ്ങനെ സംസാരിക്കാനായിട്ട് വരും. എൻ്റെ ചേട്ടൻ ഉറങ്ങിയെന്നാ തോന്നുന്നത്, ഞാൻ വേഗം തന്നെ ഇവിടെ നിന്ന് പൊക്കോളാം എന്ന്. ഇവർ രണ്ടുപേരും ഭയങ്കര ക്ലോസ് ആയിട്ടല്ലേ നിൽക്കുന്നത്. പെട്ടെന്ന് തന്നെ നോക്കുമ്പോൾ എന്തുവാ, അവിടെയായിട്ട് നമ്മുടെ സോളിൻ്റെ ചേട്ടനാണെങ്കിൽ ഉണർന്നിരിക്കുവാണ്. അവൻ ചോദിക്കും, നിങ്ങൾ രണ്ടെണ്ണം ഇവിടെ എന്തെടുക്കുക എന്ന്. ഉടനെ തന്നെ നമ്മുടെ സോളും അതേപോലെ തന്നെ സുഞ്ചയും കൂടി ഉറങ്ങുന്നത് പോലെ ഭയങ്കരമായിട്ട് ആക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. സോളാണെങ്കിൽ എഴുന്നേറ്റിട്ട് പറയും, എനിക്ക് ഉറക്കത്തിൽ നടക്കുന്ന ശീലമുണ്ട്, ഞാൻ അങ്ങനെ എങ്ങാണ്ട് അറിയാണ്ട് വന്നതാ, ഞാൻ എൻ്റെ റൂമിൽ പോവാന്നും പറഞ്ഞിട്ട് അവളെ ആക്ട് ചെയ്ത് നടന്നു പോകും. ഉടനെ തന്നെ അവളുടെ ചേട്ടനാണെങ്കിൽ ചോദിക്കും, നിനക്ക് എന്താ എന്നെ കണ്ടിട്ട് പൊട്ടനാണെന്നാണോ തോന്നുന്നത്? എനിക്ക് നന്നായിട്ടറിയാം നീ ഇവിടെ മനഃപൂർവ്വം വന്നത് എന്ന്, എന്തിനാ വെറുതെ അഭിനയിക്കുന്നതെന്നും പറഞ്ഞിട്ട് സോളിൻ്റെ ചേട്ടനാണെങ്കിൽ സോളിനെ അടിക്കാനായിട്ട് ഒരുങ്ങും. പെട്ടെന്ന് തന്നെ നമ്മുടെ സുഞ്ചി എന്ത് ചെയ്യുമെന്നറിയാവോ, സോളിൻ്റെ ചേട്ടൻ്റെ കയ്യിലായിട്ട് കയറി അങ്ങ് പിടിക്കും. അവളെ അടിക്കാൻ വേണ്ടിയിട്ട് അവൻ സമ്മതിക്കത്തേ ഇല്ല. സോള് വേഗം തന്നെ അവിടെ നിന്ന് എസ്കേപ്പായി പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ അടുത്ത ദിവസം നമ്മുടെ സോളാണെങ്കിൽ അവളുടെ ഫ്രണ്ടിനെ കണ്ട് സംസാരിക്കാനായിട്ട് വരുന്നതാണ്. അവളാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ശോകത്തിലിരിക്കുമായിരുന്നു. രണ്ടുപേരോട് ഒരുമിച്ച് പഠിക്കാനായിട്ടാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. നമ്മുടെ സോൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കാണുന്നേയും നമ്മുടെ ഈ യൂൻ വന്നിട്ട് ചോദിക്കും, അല്ല നിനക്ക് എന്തോ പറ്റി, നിൻ്റെ ഈ സങ്കടം കണ്ടാൽ തോന്നുമല്ല നിൻ്റെ അടുത്ത് ആരോ വന്ന് പ്രപ്പോസ് ചെയ്തു എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ സോള് ഭയങ്കരമായിട്ട് അങ്ങ് ഷോക്കായി പോയായിരുന്നു. അവളാണെങ്കിൽ പെട്ടെന്ന് തന്നെ തല പൊക്കിയിട്ട് ചോദിക്കും, നിനക്കത് എങ്ങനെ കറക്റ്റായിട്ട് മനസ്സിലായി എന്ന്. ഉടനെ തന്നെ നമ്മുടെ യൂനാണെങ്കിൽ ചോദിക്കും, അപ്പോൾ അത് സത്യമാണോ, നിൻ്റെ അടുത്ത് ആരെങ്കിലും പ്രപ്പോസ് ചെയ്തോ? ആരാ, അതാ സുഞ്ചയാണോ? ഇത് കേൾക്കുന്നേ നമ്മുടെ സോള് വീണ്ടും ഭയങ്കരമായിട്ട് അങ്ങ് ഷോക്കായി പോവും. അവൾ പറയും, ഇത് നിനക്ക് എങ്ങനെയാ മനസ്സിലായത്? ഉടനെ തന്നെ യൂനാണെങ്കിൽ ഞെട്ടിയിട്ട് ചോദിക്കും, അപ്പോൾ അതും സത്യമായിരുന്നു. ഉടനെ തന്നെ നമ്മളുടെ സോളാണെങ്കിൽ പറയും, എനിക്കിപ്പോൾ എന്ത് വേണമെന്ന് അറിയത്തില്ല, അവനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ ഞാൻ എങ്ങനെ അവൻ്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറയുന്നത്, എനിക്കൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മളുടെ യൂനാണെങ്കിൽ അവളുടെ അടുത്ത് പറയും, അല്ല അവനാണെങ്കിൽ നിന്നെ ഇഷ്ടപ്പെട്ടതിൽ വലിയ അത്ഭുതമൊന്നുമില്ല, നീയല്ലേ അവൻ്റെ പുറകെ നടന്നത്, അവനെ പോയി കെട്ടിപ്പിടിച്ചു, അവൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്തു, അവന് വേണ്ടി നീ ക്ലാസ് കട്ട് ചെയ്തു, അവൻ്റെ സ്വിമ്മിങ് കാണാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലായിട്ട് ചെന്ന് നിന്ന് അവനെ നല്ലതുപോലെ എൻകറേജ് ചെയ്തു, എന്തെല്ലാം കാര്യമാണ് നീ അവന് വേണ്ടിയിട്ട് ചെയ്തത്.
അപ്പം പിന്നെ ഒബ്വിയസ്ലി അവന് നിന്നെ ഇഷ്ടപ്പെടാം, അതിൽ യാതൊരു തെറ്റുമില്ല. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ സോൾ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന രണ്ടുപേരോട് പഠിക്കാനായിട്ട് സ്റ്റഡി റൂമിൽ വന്നിരിക്കുന്നതാണ്. സോളിൻ്റെ മനസ്സിൽ മൊത്തവും ഇപ്പം നമ്മുടെ യൂൻ പറഞ്ഞ കാര്യങ്ങളായിരുന്നു. അവൾ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ലല്ലോ, അവൾ പറഞ്ഞതെല്ലാം സത്യമാണ്. അപ്പോഴവിടെയായിട്ട് നമ്മുടെ സുഞ്ചി ഇങ്ങനെ വരും. അവനാണെങ്കിൽ വന്നിരിക്കുന്നത് തന്നെ നമ്മുടെ സോളിൻ്റെ കൂടെ സംസാരിക്കാനും അതേപോലെ തന്നെ അവളുടെ കൂടെ ഇരുന്ന് പഠിക്കാനും വേണ്ടിയിട്ടാണ്. എന്നാൽ അവനാണെങ്കിൽ എന്തോ ഒരു കോയിൻസിഡൻസിൽ വന്നതുപോലെ അവിടെ ഭയങ്കരമായിട്ട് കിടന്ന് ആക്ട് ചെയ്യും. രണ്ടുപേരും അടുത്തടുത്ത സീറ്റിലായിട്ടിരുന്ന് പഠിക്കാനും തുടങ്ങും. എന്നാൽ പരസ്പരം എപ്പോഴും നോക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ യൂനാണ്. അവൾ വിചാരിക്കും, ഇതൊരുമിച്ചിരുന്ന് പഠിക്കേണ്ട സ്ഥലമാണോ അതോ രണ്ടുപേർ കൂടി കപ്പിളായിട്ടിരുന്ന് സംസാരിക്കേണ്ട സ്ഥലമാണോ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ തേസങ്ങനെയാണ്. അവനാണെങ്കിൽ ഇപ്പോൾ നല്ലതുപോലെ നമ്മളുടെ സോളിനെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ വിചാരിക്കും സോളിനെ ഒന്ന് വിളിച്ചാലോ എന്ന്. അപ്പോഴും അവനാണെങ്കിൽ വീണ്ടും മറന്നു പോയിട്ടുണ്ട്. അതായത് നമ്മുടെ സോളിൻ്റെ ഫോൺ ഇപ്പോൾ കളഞ്ഞു പോയ കാര്യം. പെട്ടെന്ന് നോക്കുമ്പോൾ എന്തോ അവിടെയായിട്ട് അവൻ്റെ ഫ്രണ്ടാണെങ്കിൽ നമ്മുടെ സോള് അവന് വാങ്ങിച്ചു കൊടുത്ത ആ വലിയ ടെഡി ബിയർ ഇല്ലേ, അതിൻ്റെ മുകളിലായിട്ട് തല വെച്ച് കിടന്നുറങ്ങുവാണ്. പെട്ടെന്ന് തന്നെ നമ്മളുടെ അങ്ങനെ അത് കാണുന്നേ ഭയങ്കര ദേഷ്യം വരും. അവൻ വേഗം തന്നെ അവൻ്റെ ഫ്രണ്ടിനെ അവിടെ നിന്ന് പിടിച്ച് മാറ്റിയിട്ട് പറയും, മര്യാദയ്ക്ക് ഇതിൽ നിന്ന് മാറിക്കോ, എൻ്റെ സോൾ എനിക്ക് വാങ്ങിച്ചു തന്നെയാണ്, അത് ഞാൻ അങ്ങനെ ഇങ്ങനെയൊന്നും ആർക്കും തല വയ്ക്കാൻ തരത്തില്ല എന്നും പറഞ്ഞിട്ട് അവൻ അത് എടുത്തിട്ട് പറയും, എനിക്ക് സോളിനെ കണ്ട് സംസാരിച്ചേ പറ്റത്തോളം എന്നും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ നമ്മുടെ സോളിനെയാണ്. അവളും സുഞ്ചയും കൂടി അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുമായിരുന്നു. സോളാണെങ്കിൽ നമ്മുടെ സുഞ്ചയുടെ മാർക്ക് കണ്ടിട്ട് പറയും, എന്നാലും സുഞ്ചി നീ എന്താ ഇത്രയും കുറവ് മാർക്ക് എടുക്കുന്നത്, നിനക്ക് പഠിക്കണമെന്ന് ഒരാഗ്രഹമില്ലേ? ഉടനെ എന്നെ സുഞ്ചയാണെങ്കിൽ പറയും, അല്ല ഇത്രയും നല്ല മാർക്ക് വാങ്ങിയിട്ട് എന്തോത്തിനാ, എനിക്ക് ആവശ്യത്തിനുള്ള മാർക്കുണ്ടല്ലോ, എനിക്കത് മതി, അല്ലെങ്കിലും നീ നല്ലതുപോലെ പഠിക്കുന്ന ഒരാളല്ലേ, അപ്പം പിന്നെ ഞാൻ ഇതിനെപ്പറ്റി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ, നീ എനിക്ക് പറഞ്ഞു തരുമല്ലോ. സത്യം പറഞ്ഞാൽ നമ്മുടെ സോളിനാണെങ്കിലേ ഇപ്പോൾ ഒന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. അവളാണെങ്കിൽ സ്വന്തമായിട്ട് എങ്ങനെ ജയിക്കുമെന്നും പറയട്ടെ ആലോചിച്ചിരിക്കുവാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളുടെ സോളാണെങ്കിൽ ചൂടുള്ള ഒരു ഫുഡ് എടുത്ത് അറിയാണ്ട് വായിലായിട്ടങ്ങ് വയ്ക്കും. അവക്കാണെങ്കിൽ നല്ലതുപോലെ വാ പൊള്ളുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സുഞ്ചയിലെ ഒന്നും തന്നെ ആലോചിക്കാണ്ട് അവളുടെ മുമ്പിലായിട്ട് കൈ നീട്ടി കൊടുക്കും. എന്നിട്ട് പറയും, എൻ്റെ കയ്യിലോട്ട് തുപ്പിയിട്ടോ എന്ന്. ഇത് കാണുന്നേ നമ്മളുടെ സോളാണെങ്കിൽ ഭയങ്കരമായിട്ട് ഷോക്കായി പോയായിരുന്നു. അവൾ ഭയങ്കരമായിട്ട് ബ്ലഷ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കും. സോളിനാണെങ്കിൽ ഇപ്പോൾ എന്ത് വേണോന്ന് കൂടി അറിയത്തില്ല. അവളങ്ങനെ കഷ്ടപ്പെട്ട് ആ വായിക്കാതിട്ട സാധനമില്ലേ അതങ്ങ് കഴിച്ചങ്ങ് ഇറക്കും. അവിടെയായിട്ട് കൊറിയയുടെ ഒരു മാച്ച് നടക്കുമായിരുന്നു. നമ്മുടെ സുഞ്ചിയാണെങ്കിൽ അത് കാണുന്നേ ഭയങ്കരമായിട്ട് സന്തോഷിക്കും. നല്ലതുപോലെ ബഹളം വയ്ക്കുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ സോളും സുഞ്ചിയും കൂടി നടന്നുകൊണ്ട് അവിടെ വീട്ടിലായിട്ട് വരുന്നതാണ്. വരുന്ന വഴിയിലായിട്ട് ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങും. അപ്പോഴാണ് നമ്മുടെ സോൾ ഒരു കാര്യം ഓർക്കുന്നത്. അതായത് അവളാണെങ്കിൽ അവളുടെ കുട എടുത്തിട്ടില്ലായിരുന്നു. അവളവിടെ സുഞ്ചിയെടുത്ത് പറയും, ഞാൻ എൻ്റെ മഞ്ഞക്കുട ആ റെസ്റ്റോറൻറ്റിൽ വെച്ച് മറന്നുപോയി എന്ന്. ഉടനെ എന്നെ സുഞ്ചിയെ പറയും, വിഷമിക്കേണ്ട, എൻ്റെ കയ്യിൽ കുടയുണ്ട്, ഞാൻ നിന്റെ വീട്ടിലായിട്ട് ഡ്രോപ്പ് ചെയ്തോളാം. സത്യത്തിൽ നമ്മുടെ സോളാണെങ്കിൽ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളാണെങ്കിൽ അവിടെയുള്ളൊരു പോസ്റ്റിലായിട്ട് ഇടിക്കാൻ വേണ്ടിയിട്ട് പോകും. പെട്ടെന്ന് തന്നെ നമ്മുടെ സുഞ്ചിയാണെങ്കിൽ ഇത് കാണുന്നേയും അവളെ തടഞ്ഞങ്ങ് നിർത്തും. അവളെ അവൻ്റെ അടുത്തായിട്ട് പിടിച്ചു നിർത്തിയിട്ട് പറയും, നീ ഇപ്പോൾ എന്താ ആലോചിച്ചിട്ടാണ് എന്നൊന്നും എനിക്കറിയത്തില്ല, എന്നാലും സൂക്ഷിച്ച് നടക്കണം എന്ന്. കൂട്ടത്തിൽ തന്നെ നമ്മുടെ സുഞ്ചയാണെങ്കിൽ സോളിൻ്റെ അടുത്ത് വേറൊരു കാര്യം ചോദിക്കും. അതായത് അവിടെ അടുത്തായിട്ട് ഓപ്പൺ എയറിൽ മാച്ച് നടക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മുടെ സുഞ്ചി ചോദിക്കും, നീ എൻ്റെ കൂടെ ആ മാച്ച് കാണാൻ വേണ്ടിയിട്ട് വരുന്നോ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ സോളിന് നല്ല സന്തോഷമാവും. അവൾ ഉടനെ തന്നെ വരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഒരുങ്ങുന്നത്. പെട്ടെന്ന് അവൾക്കൊരു കാര്യം ഓർമ്മ വരും. അതായത് നമ്മുടെ യൂൻ പറഞ്ഞില്ലായിരുന്നോ, നീ തന്നെയാണ് അവൻ ഇഷ്ടപ്പെടാനുള്ള ഓരോരോ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആക്കി കൊടുക്കുന്നതെന്ന്. ഉടനെ എന്നെ സോളാണെങ്കിൽ പറയും, ഇല്ല എനിക്ക് വരാൻ പറ്റത്തില്ല, എനിക്ക് കുറച്ച് പഠിക്കാനുണ്ട് എന്ന്. ഉടനെ എന്നെ സുഞ്ചി പറയും, അതെന്താ നിനക്ക് പെട്ടെന്നൊരു പഠിത്തം വന്നത്, എൻ്റെ കൂടെ കുറച്ച് സമയമെങ്കിലും നിനക്ക് സ്പെൻഡ് ചെയ്തുകൂടെ. ഉടനെ തന്നെ നമ്മുടെ സോളാണെങ്കിൽ സുഞ്ചി എടുത്ത് പറയും, ഓക്കെ ഞാൻ നിൻ്റെ കൂടെ വരാം, പക്ഷെ പകരമായിട്ട് നീ ആണെങ്കിൽ ഞാൻ പറയുന്ന ആ ഇംഗ്ലീഷിൻ്റെ നോട്ട്സ് പഠിച്ച് എന്നെ കേൾപ്പിക്കണം. ഇത് കേൾക്കുന്നേ നമ്മുടെ സുഞ്ചി പറയും, ഓക്കെ നീ പറഞ്ഞതുപോലെ തന്നെ ഞാനത് ചെയ്യാൻ റെഡിയാണ്, ഞാൻ പഠിച്ചിട്ട് വന്നിട്ട് നീ കാല് മാറിയാലാണ് എൻ്റെ സ്വഭാവം മാറുന്നത് എന്നൊക്കെ നമ്മളുടെ സുഞ്ചി ഇങ്ങനെ പറയും. ഒരു വഴിയും ഇല്ലാണ്ട് അവസാനം നമ്മുടെ സോളാണെങ്കിൽ അവനത് സമ്മതിച്ചും കൊടുക്കും. അവൾ അവനെ നോക്കി ഇങ്ങനെ ചിരിക്കും. അങ്ങനെ രണ്ടുപേരും നടന്നു വരാൻ നേരത്ത് അവിടെ വഴിയിലായിട്ട് നമ്മുടെ തേസങ്ങ് നിൽക്കുമായിരുന്നു. അതും അവൻ്റെ കയ്യിലായിട്ട് നമ്മുടെ സോള് വാങ്ങിച്ചു കൊടുത്ത് ഞാൻ ടെഡി ബിയർ ഇല്ലേ അതും ഉണ്ട്. ഇവനെ കാണുന്നേ നമ്മുടെ സുഞ്ചിക്ക് നല്ല ദേഷ്യം വരും. സത്യത്തിൽ തേസങ്ങിന് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. അവനാണെങ്കിൽ സുഞ്ചേനെയും സോളിനെയും കാണുന്നേ ചോദിക്കും, ആഹാ നിങ്ങൾ രണ്ടുപേരും ഒരു കുട പിടിച്ചിട്ട് വരുവാണോ, മഴയൊക്കെ എപ്പോഴേ കഴിഞ്ഞു എന്നിട്ടും ഇപ്പോഴും കുടയും പിടിച്ചുകൊണ്ടാണോ നടക്കുന്നത്. ഇത്
കേൾക്കുമ്പോഴാണ് അവർ രണ്ടുപേരും പോലും ശ്രദ്ധിക്കുന്നത്. അതായത് മഴയൊക്കെ നിന്നു എന്നുള്ള കാര്യം. പെട്ടെന്ന് തന്നെ സുഞ്ചിയാണെങ്കിൽ ആ കുടവെടുത്തങ്ങ് മാറ്റും. ഉടനെ എന്നെ തേസങ്ങാണെങ്കിൽ അവിടെ പറയാൻ തുടങ്ങും, എനിക്ക് സോളിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന്. ഉടനെ എന്നെ സോളാണെങ്കിൽ അവൻ്റെ അടുത്ത് പറയും, ഞാൻ നിൻ്റെ അടുത്ത് പറയാനുള്ള എല്ലാം നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, പിന്നെ എന്തോ നിനക്ക് സംസാരിക്കാനുള്ളത്. ഉടനെ എന്നെ സുഞ്ചിയാണെങ്കിൽ പറയും, അതെ, അവൾക്ക് നിൻ്റെ അടുത്ത് ഒന്നും സംസാരിക്കാനില്ലെങ്കിൽ നീ സംസാരിക്കേണ്ട ആവശ്യമില്ലാന്ന് പറഞ്ഞിട്ട് അവനും ഇടയിൽ കയറി പറയും. ഉടനെ എന്നെ നമ്മുടെ തേസങ്ങ് പറയും, അങ്ങനെയൊന്നുമില്ല, എനിക്ക് നിൻ്റെ അടുത്ത് സംസാരിച്ചേ പറ്റത്തുള്ളൂ. ഉടനെ തന്നെ നമ്മുടെ സുഞ്ചിയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കയറി സംസാരിക്കാൻ വരും. അവൻ പറയും, അവൾക്ക് താല്പര്യമില്ലെങ്കിൽ നിനക്ക് സംസാരിക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം? ഇതും പറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് തുറച്ചു നോക്കിക്കൊണ്ടിരിക്കും. ഇത് കാണുന്നേ നമ്മുടെ സോള് ഇടയിൽ വന്നിട്ട് പറയും, നിങ്ങൾ രണ്ടുപേരും ഒന്ന് നിർത്തുവോ? എന്തിനാ ആവശ്യമില്ലാതെ അടിയുണ്ടാക്കുന്നേ? ഞാൻ എന്തായിരുന്നാലും തേസങ്ങിനോട് സംസാരിക്കാൻ റെഡിയാണ്, നിനക്ക് എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞു. ഇത് കേൾക്കുന്നേ നമ്മളുടെ സുഞ്ചയ്ക്കാണെങ്കിൽ അവളെ തടയണോ എന്നുണ്ട്. പെട്ടെന്ന് അവൻ്റെ ഫ്രണ്ട് പറഞ്ഞ കാര്യം അവന് ഓർമ്മ വരും. അതായത് നീ ഇങ്ങനെ ആവശ്യമില്ലാതെ അവളുടെ അടുത്ത് റെസ്ട്രിക്ഷൻ കാണിച്ചു കഴിഞ്ഞാൽ അവൾ നിൻ്റെ അടുത്ത് നിന്ന് അകന്നു പോവുക എന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ സുഞ്ചിയാണെങ്കിൽ മനഃപൂർവ്വം സോളിനെ അങ്ങ് പറഞ്ഞു വിടും. അവൻ പറയും, ഞാൻ എൻ്റെ വീട്ടിൽ പോവാന്നും പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവരുടെ അടുത്ത് ബായും പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോവും. സത്യത്തിൽ നമ്മുടെ സുഞ്ചയ്ക്കാണെങ്കിൽ ഇപ്പോൾ കരയണോ ചിരിക്കണോ എന്തുവാണെന്നറിയത്തില്ല. അവൻ അത്രയ്ക്കും ദേഷ്യം വരുന്നുണ്ടായിരുന്നു. എന്നാലും അവനിപ്പോൾ എന്തോ ചെയ്യാൻ പറ്റും? അവൻ അവിടെ വിചാരിക്കും, എന്നാലും ഞാൻ എൻ്റെ ഫ്രണ്ട് പറഞ്ഞതും കേട്ടിട്ട് ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്തു വെക്കുന്നല്ലോ എന്ന്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ സോളും അതേപോലെ തന്നെ തേസങ്ങും കൂടി സംസാരിക്കുന്നതാണ്. സോളാണെങ്കിൽ അവിടെ പറയും, നീ എന്തിനാ എന്നെ മറക്കാണ്ട് എൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത്? എനിക്ക് നല്ല സങ്കടമുണ്ട് എന്ന്. ഉടനെ തന്നെ തേസങ്ങ് അവിടെ പറയും, നീ വിചാരിക്കുന്ന പോലെയല്ല, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് തേസങ്ങ് അവിടെ മുട്ടുകുത്തി എന്ന് ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങും. നമ്മളുടെ സോളാണെങ്കിൽ അവൻ്റെ അടുത്ത് ദേഷിച്ച് എന്തൊക്കെയോ പറയും. അവസാനം രണ്ടുപേരും കൂടി പരസ്പരം കെട്ടിപ്പിടിക്കും. അവിടെ തേസങ്ങ് പറയും, എനിക്ക് നീ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റത്തില്ല എന്ന്. പെട്ടെന്ന് തന്നെ നമുക്കൊരു കാര്യം കാണിക്കും. ഇതൊന്നും യഥാർത്ഥത്തിൽ നടക്കുന്നതല്ല. നമ്മുടെ സുഞ്ചിയാണെങ്കിൽ എല്ലാം ഇമാജിൻ ചെയ്ത് വെക്കുന്നതാണ്. അവനാണെങ്കിൽ ഇപ്പോൾ ഒരു മനസ്സമാധാനം ഉണ്ടായിരുന്നില്ല. രണ്ടെണ്ണം ഇപ്പോൾ എന്തോ സംസാരിക്കുന്നതെന്ന് അവന് കേൾക്കാൻ പറ്റത്തില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന യഥാർത്ഥത്തിൽ നമ്മുടെ സോളും തേസങ്ങും കൂടി സംസാരിക്കുന്നതാണ്. അവിടെ തേസങ്ങാണെങ്കിൽ ചോദിക്കും, സോൾ, നീ അന്ന് കരഞ്ഞതിൻ്റെ റീസൺ ആ ബുള്ളി ഗേൾസ് നിന്നെ എന്തെങ്കിലും ചെയ്തായിരുന്നോ? ഉടനെ തന്നെ നമ്മളുടെ സോള് പറയും, ഇല്ല, എന്നെ അവളുമാരൊന്നും ചെയ്തില്ല. അപ്പോൾ നമ്മുടെ തേസങ്ങ് ചോദിക്കും, പിന്നീട് നീ എന്തിനാ കരഞ്ഞത്? അപ്പോൾ നമ്മുടെ സോള് പറയും, അതായത് അവളുമാരാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, അതായത് നീ എന്നെ ഡേറ്റ് ചെയ്യുന്നത് തന്നെ വെറുതെ ടൈം പാസിനാണ്, അവളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാ എന്ന്. ഇതൊക്കെ കേൾക്കുന്നേ തേസങ്ങ് ചോദിക്കും, അപ്പോൾ നീ അവിടെ നിന്ന് കരഞ്ഞതിൻ്റെ റീസൺ ഞാനുമായിട്ട് ബ്രേക്കപ്പ് ആയതായിരുന്നില്ല അല്ലേ? അപ്പോൾ സോള് പറയും, നീ എന്നെ വെറുതെ ശല്യം ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല, എൻ്റെ ലൈഫിൽ നിന്ന് പോയി തരുമോ? ഇത് കേൾക്കുന്നേ നമ്മളുടെ തേസങ്ങാണെങ്കിൽ അവിടെ പറയും, അതായത് എനിക്ക് നിന്നെ യഥാർത്ഥത്തിൽ ഇഷ്ടമായിരുന്നു, ഞാൻ വെറുതെ ടൈം പാസിനൊന്നും അല്ല നിന്നെ സ്നേഹിച്ചേ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ സോള് നല്ലതുപോലെ കൺഫ്യൂസ്ഡ് ആയി പോയായിരുന്നു. അവൾ വിചാരിക്കും, ഇവനിപ്പോൾ സത്യമാണോ കള്ളമാണോ പറയുന്നേ എന്ന്. അവൾ പറയും, ആവശ്യമില്ലാതെ നീ എന്തിനാ എന്നെ ഇങ്ങനെ കുഴപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് പറയുന്നത്? നീ എന്തിനാ ഇപ്പം ഞാൻ തന്നെ ആ ടെഡി ബിയറും കൊണ്ട് ഇവിടെ വന്നേക്കുന്നത്? മര്യാദയ്ക്ക് ആ ടെഡി ബിയറിനെ എനിക്ക് തന്നോ? ഇനിയിപ്പോൾ ആ ഇമ്മച്ചുവർ ആയിട്ടുള്ള സോള് വന്നിട്ട് നിൻ്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞാലും നീ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ഉടനെ എന്നെ തേസങ്ങ് പറയും, ഒരിക്കലും ഞാൻ ഈ ടെഡി ബിയറിനെ തരത്തില്ല, നമുക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള നല്ല മെമ്മറീസിലുള്ള ഒരു നല്ല കാര്യമാണിത്, അത് എൻ്റേത് മാത്രമാണെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി കൂടാനായിട്ട് തുടങ്ങും. അങ്ങനെ അവസാനം രണ്ടെണ്ണം അടി കൂടുന്നേയും ആ ടെഡി ബിയറിൻ്റെ അകത്തുനിന്ന് ഒരു സൗണ്ട് കേൾക്കും. എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സോളിനാണെങ്കിൽ തേസങ്ങിനെ എന്ത് ഇഷ്ടമാണെന്നുള്ള കാര്യം അവൾ അതിനകത്ത് റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ഇത് കേൾക്കുന്നേ തേസങ്ങിന് ഭയങ്കര സന്തോഷമാവും. പെട്ടെന്ന് തന്നെ നമ്മുടെ സോള് വിചാരിക്കും, എങ്കിലും ഞാൻ ഇങ്ങനെയുള്ളൊരു പണി ഒപ്പിച്ചു വെച്ചല്ലോ എന്ന്. തേസങ്ങ് പറയും, സോൾ, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിച്ചൂടെ? നമുക്ക് രണ്ടുപേർക്കും വീണ്ടും റിലേഷനിലായിക്കൂടെ എന്നും പറഞ്ഞിട്ട് അവൻ നല്ലതുപോലെ ഇമോഷണലായിട്ട് ചോദിക്കും. എങ്കിലും നമ്മുടെ സോളാണെങ്കിൽ അതിനകത്തൊന്നും വീഴാൻ റെഡി ആയിരുന്നില്ല. അവൾ പറയും, പറ്റത്തില്ല എന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ സോളിൻ്റെ ജീവിതത്തിലാണെങ്കിൽ അവളെ ശല്യം ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയ്ക്കും വലിയ ശത്രുക്കളൊന്നുമില്ല. അവൾ തന്നെ വിചാരിക്കും, വേറെ എന്ത് ശത്രുവിൻ്റെ ആവശ്യം, ഞാൻ തന്നെ എനിക്കുള്ള കുഴി തോണ്ടിക്കോളുമല്ലോ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ സുഞ്ചേനെയാണ്. അവനാണെങ്കിൽ അവൻ്റെ അച്ഛൻ്റെ കൂടെ അവിടെ നിന്ന് ഗാർഡൻ വൃത്തിയാക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ സുഞ്ചയുടെ അച്ഛനാണെങ്കിൽ ഈ ഗാർഡനിലുള്ള ചെടികളെല്ലാം അയാളുടെ സ്വന്തം മക്കളെ പോലെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അയാളാണെങ്കിൽ അവിടെ നമ്മുടെ സുഞ്ചയെടുത്ത് പറയും, എടാ, നിനക്കൊരു കാര്യം അറിയാവോ? നമ്മൾ ഈ ചെടികളുടെ ഇതൊക്കെ സംസാരിക്കുവാണെങ്കിൽ അതിനെല്ലാം നല്ലതുപോലെ കേൾക്കാൻ പറ്റും. നീ കഴിഞ്ഞാൽ എൻ്റെ ബാക്കിയുള്ള മക്കളാണ് ഈ നിൽക്കുന്ന എല്ലാണോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുഞ്ചയുടെ അച്ഛനാണെങ്കിൽ അതിനെയൊക്കെ നല്ലതുപോലെ താലോലിക്കാനൊക്കെ തുടങ്ങും. സത്യത്തിൽ നമ്മുടെ സുഞ്ചിയാണെങ്കിൽ ഇവൻ്റെ അച്ഛൻ പറയുന്ന ഒന്നും മൈൻഡ് ആക്കുന്നില്ല. അവനാണെങ്കിൽ അവിടെ വന്നിരിക്കുന്നത് തന്നെ നമ്മുടെ സോളാണെങ്കിൽ ആ തേസങ്ങിനോട് സംസാരിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്നോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അവനാണെങ്കിൽ ഇങ്ങനെ നോക്കി 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 അവസാനം നമ്മുടെ സോളിൻ്റെ ഒരു തലവെട്ടം കാണുന്നേ. വേഗം തന്നെ അവൻ കൈയിൽ കിട്ടിയ ഒരു പോച്ചയും എടുത്തിട്ട് ചാടി അങ്ങ് എഴുന്നേക്കും. നോക്കുമ്പോൾ എന്തുവാ, അവിടെയായിട്ട് നമ്മുടെ സോള്
സ്റ്റെയർ കയറി പോകുന്നുണ്ട്. ഇത് കാണുന്നേ നമ്മുടെ സുഞ്ചിക്ക് ഭയങ്കര സന്തോഷം. അതേസമയം തന്നെ അവൻ്റെ അച്ഛൻ നോക്കുമ്പോൾ എന്തുവാ, നമ്മുടെ സുഞ്ചിയാണെങ്കിൽ അവൻ്റെ അച്ഛൻ പൊന്നെ കരളേന്നും പറഞ്ഞ് വളർത്തിക്കൊണ്ടുവന്ന് ഒരു മുളകിൻ്റെ തൈയാണ് പുഴുതെടുത്തേക്കുന്നത്. അതിനകത്താണെങ്കിൽ ഒരുപാട് മുളകും പിടിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഇവൻ്റെ അച്ഛൻ ഇത് കാണുന്നേ ഭയങ്കര ദേഷ്യം വന്നിട്ട് നമ്മുടെ സുഞ്ചിക്കിട്ട് 2-3 അടി അങ്ങ് കൊടുക്കും. എന്നിട്ട് ചോദിക്കും, നീ എന്ത് പരിപാടിയായി കാണിച്ചതെന്നും പറഞ്ഞിട്ട് അയാൾ അവിടെ കിടന്ന് ബഹളം വയ്ക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ നമ്മുടെ തേസങ്ങനെയാണ്. അവരാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര സങ്കടത്തിൽ വണ്ടി ഓടിച്ച് പോവുമായിരുന്നു. അവൻ്റെ മൈൻഡിൽ കൂടി ഇപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അതായത് നമ്മുടെ സോളാണെങ്കിൽ അവന് കൈക്കൊക്കെ പരിക്ക് പറ്റിയപ്പോൾ മരുന്ന് വെച്ച് കൊടുത്തതും, അതേപോലെ തന്നെ അവളാണെങ്കിൽ അവൻ്റെ ബർത്ത്ഡേക്ക് വന്ന് സെലിബ്രേറ്റ് ചെയ്തതും, ഇതൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ തേസങ്ങ് ഭയങ്കര വിഷമിച്ച് വണ്ടി ഓടിക്കും. അവൻ വിചാരിക്കും എന്തൊക്കെയായിരുന്നാലും അവളിപ്പോൾ ഒരു ദാക്ഷിണ്യവും ഇല്ലാണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ എന്നെ വേണ്ട എന്ന്, എങ്കിലും അവൾ എന്തിനാ ഇങ്ങനെ കാണിച്ചത് എന്നും പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ ഭയങ്കര സങ്കടപ്പെട്ട് വരുന്നതും അവൻ്റെ മുമ്പിലായിട്ട് ഒരു കൊച്ചു കുഞ്ഞ് ബാളും വെച്ച് കളിച്ചുകൊണ്ട് വരും. ആ കുഞ്ഞിന് ആക്സിഡൻ്റ് ആവരുത് എന്ന് വെച്ചിട്ട് നമ്മുടെ തേസങ്ങ് വേഗം തന്നെ വണ്ടി അങ്ങ് ഡൈവേർട്ട് ചെയ്യും. അവസാനം അവന് നല്ലൊരു ആക്സിഡൻറ്റും ആവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ സോളിനെയാണ്. അവളാണെങ്കിൽ അവളുടെ വീട്ടിൽ ഇരിക്കാൻ നേരത്ത് അവളുടെ അമ്മ വന്നിട്ട് പറയും, അതായത് അവരാണെങ്കിൽ അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ട്രിപ്പ് പോവുകയാണ് ജീജു ഐലാൻഡിലോട്ട് എന്ന്. നമ്മുടെ സോളാണെങ്കിൽ ഇത് കേൾക്കുന്ന അവളുടെ അമ്മേനെ നല്ലതുപോലെ സപ്പോർട്ട് ചെയ്യും. സത്യം പറഞ്ഞാൽ നമ്മുടെ സോള് പണ്ടത്തെ കാര്യം ആലോചിക്കും. യഥാർത്ഥത്തിൽ മുമ്പ് ഇങ്ങനൊരു സംഭവം നടന്ന സമയത്ത് നമ്മുടെ സോളാണെങ്കിൽ അവളുടെ അമ്മയടുത്ത് നല്ലതുപോലെ ഷൗട്ട് ചെയ്തായിരുന്നു, അമ്മയ്ക്ക് ഞങ്ങളെപ്പറ്റി യാതൊരു കെയറും ഇല്ല, അമ്മ വെറുതെ ആവശ്യമില്ലാണ്ട് വേറെയുള്ള ആൾക്കാരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ ഇതൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ സോളാണെങ്കിൽ ഇത്തവണ അവളുടെ അമ്മയടുത്ത് പറയും, അങ്ങനെയൊന്നുമില്ല അമ്മ ധൈര്യമായിട്ട് പോയിട്ട് വാ, എനിക്കും എൻ്റെ ചേട്ടനും ഞങ്ങളെ സ്വന്തമായിട്ട് നോക്കാൻ നല്ലതുപോലെ അറിയാമെന്ന്. ഇതൊക്കെ കേൾക്കുന്നേ അവളുടെ അമ്മയാണെങ്കിൽ ഒന്ന് ഞെട്ടിപ്പോവും. അവരാണെങ്കിൽ നമ്മുടെ സോളിനെ നോക്കിയിട്ട് പറയും, ഒന്ന് പോടി അവിടുന്ന് എന്ന്. നമ്മുടെ സോളിൻ്റെ അമ്മയാണെങ്കിൽ അവരുടെ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇങ്ങനെ നടന്നു പോകുന്നേയും സോളാണെങ്കിൽ അവിടെ പുറകെ വന്ന് നോക്കും. അപ്പോൾ എന്തുവാ, സോളിൻ്റെ അമ്മയാണെങ്കിൽ എപ്പോഴും മീറ്റ് ചെയ്യുന്ന ആ ആൾ തന്നെയാണ് ഇപ്പോഴും സോളിൻ്റെ അമ്മേനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നേക്കുന്നത്. ഇത് കാണുന്നേയും സോളിന് ഭയങ്കര സന്തോഷമാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ സുഞ്ചേനെയാണ്. അവനാണെങ്കിൽ ഇപ്പോൾ സോളിൻ്റെ കൂടെ ഔട്ടിങ് പോകാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിരുന്ന് ആ ഇംഗ്ലീഷിൻ്റെ ബുക്കെല്ലാം നല്ലതുപോലെ മനപ്പാടമാക്കുമായിരുന്നു. അവനാണെങ്കിൽ പഠിച്ച് അവസാനം നല്ലതുപോലെ ടയേർഡാവും. അവസാനം നമ്മുടെ സുഞ്ചിയാണെങ്കിൽ അവൻ്റെ കാല് അങ്ങോട്ട് നീട്ടി വയ്ക്കും. അവിടെ അടുത്തായിട്ട് തന്നെ നമ്മളുടെ യൂനും ഉണ്ടായിരുന്നു. ഇവളാണെങ്കിൽ സുഞ്ചി ഇങ്ങനെ കാല് നീട്ടി വെക്കുന്ന കാണുന്നേയും അവനെ ഒന്ന് തുറച്ചു നോക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ സുഞ്ചി അവൻ്റെ കാലെടുത്തങ്ങ് വയ്ക്കും. എന്താന്ന് വെച്ചാൽ യൂനിനിപ്പോൾ അവൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സോളാണെങ്കിൽ നേരെ ഒരു പോലീസ് സ്റ്റേഷനിലായിട്ട് വരുന്നതാണ്. അവളവിടെ വന്നിട്ട് പോലീസുകാരടുത്ത് പറയും, അതായത് സെപ്റ്റംബർ 1 എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റും, നിങ്ങൾ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ആ പോലീസുകാരാണെങ്കിൽ സോളിനെ കളിയാക്കും. എന്നിട്ട് ചോദിക്കും, ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യം നിനക്ക് ഇപ്പോഴേ അറിയാമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, അന്നത്തെ ദിവസം പുറത്തോട്ട് ഇറങ്ങണ്ട, അന്ന് വീട്ടിൽ തന്നെ ഇരുന്നാൽ പോരെ. ഇത് കേൾക്കുന്നേ നമ്മുടെ സോളിനാണെങ്കിൽ ഒരു ഐഡിയ വരും. അവൾ വിചാരിക്കും, ഇത് കൊള്ളാലോ, അങ്ങനെ അങ്ങ് ചെയ്താൽ പോരേ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ നമ്മുടെ സോളിൻ്റെ ആ മുത്തശ്ശിയില്ലേ, അവർക്കാണെങ്കിൽ ഒരു കോള് വരുന്നതാണ്. അത് വേറെ ആരുമല്ല, നമ്മുടെ ആ കില്ലറാ വിളിച്ചേക്കുന്നത്. അയാൾ പറയും, എനിക്കാണെങ്കിൽ ഒരു മൊബൈൽ ഫോൺ കളഞ്ഞു കിട്ടി, ആ നമ്പറിൽ നിന്നാണ് ഞാൻ ഈ നമ്പറിലോട്ട് വിളിക്കുന്നേ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ മുത്തശ്ശി പറയും, അയ്യോ അതെൻ്റെ ചെറുമോളുടെയാണ്, നിങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞാൻ അവിടെ വന്ന് മൊബൈൽ വാങ്ങിക്കാൻ. ഉടനെ തന്നെ നമ്മുടെ ഈ കില്ലറാണെങ്കിൽ ഇങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് അയാൾ പറയും, നിങ്ങൾ അഡ്രസ്സ് പറഞ്ഞാൽ മതി, ഞാൻ ആ മൊബൈൽ അങ്ങോട്ടേക്ക് പാഴ്സൽ അയക്കാമെന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ആ മുത്തശ്ശി അതങ്ങ് സമ്മതിച്ചു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സുഞ്ചിയാണെങ്കിൽ അവൻ്റെ ആ സ്റ്റഡി റൂമിലെ അവിടെയായിട്ട് വന്നിരുന്ന് നല്ലതുപോലെ പഠിക്കുന്നതാണ്. അവസാനം പഠിച്ച് അവനങ്ങ് ഉറങ്ങിപ്പോയായിരുന്നു. അവിടെയായിട്ട് നമ്മളുടെ സോളും വരും. അവളാണെങ്കിൽ ഇവനെ കാണുന്നേ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കും. കൂട്ടത്തിൽ തന്നെ അവസാനം അവളും അങ്ങ് ഉറങ്ങിപ്പോവും. അവസാനം നമ്മുടെ സുഞ്ചി എഴുന്നേൽക്കുമ്പോൾ എന്തുവാ, അവിടെയായിട്ട് നമ്മുടെ സോള് കിടന്നുറങ്ങുവാണ്. അവനാണെങ്കിൽ ഇവളെ നോക്കിക്കൊണ്ടിരുന്നിട്ട് അവസാനം ഇവളുടെ മുഖത്തായിട്ട് കിടക്കുന്ന മുടിയില്ലേ, അത് പിടിച്ച് മാറ്റാനായിട്ട് അവൻ കൈയെടുത്ത് വയ്ക്കുന്നതും പെട്ടെന്ന് തന്നെ നമ്മുടെ സോളങ്ങ് കണ്ണു തുറക്കും. കൂട്ടത്തിൽ തന്നെ അവളാണെങ്കിൽ അവളുടെ ആ ഹെഡ്സെറ്റും വെച്ച് പാട്ട് കേട്ടോണ്ടിരുന്നേ. അതിനകത്ത് കറക്റ്റായിട്ട് നമ്മുടെ സുഞ്ചിയാണെങ്കിൽ അവളുടെ അടുത്ത് ഇഷ്ടമാണെന്ന് പറയത്തില്ലേ, അത് പ്ലേ ആവുമായിരുന്നു. നമ്മുടെ സോളാണെങ്കിൽ കണ്ണു തുറക്കുന്നേ ഭയങ്കരമായിട്ടങ്ങ് ഷോക്കായി പോവും. അവൾ നല്ല ബ്ലഷ് ചെയ്തിരിക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ സുഞ്ചിയാണെങ്കിൽ ടോപ്പിക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് മാറി അവിടുത്തെ ടൈം ടേബിളൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. അവനിവിടെ കണ്ട ഭാവം നടിക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഭയങ്കര നാണക്കേട് വന്നാൽ നമ്മുടെ സോളാണെങ്കിൽ അവിടെ പോയി ഇന്ന് വെള്ളം കുടിക്കുന്നതാണ്. അവിടെയായിട്ട് നമ്മുടെ സുഞ്ചയെ വരും. എന്നിട്ട് അവൻ ചോദിക്കും, അല്ല നിൻ്റെ ഫേസ് എന്താ ഇത്ര റെഡ് ആയിട്ടിരിക്കുന്നതെന്ന്. ഉടനെ എന്നെ സോള് പറയും, അതൊന്നുമില്ല, നിനക്ക് വെറുതെ തോന്നുന്നേ എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ സുഞ്ചി ആണെങ്കിൽ അവിടെ പറയും, നീ പറഞ്ഞതുപോലെ തന്നെ ആ ഇംഗ്ലീഷ് ബുക്ക് ഞാൻ നല്ലതുപോലെ കാണാപ്പാഠം പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നാളെ നീ എൻ്റെ കൂടെ ഔട്ടിങ്ങിന് വന്നേ പറ്റത്തുള്ളൂ. ഇത് കേൾക്കുന്നേ നമ്മളുടെ സോള് ഭയങ്കരമായിട്ടങ്ങ് ഷോക്കായി പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസമാണ്. അവിടെയാണെങ്കിൽ വലിയൊരു
ഡിസ്പ്ലേക്കകത്തായിട്ട് അവിടുത്തെ ആ മാച്ചില്ലേ അതിങ്ങനെ പ്ലേ ആവുമായിരുന്നു. അത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരും വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മളുടെ സുഞ്ചയുടെ പ്ലാൻ എന്ന് വെച്ചാൽ സോളിൻ്റെ അടുത്ത് അവൻ്റെ ഇഷ്ടം തുറന്ന് പറയണം എന്നാ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ സോളാണെങ്കിൽ അവിടെയായിട്ട് വരുന്നതാണ്. അവളുടെ കയ്യിലായിട്ട് കുറച്ച് കൂൾ ഡ്രിങ്ക്സും ഉണ്ട്. അവളിവിടെ വരുന്നതും നോക്കുമ്പോൾ എന്തുവാ സുഞ്ചയെ ആദ്യമേ തന്നെ ഇവിടെ സ്ഥലം പിടിച്ചു വെച്ചിട്ടുണ്ട്. സുഞ്ചനെ വന്ന് കണ്ടിട്ട് നമ്മുടെ സോൾ ചോദിക്കും, നീ നേരത്തെ വന്നോ? ഉടനെ എന്നെ സുഞ്ചയ പറയും, അതിവിടെ സ്ഥലം പിടിച്ചു വെക്കണ്ടേ, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ വന്നേ എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ സോളിന് നല്ലതുപോലെ ചൂടെടുക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ സുഞ്ചയാണെങ്കിൽ അവളുടെ കയ്യിരിക്കുന്ന ആ കൂൾ ഡ്രിങ്ക്സ് ഇല്ലേ അതെടുത്തിട്ട് നമ്മളുടെ ഈ സോളിൻ്റെ കവളത്തായിട്ട് എടുത്തങ്ങ് വെക്കും, അവൾ നല്ലതുപോലെ കൂളാവാൻ വേണ്ടിയിട്ട്. ഇത് കാണുന്നേ നമ്മളുടെ സോളിന് നല്ല സന്തോഷമാവും. അവളിങ്ങനെ ബ്ലഷ് ചെയ്ത് ചിരിച്ചുകൊണ്ടിരിക്കും. ഇവരങ്ങനെ നല്ല കിടിലമായിട്ട് ആ ഒരു മാച്ചൊക്കെ എൻജോയ് ചെയ്യും. അതേസമയം തന്നെ നമ്മുടെ യൂനുണ്ടല്ലോ സോളിൻ്റെ കൂടെ മാച്ച് കാണാൻ വേണ്ടിയിട്ട് അവളുടെ വീട്ടിലായിട്ട് കുറേ ചിക്കനൊക്കെ വാങ്ങിയിട്ട് വരും. ചിക്കൻ്റെ മണം കേൾക്കുന്നതും പെട്ടെന്ന് തന്നെ നമ്മളുടെ സോളിൻ്റെ ചേട്ടൻ അങ്ങ് ചാടി വീഴും. അപ്പോൾ നമ്മുടെ യൂൻ നോക്കുമ്പോൾ എന്തുവാ സോളാണെങ്കിൽ അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ യൂനാണെങ്കിൽ വേഗം തന്നെ അവിടെ നിന്ന് പോകാനായിട്ട് ഒരുങ്ങും. പെട്ടെന്ന് തന്നെ നമ്മുടെ സോളിൻ്റെ ചേട്ടനാണെങ്കിൽ പറയും, അതെ നീ എന്തായിരുന്നാലും ഇവിടം വരെ വന്നതല്ലേ, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ചിരുന്ന് ഈ മാച്ച് കാണാ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ആ യൂനിന് ഭയങ്കര സന്തോഷമാവും. അവൾക്ക് യഥാർത്ഥത്തിൽ ഇപ്പം നമ്മുടെ സോളിൻ്റെ ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അവൾ അങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇവർ രണ്ടുപേരോട് ഇരുന്ന മാച്ചൊക്കെ കാണാനായിട്ട് തുടങ്ങും. സത്യത്തിൽ നമ്മുടെ സോളിൻ്റെ ചേട്ടനാണെങ്കിൽ ഇവളെ പിടിച്ചിരുത്തിയത് അവളോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല, പകരം ചിക്കൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവനാണെങ്കിൽ അവിടെ ഇരുന്ന് നല്ല കിടിലമായിട്ട് ചിക്കനൊക്കെ തിന്നും. ഇതൊക്കെ കാണുന്നേ നമ്മളുടെ യൂനാണെങ്കിൽ ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇവർ ഈ മാച്ചൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ നമ്മളുടെ സോളിൻ്റെ ചേട്ടനാണെങ്കിൽ ഒരു കോൾ വരും. അവനാണെങ്കിൽ ഭയങ്കര കൊഞ്ചിയൊക്കെ സംസാരിക്കുന്നേക്കുന്നേ. യൂനാണെങ്കിൽ അങ്ങ് ഷോക്കായി പോവും. അവൾ ചോദിക്കുമ്പോൾ അവൻ പറയും, അതെൻ്റെ ഗേൾ ഫ്രണ്ടായെന്ന്. ഇത് കേൾക്കുന്നേ യൂൻ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. അവൾ ചോദിക്കും, അപ്പോൾ നിങ്ങൾക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നോ എന്ന്. ഉടനെ തന്നെ നമ്മളുടെ സോളിൻ്റെ ചേട്ടൻ ചോദിക്കും, അതെന്താ എനിക്ക് ഗേൾ ഫ്രണ്ട് പാടില്ലേ, എനിക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടാവാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഇത് കേൾക്കുന്നേ നമ്മുടെ യൂനാണെങ്കിൽ അങ്ങ് ഭയങ്കരമായിട്ട് സങ്കടമാവും. അവൾ വേഗം തന്നെ അവിടെ കരഞ്ഞു വിളിച്ചിട്ട് പറയും, നിങ്ങൾക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടാവാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഓടി അങ്ങ് പോവും. ഇത് കാണുന്നേ നമ്മുടെ സോളിൻ്റെ ചേട്ടനൊന്നും മനസ്സിലാവത്തില്ല. അവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ സോളിനെയും അതേപോലെ തന്നെ സുഞ്ചേനെയാണ്. അവരാണെങ്കിൽ ഇപ്പോൾ ആ മാച്ച് കണ്ടുകൊണ്ടിരിക്കുമല്ലായിരുന്നോ. അവസാനം ഇവർ വിചാരിച്ചതുപോലെ തന്നെ നമ്മുടെ കൊറിയൻ ടീം തന്നെ ജയിക്കും. ഇത് കാണുന്നേ സുഞ്ചയ്ക്കും സോളിനും ഭയങ്കര സന്തോഷവും. അവർ രണ്ടുപേരും അവിടെ കെട്ടിപ്പിടിച്ച് കിടന്ന് നല്ലതുപോലെ സന്തോഷിക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ തേസങ്ങിനെയാണ്. അവനാണെങ്കിൽ ഇപ്പോൾ ആക്സിഡൻറ്റ് പറ്റി കിടക്കുമായിരുന്നില്ലേ. ഇവിടെ നമ്മളുടെ തേസങ്ങും അതേപോലെ തന്നെ അവൻ്റെ ഫ്രണ്ടോട് ചേർന്നിട്ടും ഈ സെയിം മാച്ച് തന്നെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ആക്സിഡൻ്റലി ഇവർ രണ്ടുപേരും ശ്രദ്ധിക്കും. അതായത് അവിടെയായിട്ട് നമ്മുടെ സോളും സുഞ്ചയും കൂടി ഭയങ്കര ഹാപ്പി ആയിട്ട് അവിടെ കിടന്ന് ചാടി തുള്ളുന്നത്. ഇത് കാണുന്നേ നമ്മളുടെ തേസങ്ങിൻ്റെ ഫ്രണ്ട് ചോദിക്കും, എടാ ഇത് നിൻ്റെ എക്സ് ഗേൾ ഫ്രണ്ട് അല്ലേ, അവൾ എന്തോ ഇവിടെ എടുക്കുന്നത്, എനിക്ക് തോന്നുന്നു അവൾക്ക് പുതിയൊരു ബോയ് ഫ്രണ്ടിനെ കിട്ടിയെന്ന്. അവർ രണ്ടുപേരും നല്ല മാച്ചാണ് കേട്ടോ. ഇത് കേൾക്കുന്നേ നമ്മുടെ തേസങ്ങിന് ഭയങ്കര ദേഷ്യം വരും. അവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ കയ്യിരുന്ന ഗ്ലാസ് അവിടെ വെച്ചിട്ട് അവൻ്റെ അടുത്ത് ചോദിക്കും, നീ യഥാർത്ഥത്തിൽ ആരുടെ ഫ്രണ്ടാ, എൻ്റെയാണോ അവൻ്റെ ആണോ, അല്ല നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വേഗം തന്നെ തേസങ്ങ് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് അവൻ്റെ ഫ്രണ്ടിനെ ആ റൂമിൽ നിന്ന് പുറത്താക്കാനായിട്ട് അവനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങും. എന്നിട്ട് പറയും, മേലെ എൻ്റെ കൺമുന്നിൽ കണ്ടുവരുന്നെന്ന് പറഞ്ഞ് അവനെ അങ്ങ് അടിച്ച് പുറത്താക്കും. തേസങ്ങ് അങ്ങനെ അവനെ പുറത്താക്കിയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കാര്യം കാണും. അവിടെയായിട്ട് നമ്മുടെ സോളിൻ്റെ അമ്മയുണ്ടായിരുന്നു. അവരും ഇതേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ്. ഇത് കാണുന്നേയും തേസങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ഷോക്കായി പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ സോളിനെയും സുഞ്ചേനെയുമാണ്. അവിടെയാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ഹാപ്പി മൊമെൻ്റ് ആയിരുന്നില്ലേ. പെട്ടെന്ന് തന്നെ നമ്മുടെ സുഞ്ചയെ വിചാരിക്കും, ഇത് തന്നെയാണ് കറക്റ്റ് സമയം, ഇപ്പം തന്നെ സോളിൻ്റെ അടുത്ത് അവൻ്റെ ഇഷ്ടം പറയാമെന്ന്. അവനങ്ങനെ ഇഷ്ടം പറയാനായിട്ട് വരുന്നേയും നമ്മുടെ സോൾ അവൻ്റെ അടുത്ത് പറയും, നിനക്ക് എന്തെങ്കിലും എൻ്റെ അടുത്ത് പറയാനുണ്ടോ, എന്തായിരുന്നാലും ഈ ബഹളത്തിൻ്റെ ഇടയിൽ കേൾക്കത്തില്ല, നമുക്ക് വേറെ എവിടെയെങ്കിലും പോവാം. പെട്ടെന്ന് തന്നെ നമ്മുടെ സുഞ്ചിയാണെങ്കിൽ സോളിനെ വിളിച്ചുകൊണ്ട് ഒരു സ്ഥലത്തായിട്ട് വരും. അവിടെ നമ്മുടെ സുഞ്ചിയാണെങ്കിൽ അവൻ്റെ മനസ്സിലുള്ള കാര്യം തുറന്ന് പറയാനായിട്ട് തീരുമാനിക്കും. അവനോട് പറയും, നിനക്കൊരു കാര്യം അറിയാവോ, ആദ്യമേ തൊട്ടേ എനിക്ക് മഴ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു, എന്നാൽ നിന്നെ കണ്ടതിന് ശേഷമാണ് ഞാൻ മഴ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് അവനോട് തുറന്ന് സംസാരിക്കും. ഇത് കേൾക്കുന്നേ നമ്മുടെ സോൾ ഭയങ്കരമായിട്ട് ഷോക്കായി പോയായിരുന്നു. അവൾ വിചാരിക്കും, ഇവൻ എൻ്റെ അടുത്ത് വീണ്ടും പ്രപ്പോസ് ചെയ്യുവാണോ എന്ന്. ഇവിടെ നമ്മുടെ സോളിനാണെങ്കിൽ അവൻ്റെ അടുത്ത് എന്ത് പറയണമെന്ന് കൂടി അറിയത്തില്ല. അവളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് തന്നെ നമ്മളുടെ സുഞ്ചിയാണെങ്കിൽ അവളുടെ അടുത്ത് പറയാനായിട്ട് വരും, നീ ഇപ്പോഴൊന്നും പറയണ്ട എന്ന്. യഥാർത്ഥത്തിൽ നമ്മുടെ സോളാണെങ്കിൽ അവൻ്റെ അടുത്ത് എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അത് പറയാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ സുഞ്ചിയുടെ ഫോണിലായിട്ട് ഒരു കോൾ വരും. അവൻ ആ കോൾ എടുക്കത്തില്ല. ഉടനെ തന്നെ സോള് പറയും, നീ ആദ്യമേ കോൾ എടുത്ത് അറ്റൻഡ് ചെയ്യും, ചിലപ്പോൾ എന്തെങ്കിലും അർജൻറ്റ് ആയിരിക്കുമെന്ന്. ഇവിടെ നമ്മുടെ സുഞ്ചിനെ വിളിച്ചേക്കുന്ന വേറെ ആരുമല്ല, തേസങ്ങായിരുന്നു. അവരാണെങ്കിൽ സുഞ്ചി എടുത്ത് പറയും, എനിക്ക് നന്നായിട്ടറിയാം നീയും സോളും ഇപ്പോൾ ഒരുമിച്ചാ എന്ന്. ഞാനിപ്പോൾ വിളിച്ചത് തന്നെ അവളുടെ അമ്മ ഇപ്പോൾ ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, അതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് എന്ന്.
ഇത് കേൾക്കുന്നേയും സുഞ്ചിയാണെങ്കിൽ നമ്മുടെ സോളിൻ്റെ അടുത്ത് ഇക്കാര്യം പറയും. അങ്ങനെ രണ്ടുപേരുടെ വേഗം തന്നെ ഹോസ്പിറ്റലിലായിട്ട് എത്തും. അവിടെയായിട്ട് നമ്മുടെ സോള് ഡോക്ടറിനെ കാണും. ഡോക്ടർ നമ്മുടെ സോളിനെ കണ്ട ഉടനെ ചോദിക്കും, മോളെ നിനക്ക് ഓർമ്മയില്ലേ, ഞാൻ നിന്നെ പണ്ട് ഒരുപാട് തവണ കാണാൻ വന്നിട്ടുണ്ട് എന്ന്. സോൾ അങ്ങനെ അതൊക്കെ ഇരുന്ന് ആലോചിച്ച് നോക്കുമ്പോഴാണ് പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത്. അതായത് അവളുടെ അമ്മയാണെങ്കിൽ ഇടയ്ക്കിടെ മീറ്റ് ചെയ്യുന്ന ഒരാളെന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല, ഇദ്ദേഹം തന്നെയായിരുന്നു. ഇതെന്ന് വെച്ചാൽ നമ്മുടെ സോളിൻ്റെ അമ്മയുടെ പണ്ടുതൊട്ടേ സ്കൂളിൽ പഠിച്ച ഒരു കൂട്ടുകാരനാണ്. അപ്പോൾ നമ്മുടെ സോള് ഭയങ്കരമായിട്ട് വിഷമിക്കും. ഇവിടെ സോളിൻ്റെ അമ്മയ്ക്കാണെങ്കിൽ എന്തോ ഒരു വലിയ സർജറി നടക്കുമായിരുന്നു. അപ്പോൾ അവൾ അവിടെ ഇരുന്ന് വിഷമിച്ചിട്ട് സുഞ്ചിയെടുത്ത് പറയും, ഞാൻ എൻ്റെ അമ്മയടുത്ത് എന്തൊക്കെ പറഞ്ഞെന്നറിയാവോ, ഞാൻ അമ്മേനെ വെറുതെ തെറ്റിദ്ധരിച്ചു, അമ്മ ഇല്ലെങ്കിലും ഞങ്ങൾ സന്തോഷത്തിലിരിക്കും എന്നൊക്കെ ഞാൻ എൻ്റെ അമ്മയടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതൊന്നും സത്യമല്ല, എനിക്ക് എൻ്റെ അമ്മ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് സോള് ഭയങ്കരമായിട്ട് ഇമോഷണലാവും. ഇത് കേൾക്കുന്നേ നമ്മുടെ സുഞ്ചി അവളെ സമാധാനിപ്പിക്കാൻ നോക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ സോളാണെങ്കിൽ തേസങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അവനെ കണ്ടിട്ട് നമ്മുടെ സോള് പറയും, നിന്നോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്, നീ പറഞ്ഞില്ലായിരുന്നു എങ്കിൽ എൻ്റെ അമ്മ ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ കാര്യം ഞാൻ ഒരിക്കലും അറിയത്തില്ലായിരുന്നു എന്ന്. എന്നിട്ട് അവൾ ചോദിക്കും, അല്ല നിനക്ക് എന്ത് പറ്റിയതാ, നീ വീണ്ടും വല്ല പിള്ളേരുമായിട്ട് അടി കൂടാനായിട്ട് പോയോ? ഇത് കേൾക്കുന്നേം തേസങ്ങ് പറയും, അടി കൂടിയതൊന്നും അല്ല, ഇതെനിക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയതാ എന്ന്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ നമ്മുടെ സോളാണെങ്കിൽ അതിലെ അടുത്തൂടെയായിട്ട് ഒരു വീൽ ചെയറിൽ ഒരു പെങ്കൊച്ച് പോകുന്നത് കാണും. ഉടനെ തന്നെ അവൾ തേസങ്ങനെ ഉപദേശിക്കും. എന്നിട്ട് പറയും, എടാ നിനക്കൊരു കാര്യം അറിയാവോ, നമ്മുടെ ലൈഫിൽ ടൈം എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്. നീ എപ്പോഴും ആ ടൈമിനെ മാനേജ് ചെയ്ത് വേണം ജീവിക്കാൻ. ലൈഫിൽ റിഗ്രറ്റ് ചെയ്യുന്ന ഒരു കാര്യം പോലും ചെയ്യരുത്. നീ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സോൾ അവിടെ നിന്നങ്ങ് പോവും. ഇത് കേൾക്കുന്നതിന് തേസങ്ങ് വിചാരിക്കും, അവളെന്താ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയാൽ അതിൻ്റെ അർത്ഥം അവളിനി ഒരിക്കലും എന്നെ മീറ്റ് ചെയ്യത്തില്ല എന്നാണോ? അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന സോള് വന്നിട്ട് അവളുടെ അമ്മയെ കാണുന്നതാണ്. അമ്മയുടെ സർജറിയൊക്കെ കഴിഞ്ഞായിരുന്നു. അമ്മ ഇപ്പോൾ കംപ്ലീറ്റ്ലി ഓക്കെയുമാണ്. സോൾ അങ്ങനെ അമ്മയടുത്ത് വന്നിട്ട് നല്ലതുപോലെ വിഷമിച്ച് സംസാരിക്കും. ഞാനൊരിക്കലും അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവളങ്ങനെ പുറത്തോട്ട് വരുമ്പോൾ എന്തുവാ അവിടെയായിട്ട് നമ്മുടെ സുഞ്ചെ സോളിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അവളാണെങ്കിൽ ഇപ്പോൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ലല്ലോ. സുഞ്ചി ആണെങ്കിൽ ചോദിക്കും, നിനക്ക് എന്തെങ്കിലും വേണോ, ഞാൻ എന്തെങ്കിലും വാങ്ങിയിട്ട് വരണോ എന്ന്. സോൾ അവിടെ ചോദിക്കും, അല്ല നീ എന്താ ഇത്രയും നേരമായിട്ട് പോവാഞ്ഞേ, നിനക്ക് വീട്ടിൽ പൊക്കൂടെ, കുഴപ്പമില്ല ഞാനിവിടെ മാനേജ് ചെയ്തോളാം, നീ പൊക്കോ എന്ന് സോൾ അവൻ്റെ അടുത്ത് പറയും. ഉടനെ എന്നെ സുഞ്ചി ആണെങ്കിൽ അവിടെ അടുത്ത് പറയും, അതൊന്നും കുഴപ്പമില്ല, നീ ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നേ എന്നും. പെട്ടെന്ന് തന്നെ നമ്മുടെ സോൾ എന്ത് ചെയ്യുമെന്നറിയാവോ, സുഞ്ചി ആണെങ്കിൽ അവൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ മറുപടി പറയാനായിട്ട് തുടങ്ങും. അവൾ പറയും, ഞാൻ ഒട്ടും വിചാരിച്ചില്ല നീ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇഷ്ടമാണെന്ന് പറയുമെന്ന്. യഥാർത്ഥത്തിൽ എനിക്ക് നിൻ്റെ അടുത്ത് അങ്ങനെയുള്ള യാതൊരു ഫീലിങ്ങും ഇല്ല, എൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. ഞാനല്ലേ ആദ്യമേ തൊട്ടേ നിൻ്റെ പുറകെ നടന്ന് ചിരിച്ച് കളിച്ച് സംസാരിക്കുക എടുക്കുകയൊക്കെ ചെയ്തത്, അതുകൊണ്ട് തന്നെയായിരിക്കും നിനക്ക് അങ്ങനെ ഒരു ഇഷ്ടം എൻ്റെ അടുത്ത് തോന്നിയത്. നീ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇപ്പോൾ ഭയങ്കര കെയറിങ് ഒക്കെ കാണിക്കുന്നത് എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സോള് വേഗം തന്നെ അവിടെ നിന്നങ്ങ് പോവും. സത്യം പറഞ്ഞാൽ നമ്മുടെ സുഞ്ചി ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു അവളാണെങ്കിൽ അവനെ റിജക്റ്റ് ചെയ്യുമെന്ന്. അവൻ ഭയങ്കരമായിട്ടങ്ങ് വിഷമിക്കും. അവനും വിചാരിക്കും, എങ്കിലും ഇവൾ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്ന്. സോളിന് നല്ല സങ്കടം ഉണ്ടായിരുന്നു. അവൾ വേഗം തന്നെ അവിടെ നിന്ന് നടന്നങ്ങ് പോവും. നമ്മുടെ സുഞ്ചി ആണെങ്കിൽ ആ സീറ്റിൽ തന്നെ ഇരുന്ന് നല്ലതുപോലെ വിഷമിക്കുമായിരുന്നു. നടന്നു പോകുന്ന സോളാണെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ ഇരുന്ന് ആലോചിക്കും. എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ഫ്രണ്ട് ഇവളുടെ അടുത്ത് പറയത്തില്ലേ, നീ അവൻ്റെ പുറവെ ഭയങ്കര കളിച്ചിരിച്ച് നടന്നതിൻ്റെ പേരിലായിരിക്കും അവൻ നിന്നെ തിരിച്ച് ഇഷ്ടപ്പെട്ടേ എന്ന്. അപ്പോഴേ നമ്മുടെ സോള് വിചാരിച്ചിട്ടുണ്ട്, അവനെങ്ങാണ് എൻ്റെ അടുത്ത് പ്രപ്പോസ് ചെയ്യുവാണെങ്കിൽ ഞാൻ ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്ന്. എന്താന്ന് വെച്ചാൽ ഇപ്പോഴുള്ള നമ്മളുടെ സോള് ഏത് നിമിഷം വേണമെങ്കിലും ഫ്യൂച്ചറിലോട്ട് ടൈം ട്രാവൽ ചെയ്ത് പോവും. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സുഞ്ചെ തന്നെ ആയിരിക്കത്തില്ലേ അവസാനം മണ്ടനാവുന്നത്. ഈ പഴയ സോളിനാണെങ്കിൽ സുഞ്ചനെ അറിയത്തുകൂടിയില്ല. അവളാണെങ്കിൽ സുഞ്ചനെ കാണുമ്പോഴെല്ലാം ഭയങ്കര ഇഷ്യൂസൊക്കെ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ പിന്നെ നമ്മളുടെ സുഞ്ചയ്ക്ക് ഒന്നും മനസ്സിലാവാണ്ട് അവനിങ്ങനെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആവേണ്ടി വരത്തില്ലേ. ആ ഒരു സംഭവം തടയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ സോളാണെങ്കിൽ അവൻ്റെ അടുത്ത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് അവൾ നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ട് അവനെ അവോയ്ഡ് ചെയ്യാനും തീരുമാനിച്ചേ. എങ്കിലും നമ്മളുടെ സോളിനാണെങ്കിൽ നല്ല സങ്കടമുണ്ട്. അവളങ്ങനെ അവിടെ വന്നിരുന്ന് മാറിയിരുന്ന് കരയാനായിട്ട് തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ അടുത്ത ദിവസമാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ സോള് വീട്ടിലായിട്ടിരിക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ദിവസം തന്നെയാണ് നമ്മുടെ സോളിന് ആക്സിഡൻറ്റ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളിപ്പോൾ തീരുമാനിച്ചു വെച്ചേക്കുക അവൾ ഇന്ന് ഈ വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങത്തില്ല എന്ന്. ഇപ്പം നമ്മുടെ സോളിൻ്റെ അമ്മയുടെ കൂടെ ഹോസ്പിറ്റലിൽ നിൽക്കുന്നത് അവളുടെ ചേട്ടനായിരുന്നു. അവനാണെങ്കിൽ ഫോണിൻ്റെ ചാർജർ എടുത്തിട്ടില്ല. ഉടനെ എന്നെ സോളിനെ വിളിച്ചിട്ട് പറയും, എടി ഞാൻ ചാർജർ എടുത്തിട്ടില്ല, നീ അത് ഹോസ്പിറ്റലായിട്ടൊന്ന് കൊണ്ടുവരുമോ എന്ന്. ഉടനെ എന്നെ സോള് പറയും, പറ്റത്തില്ല, ഞാൻ ഇന്നത്തെ ദിവസം വീട്ടിന് പുറത്തോട്ട് ഇറങ്ങത്തില്ല എന്ന്.
എന്ന്. അവൾ കലണ്ടർ നോക്കിയിരിക്കുമായിരുന്നു. അവൾ വിചാരിക്കും എങ്ങനെയെങ്കിലും 2-3 മണിക്കൂർ കൂടി പാസ്സാക്കി കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം കഴിയും, അപ്പോൾ പിന്നെ ഇതിനി ഒരിക്കലും നടക്കത്തില്ലല്ലോ. അവൾ അങ്ങനെ അതും പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഇരിക്കുവാണ്. അതിനുശേഷം കാണിക്കുന്ന നമ്മുടെ സുഞ്ജേനെയാ. അവനാണെങ്കിൽ സ്റ്റഡി റൂമിൽ പോയിരുന്ന് പഠിക്കാനായിട്ടിരിക്കുവാണ്. അവിടെ ഇതുവരെ നമ്മളുടെ സോള് വന്നിട്ടില്ലല്ലോ. അവൻ വിചാരിക്കും ഇനിയിപ്പോൾ ഒരു പക്ഷേ അവനിവിടെ ഉള്ളത് കൊണ്ടാണോ അവനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പഠിക്കാൻ വരാത്തതെന്ന്. അവൾ പറഞ്ഞല്ലോ അവനെ കാണുന്നതും അവനോട് സംസാരിക്കുന്നതൊക്കെ അവൾക്ക് ഭയങ്കര അൺകംഫർട്ടബിളായെന്ന്. നമ്മുടെ സുഞ്ജയ് നോക്കുമ്പോൾ എന്തുവാ അവളുടെ ആ സ്റ്റഡി റൂമിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് അവളുടെ യെല്ലോ കുട ഇരിക്കുന്നത്. പെട്ടെന്ന് തന്നെ അവനാണെങ്കിൽ നമ്മളുടെ സോളിന് മെസ്സേജ് അയക്കും. അവൻ പറയും നിൻ്റെ മഞ്ഞക്കുട ഇവിടെ സ്റ്റഡി റൂമിലായിട്ടുണ്ട്, നീ എന്താ എന്നെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഇന്ന് പഠിക്കാൻ വരാഞ്ഞത്? അതിൻ്റെ ഇന്ന് യാതൊരു ആവശ്യവുമില്ല, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ആ ഗാർഡനിലായിട്ട് വെയിറ്റ് ചെയ്യാം, നീ അവിടം വരെ ഒന്ന് വരുമോ, നമുക്ക് നമ്മളുടെ മിസ്അണ്ടർസ്റ്റാൻഡിങ് എല്ലാം പറഞ്ഞ് ക്ലിയർ ആക്കാം എന്ന്. ഈ മെസ്സേജ് നമ്മളുടെ സോള് വായിക്കുന്ന അവൾക്ക് ഭയങ്കര സങ്കടമാവും. അവൾക്ക് സത്യം പറഞ്ഞാൽ സുഞ്ജയനെ കാണാൻ പോകണമെന്നൊക്കെ ഉണ്ട്. എങ്കിലും അവൾ പോയി കഴിഞ്ഞാൽ അവൾക്ക് ആക്സിഡൻറ്റ് സംഭവിക്കാനുള്ള ചാൻസസ് കൂടുതലല്ലേ. അതുകൊണ്ട് തന്നെ അവൾ വേഗം തിരിച്ചവന് റിപ്ലൈ കൊടുക്കും, എനിക്ക് ഇന്ന് വരാൻ പറ്റത്തില്ല, നമുക്ക് പിന്നൊരു ദിവസം മീറ്റ് ചെയ്യാം എന്ന്. എങ്കിൽ ഇവൾ മെസ്സേജ് അയക്കുമെങ്കിലും ആ സമയത്ത് കറക്റ്റായിട്ട് നമ്മുടെ സുഞ്ജയാണെങ്കിൽ അവൻ്റെ ആ വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങിയായിരുന്നു. അവളാണെങ്കിൽ അത് ജനലിൽ കൂടി കാണും. അതായത് സുഞ്ജയ ആ മെസ്സേജ് വായിച്ചിട്ട് കൂടിയില്ല. അവൻ്റെ കയ്യിലായിട്ട് ആ മഞ്ഞക്കുടയും ഉണ്ട്. സോൾ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും. സുഞ്ജയ അങ്ങനെ ആ ഗാർഡനിൽ പോയിരിക്കും. ചെന്നിരിക്കുന്നതും കുറച്ച് കഴിയുന്നേ നല്ലതുപോലെ മഴ പെയ്യാനായിട്ട് തുടങ്ങും. ഇത് കാണുന്ന സോളിന് ഭയങ്കര സങ്കടമായിരുന്നു. അവനാണെങ്കിൽ അവൾക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുവാണ്. പോരാത്തിന് നല്ല മഴയുണ്ട്. അതിൻ്റെ എല്ലാം പുറമെയായിട്ട് ആ കില്ലറും അവളെ കൊല്ലാൻ വേണ്ടിയിട്ട് നടക്കുമല്ലേ. സോളാണെങ്കിൽ അവസാനം രണ്ടും കൽപ്പിച്ച് സുഞ്ജനെ കാണാൻ പോകാൻ വേണ്ടിയിട്ട് തന്നെ തീരുമാനിക്കും. അവൾ അങ്ങനെ അവസാനം വീടിന് പുറത്തോട്ട് ഒന്ന് നോക്കുമ്പോൾ എന്തുവാ അവരുടെ വീടിൻ്റെ മുമ്പിലായിട്ട് തന്നെ നമ്മളുടെ സോളിൻ്റെ ആ മഞ്ഞക്കുടയുണ്ട്. അത് കാണുന്നേ അവൾക്ക് മനസ്സിലാവും സുഞ്ജയും മഞ്ഞക്കുട ഇവിടെ വെച്ചിട്ടാണ് പോയിരിക്കുന്നതെന്ന്. അങ്ങനെ അവൾ വേഗം തന്നെ മഞ്ഞക്കുട എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടും. അപ്പോൾ അവളുടെ ഓപ്പോസിറ്റിലായിട്ട് ഒരു ഡെലിവറി ബോയ് വരും. ഇവനെ കാണുന്നേ നമ്മുടെ സോളിന് പെട്ടെന്ന് തന്നെ ഒരു കാര്യം ഓർമ്മ വരും. അതായത് ആദ്യമായിട്ട് നമ്മുടെ സോള് സുഞ്ജനെ കണ്ട കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സോള് തേണൊക്കെ മഞ്ഞക്കുടയും പിടിച്ച് മഴയത്ത് ഓടി വരാൻ നേരത്ത് ഇവനൊരു ഡെലിവറി ബോയ് ആയിട്ടല്ലേ നമ്മുടെ സോള് കാണുന്നത്. അപ്പോൾ അവൾക്ക് ഓർമ്മ വരും. അതായത് സുഞ്ജയാണെങ്കിൽ അന്ന് ആ ഇൻ്റർവ്യൂവിനകത്ത് പറഞ്ഞ കാര്യം അവൻ്റെ ഫസ്റ്റ് ലവ് എന്ന് പറയുന്നത് മഞ്ഞക്കുടയും പിടിച്ച് മഴയത്ത് ഓടി വരുമായിരുന്നു. അവളെ കണ്ടപ്പോഴേ അവന് ഭയങ്കര ഇഷ്ടമായി എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ സോളിനൊരു കാര്യം മനസ്സിലാവും. അതായത് സുഞ്ജയുടെ ഫസ്റ്റ് ലവ് എന്ന് പറയുന്നത് അവൾ തന്നെയാണ്, അല്ലാണ്ട് അവൾ പുറകെ നടന്നിട്ടൊന്നുമല്ല അവനിപ്പോൾ അവളെ ഇഷ്ടമായത് എന്ന്. അങ്ങനെ അവൾ അങ്ങോട്ട് നടന്നു വരുന്നേ പെട്ടെന്ന് തന്നെ അവളുടെ മുമ്പിലായിട്ട് ഒരു കാറ് വന്നങ്ങ് നിൽക്കും. ഈ കാറിനകത്തുള്ള വേറെ ആരുമല്ല, ആ കില്ലർ തന്നെയാണ്. ഈ കില്ലറിനെ കാണുന്നേയും നമ്മളുടെ സോളിന് വീണ്ടും ഫ്ലാഷ് ബാക്ക് വരാനായിട്ടിരുന്നു. അതായത് അവളുടെ കാല് വയ്യാണ്ടാവാനുള്ള റീസൺ ഈ കാറിലുള്ള ഡ്രൈവർ തന്നെയായെന്ന്. അവള് ഭയങ്കരമായിട്ട് പേടിച്ച് നിൽക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ സുഞ്ജയനെയാണ്. അവൻ നോക്കുമ്പോൾ എന്തോ കുറേ നേരമായി സോൾ ഇതുവരെയും വന്നിട്ടില്ല. അവൻ അങ്ങനെ അവളെ തേടി തിരിഞ്ഞിങ്ങനെ ഓടി വരുന്നത് അവൻ്റെ മുമ്പിലൂടെ ആ കാർ ഇങ്ങനെ പാസ് ചെയ്തു പോകും. നമ്മുടെ സുഞ്ജയാണെങ്കിൽ ആ കാറിനകത്ത് ജസ്റ്റ് ഒന്ന് നോക്കും. അതേ കാറിനകത്ത് തന്നെയായിരുന്നു നമ്മുടെ സോളും ഉണ്ടായിരുന്നത്. അവളിപ്പോൾ ബോധം കെട്ടി കിടക്കുമായിരുന്നു. സുഞ്ജി അങ്ങനെ നമ്മളുടെ സോളിനെ അന്വേഷിച്ച് വരുന്നതും അവിടെ ഒരു സ്ഥലത്തായിട്ട് സോളിൻ്റെ ആ മഞ്ഞക്കുട കിടക്കുന്ന കാണും. ഇത് കാണുന്ന സുഞ്ജി അവിടെ എല്ലാ സോളിനെയും നോക്കും, എന്നാൽ അവളെ മാത്രം കാണത്തില്ല. അവൻ ഭയങ്കരമായിട്ടും പേടിച്ചു പോയായിരുന്നു. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.